രമൺ ശ്രീവാസ്തവയെ പിണറായി വിജയൻ ആഭ്യന്തരമന്ത്രിയായി വരുമ്പോ ഉപദേഷ്ടാവായി വെക്കിയല്ലേ? അപ്പൊ എന്താണ് ഈ രണ്ട് കാലഘട്ടങ്ങളിൽ സംഭവിച്ചത്? പെട്ടെന്ന് രമൺ ശ്രീവാസ്തവ നന്നായോ? അത് ആ ദൃശ്യം സിനിമയ്ക്കകത്ത് പറഞ്ഞതുപോലെ അത് ശ്രീ പിണറായി വിജയന്റെ ഒപ്പം തന്നെ അത് മണ്ണടിയുന്ന ഒരു രഹസ്യമാണ്. പി ശശിയെ ആസ്ഥാനത്ത് നിന്ന് മാറ്റുക, ശ്രീ എം ആർ അജിത് കുമാറിനെ സസ്പെൻഡ് ചെയ്യുക. അവർ ചെയ്തത് തികച്ചും തെറ്റായിട്ടുള്ള, മോറലി അങ്ങേയറ്റം കറപ്റ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. ആ പണം അവർ ഒരിക്കലും വാങ്ങാൻ പാടില്ലാത്തതായിരുന്നു. അത് മുഖ്യമന്ത്രിയുടെ യശസ്സിന്റെ പുറത്ത് എന്നേക്കുമായി കളങ്കം വരുത്തി വച്ചിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. PV അൻവർ MLA വളരെ ഗുരുതരമായ ആരോപണങ്ങളാണ് പോലീസ് സേനയ്ക്കെതിരെ ഉയർത്തിയിരിക്കുന്നത്. അതിലേക്ക് പോകുന്നതിന് മുമ്പ് ചില കണക്കുകൾ നോക്കിയാൽ കേരള പോലീസിൽ ഒരു വശത്ത് ആത്മഹത്യ ചെയ്യുന്ന പോലീസുകാർ കഴിഞ്ഞ 5 വർഷത്തിനിടെ 88 പേരാണ് ആത്മഹത്യ ചെയ്തത്. മറുവശത്ത് പോലീസിലെ ക്രിമിനലുകളുടെ എണ്ണം കൂടി വരുന്നു. നമ്മൾ ഈ സംസാരിക്കുന്ന ദിവസം മോൺസൺ മാവുങ്കലിന്റെ സാമ്പത്തിക കുറ്റകൃത്യ കേസിൽ സസ്പെൻഷനിലായ IG ലക്ഷ്മണയുടെ സസ്പെൻഷൻ റദ്ദാക്കി പുനർനിയമനം നൽകിയ ദിവസമാണ്. കഴിഞ്ഞ 8 കൊല്ലമായിട്ട് ആഭ്യന്തര വകുപ്പിന് എന്താണ് സംഭവിക്കുന്നത്? ആഭ്യന്തര മന്ത്രിമാരായ കോടിയേരി ബാലകൃഷ്ണനും പിണറായി വിജയനും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? പിണറായിയുടെ 1ാം സർക്കാർ അധികാരമേറ്റ് 2 വർഷത്തിനിടെ മാത്രം 3 മാവോയിസ്റ്റ് വേട്ടകളാണ് ഉണ്ടായത്. അതിൽ 7 കൊലകൾ. അലനും താഹയ്ക്കുമെതിരെ ചുമത്തിയ UAPA കേസുണ്ട്. അതേസമയം രാജ്യത്തെ വിഭജിക്കാൻ ശേഷിയുള്ള വിദ്വേഷ പ്രചാരണങ്ങളുമായി കളം നിറയുന്നവർക്ക് നേരെ ഒരു നടപടിയും ഉണ്ടാകാത്ത അവസ്ഥയുണ്ട്. എന്താണ് ശരിക്കും സംഭവിക്കുന്നത്? ഈ പോലീസ് നയം ഇടതുപക്ഷത്തിൻ്റെതല്ല, ഇത് പിണറായി വിജയന്റേത് മാത്രമാണ്. നടക്കുന്ന സംഭവങ്ങളിൽ നിന്നും പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശിയുടെയോ ADGP അജിത് കുമാറിന്റെയോ ചുമലിൽ മാത്രം കുറ്റം ചാരി ഉത്തരവാദിത്തങ്ങളിൽ നിന്നും ഒളിച്ചോടാൻ പിണറായി വിജയന് കഴിയില്ല. ഇനിയെങ്കിലും മറുപടി പറഞ്ഞേ പറ്റൂ. ഇനിയെങ്കിലും ആഭ്യന്തരമന്ത്രി സ്ഥാനത്ത് പുതിയൊരാൾ ഉണ്ടായേ പറ്റൂ. പോലീസിനൊപ്പം സർക്കാരുണ്ട് എന്ന നയം തിരുത്തി സർക്കാരിനൊപ്പം പോലീസിനെ കൊണ്ടുവരേണ്ട ചുമതല പാർട്ടി നേതൃത്വത്തിനുണ്ട്. നമുക്ക് വിശദമായി പരിശോധിക്കാം പിണറായിയുടെ പോലീസ് നയത്തിന്റെ പാളിച്ചകൾ എന്തൊക്കെ, തിരുത്തലുകൾ എവിടെയൊക്കെ വേണം. ഹായ്, ഹലോ പ്രിയപ്പെട്ടവരെ, ഞാൻ സുനിത ദേവദാസ്. ഇന്ന് നമ്മളോടൊപ്പം അതിഥിയായി ചേരുന്നത് മുതിർന്ന മാധ്യമ പ്രവർത്തകനും ഡെക്കാൻ ക്രോണിക്കിളിന്റെ എക്സിക്യൂട്ടീവ് എഡിറ്ററുമായ KJ ജേക്കബ് ആണ്. അദ്ദേഹം വെറുതെ അങ്ങ് മുതിർന്നതല്ല, 10-30 വർഷമായിട്ട് മാധ്യമ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നു. അതുകൂടാതെ ഉത്തരവാദിത്തമുള്ള ഒരു സാമൂഹിക ജീവി എന്ന നിലയിൽ ചുറ്റും നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് അദ്ദേഹം നിരീക്ഷിക്കുന്നു. ചാനൽ ചർച്ചകളിൽ, ആനുകാലിക സംഭവങ്ങളിൽ സജീവമായി പങ്കെടുത്ത് അഭിപ്രായങ്ങൾ പറയുന്നു. അതിലൊക്കെ ഉപരിയായി കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഫേസ്ബുക്കിൽ നമ്മളൊന്നും എഴുതുന്ന പോലെയല്ല കേട്ടോ, ഒരു വിഷയം വരുമ്പോൾ അതിനെക്കുറിച്ച് നന്നായി പഠിച്ച് വീണ്ടും നമുക്ക് റെഫർ ചെയ്യാൻ പറ്റുന്ന ഒരു പത്രത്തിലൊക്കെ വരുന്ന റിപ്പോർട്ട് പോലെ വിശദമായി ആ വിഷയങ്ങളെ കുറിച്ച് എഴുതുന്നു. അങ്ങനെയൊക്കെ മുതിർന്നതാണ്. അപ്പോൾ നമുക്ക് അദ്ദേഹത്തോട് ഇന്ന് കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിക്കാം. ഇപ്പോ നടക്കുന്ന വലിയ ചർച്ചകൾ എന്ന് പറയുന്നത് കഴിഞ്ഞ 8 വർഷമായി കേരള പോലീസിന് എന്തോ കാര്യമായൊരു കുഴപ്പമുണ്ടെന്നാണ്. കഴിഞ്ഞ 8 വർഷമായിട്ട് നമ്മുടെ ആഭ്യന്തരമന്ത്രി പിണറായി വിജയനാണ്. അപ്പൊ പിണറായി വിജയന്റെ കുഴപ്പമാണോ, ആഭ്യന്തര വകുപ്പിന്റെ കുഴപ്പമാണോ, പോലീസിന്റെ കുഴപ്പമാണോ, ഇനി പൊളിറ്റിക്കൽ സെക്രട്ടറിയുടെ കുഴപ്പമാണോ, അതോ ഇതൊന്നുമല്ലാത്ത മറ്റെന്തെങ്കിലും പ്രശ്നമാണോ, പോലീസ് ഇപ്പോഴാണോ കുഴപ്പക്കാരായത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് ചർച്ച ചെയ്യാം. അതോടൊപ്പം എനിക്ക് ചോദിക്കാനുള്ള ഒരു ചോദ്യമാണ്, ഇപ്പൊ ഇടതുപക്ഷ സർക്കാരിന്റെ കോടിയേരി ബാലകൃഷ്ണൻ ആഭ്യന്തരമന്ത്രിയായിരുന്നിട്ടുണ്ട്. കോടിയേരി ബാലകൃഷ്ണൻ ആഭ്യന്തരമന്ത്രിയായിരിക്കുമ്പോഴും പിണറായി വിജയൻ ആഭ്യന്തരമന്ത്രിയായിരിക്കുമ്പോഴുമുള്ള വ്യത്യാസം എന്താണ് എന്ന് സംസാരിച്ചുകൊണ്ട് തുടങ്ങാം. എനിക്ക് തോന്നുന്നത് മുഖ്യമന്ത്രിയുടെ ഭരണത്തിന്റെ തിരക്കില്ലാത്ത ആഭ്യന്തരമന്ത്രിയായിരുന്നു കോടിയേരി ബാലകൃഷ്ണൻ. പിന്നെ അദ്ദേഹവും ബ്രാഞ്ച് സെക്രട്ടറി ആയിട്ട് രാഷ്ട്രീയം തുടങ്ങിയ ആളായിരുന്നു. പോലീസിനെ തികച്ചും വ്യത്യസ്തമായിട്ടുള്ള ഒരു രീതിയിലേക്ക് കൊണ്ടുപോകാനുള്ള വലിയ ശ്രമം അദ്ദേഹത്തിന്റെ കാലത്ത് നടന്നു. ജനമൈത്രി പോലീസ് എന്ന് പറഞ്ഞ പോലീസ് സംവിധാനം കൊണ്ടുവരുന്നത് അദ്ദേഹത്തിന്റെ സമയത്താണ്. അത് വളരെ പെട്ടെന്ന് മനുഷ്യരുടെ ദി ഇമാജിനേഷൻ ഓഫ് ദ പീപ്പിൾ എന്ന് നമ്മൾ പറയുന്നത്. പോലീസിന്റെ മറ്റൊരു മുഖം നമ്മൾ കണ്ട ഒരു സമയമാണത്. എനിക്ക് ഏറ്റവും അതിശയകരമായി തോന്നിയൊരു കാര്യം, ഞാനത് നേരത്തെയും പറഞ്ഞിട്ടുണ്ട്. ഈ 2006 VS അച്യുതാനന്ദൻ സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ അന്ന് പോലീസ് മേധാവിയായി ഉണ്ടായിരുന്നത് രമൺ ശ്രീവാസ്തവ എന്ന് പറഞ്ഞ ഒരു പോലീസുകാരനായിരുന്നു. അപ്പൊ ഇയാള് സത്യത്തിൽ ഇടതുപക്ഷത്തിന് വലിയ നോട്ടപ്പുള്ളിയായിരുന്ന ഒരാളാണ്. ചാരക്കേസുമായി ബന്ധപ്പെട്ട് ശ്രീ കെ കരുണാകരനുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ ഒരു ഉപശാലയിൽ ഉണ്ടായിരുന്ന ഒരു കഥാപാത്രം എന്ന നിലയ്ക്ക് ഇടതുപക്ഷത്തിന് തികച്ചും അനഭിമതനായിരുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥനായിരുന്നു. അപ്പൊ അദ്ദേഹത്തിന് 6 മാസം കൂടി സർവീസ് ഉണ്ടായിരുന്നു. അപ്പം അദ്ദേഹത്തെ മാറ്റുമോ എന്നുള്ള ചോദ്യത്തിന് സാധാരണഗതിയിൽ സർക്കാർ വരുമ്പോൾ ആദ്യം ചെയ്യുന്ന കാര്യങ്ങളൊന്നും പോലീസ് മേധാവിയെ മാറ്റുക എന്നുള്ളതാണ്. പക്ഷെ
അദ്ദേഹം 6 മാസം കൂടി ആ സ്ഥാനത്ത് തുടർന്നു. അദ്ദേഹം റിട്ടയർ ചെയ്യുന്നവരെ ആ സ്ഥാനത്ത് തുടർന്നു. അതിൽ കോടിയേരി ബാലകൃഷ്ണന്റെ വിശദീകരണം, പോലീസുകാരനല്ല പോലീസിന്റെ നയം തീരുമാനിക്കുന്നത്, സർക്കാരാണ്. സർക്കാർ ഒരു നയം തീരുമാനിച്ചാൽ ആ പോലീസ് മേധാവിയുടെ സ്ഥാനത്ത് ആരിരുന്നാലും അത് നടത്തിയെടുക്കാൻ അത് അറിയാം എന്നുള്ളതായിരുന്നു കോടിയേരി ബാലകൃഷ്ണന്റെ നിലപാട്. അദ്ദേഹം അങ്ങനെ തന്നെ ആ പോലീസിനെ കൊണ്ടുനടക്കുകയും ചെയ്തു. പിന്നെ ശ്രീ കോടിയേരി ബാലകൃഷ്ണന് കിട്ടിയ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്നുള്ളത്, അതും ശ്രീ പിണറായി വിജയന് കിട്ടാത്തതുമായ ഒരു അഡ്വാൻറ്റേജ് എന്നുള്ളത്, ജേക്കബ് പുന്നൂസ് എന്ന് പറയുന്ന ഒരു പോലീസ് മേധാവി സംസ്ഥാനത്ത് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അദ്ദേഹം ഒന്നാമനായിട്ട് പോലീസ് ട്രെയിനിങ് കോളേജിൽ നിന്ന് പുറത്തു വന്നു എന്നുള്ളത് മാത്രമല്ല, അദ്ദേഹത്തിന്റെ സമയത്താണ് ഈ പുതിയ കേരള പോലീസ് ആക്ട് ഉണ്ടാകുന്നത്. അങ്ങേയറ്റം മനുഷ്യത്വപരമായി മനുഷ്യരോടും അങ്ങേയറ്റം പ്രൊഫഷണലായി പോലീസുകാരോടും ഇടപെടുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥനായിരുന്നു അദ്ദേഹം. അപ്പോൾ വളരെ പ്രൊഫഷണലായിട്ട് റൺ ചെയ്യാൻ കോടിയേരി ബാലകൃഷ്ണനെ സഹായിച്ച ആളുകളിൽ ഒന്ന് എന്ന് പറയുന്നത് ശ്രീ ജേക്കബ് പുന്നൂസ് സാർ തന്നെയാണ്. അപ്പൊ അങ്ങനെയും നേരത്തെ ആരിരുന്നാലും നടത്തിക്കൊണ്ടു പോകാം എന്ന് കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞെങ്കിലും ഇത്തരം കാര്യങ്ങൾ നടത്തിയെടുക്കാൻ പറ്റുന്ന കൊള്ളാവുന്ന സീനിയർ പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ ഒരു വലിയ നിര തന്നെ അന്നുണ്ടായിരുന്നു. പക്ഷേ ശ്രീ പിണറായി വിജയൻ മുഖ്യമന്ത്രി ആയപ്പോഴത്തേക്കും സത്യം പറഞ്ഞ കള്ളനാണോ പോലീസാണോ എന്ന് വലിയ കൃത്യമായിട്ട് നമുക്ക് വേർതിരിച്ചറിയാൻ പറ്റാത്ത ആളുകൾ ഈ പോലീസിന്റെ മുകളിൽ നിരന്നിരിപ്പുണ്ടായി. അതിൽ ചിലർക്ക് പ്രൊമോഷൻ കൊടുക്കാൻ പാടില്ല എന്ന് ഹൈക്കോടതി പറഞ്ഞിട്ടുണ്ട്. വേറെ ചിലർ പലതരം പ്രധാനപ്പെട്ട വിഷയമാണ്, അത് വിശദമായി പറയേണ്ടതാണ്. പക്ഷെ ഇതിൽ ഞാൻ ഒരു കാര്യം, ഒരു ചെറിയൊരു ചോദ്യം. ഇതേ രമൺ ശ്രീവാസ്തവയെ പിണറായി വിജയൻ ആഭ്യന്തരമന്ത്രിയായി വരുമ്പോ ഉപദേഷ്ടാവായി വെക്കിയല്ലേ? അപ്പൊ എന്താണ് ഈ 2 കാലഘട്ടങ്ങളിൽ സംഭവിച്ചത്? പെട്ടെന്ന് രമൺ ശ്രീവാസ്തവ നന്നായോ? ഉപദേശിക്കാൻ മാത്രം പ്രാപ്തനായോ? അത് ആ ദൃശ്യം സിനിമയ്ക്കകത്ത് പറഞ്ഞതുപോലെ അത് ശ്രീ പിണറായി വിജയന്റെ ഒപ്പം തന്നെ അത് മണ്ണടിയുന്ന ഒരു രഹസ്യമാണ്. എങ്ങനെയാണ് രമൺ ശ്രീവാസ്തവ എന്ന് പറയുന്ന ഉത്തരേന്ത്യൻ പോലീസുകാരന് ഒരാവശ്യമില്ലാതെ കഴിഞ്ഞ പ്രാവശ്യത്തെ പിണറായി വിജയൻ സർക്കാരിന്റെ ഉപദേഷ്ടാവ് ഈ ഈ ഈ ജേക്കബ് പുന്നൂസ് ഒക്കെ ഇതിലേക്ക് നടക്കുന്ന സമയത്താണ് പ്രത്യേകിച്ച് ഒരു ഉപകാരവും ഇല്ലാത്ത ഈ രമൺ ശ്രീവാസ്തവ വന്നത്. സത്യമായിട്ട് എനിക്ക് ഒരു പിടുത്തമില്ലാത്ത കാര്യമാണ്. ഞാനത് എനിക്കറിയാവുന്ന CPM-മാരോടൊക്കെ ചോദിച്ചു. CPM-മാരോട് പിന്നെ ആ പോലീസ് നയത്തോട് ചോദിച്ചിട്ട് പ്രത്യേകിച്ച് ഒരു ഉപകാരവും ഇല്ല. SIയെ ട്രാൻസ്ഫർ ചെയ്യുന്നതിന് പോലും CPM-മാർക്ക് ഒരു റോളില്ലാത്തൊരവസ്ഥയാണ്. അപ്പോൾ പിന്നെ ഇത്തരം കാര്യങ്ങളെ കുറിച്ച് അവർക്ക് ഒരു ധാരണയില്ല. അത് പിണറായി വിജയന് മാത്രം അറിയാവുന്ന ഒരു കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നു. അതല്ലാതെ വേറെ ആർക്കും അദ്ദേഹം എങ്ങനെ അവിടെ എത്തിപ്പെട്ടു എന്നുള്ളതിനെ കുറിച്ച് ഒരു പിടുത്തവും എനിക്കില്ല. ഏതെങ്കിലും അദ്ദേഹം ഉപദേശിച്ചിട്ടുണ്ടാവുക അദ്ദേഹം എനിക്കറിയില്ല. ഇതുപോലത്തെ ഒരു പോലീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ പിണറായി വിജയൻ അധികാരത്തിൽ വരുമ്പം നമ്മളിലേക്ക് പ്രതീക്ഷ എന്നുള്ളത് ഈ കേരളത്തിലെ പോലീസിന്റെ ഏറ്റവും ബീഭത്സമായ ഒരു മുഖമുണ്ടായിരുന്ന 70കളിൽ രാഷ്ട്രീയ പ്രവർത്തനം തുടങ്ങിയ ആളാണ് ശ്രീ പിണറായി വിജയൻ. അതും കണ്ണൂര്, അതും അടിയന്തരാവസ്ഥക്കാലത്ത്. അപ്പം ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ള ഒരു കാര്യം, ഒരു ഭരണാധികാരി എന്ന നിലയ്ക്ക് പിണറായി വിജയൻ ചെയ്യുന്ന പല കാര്യങ്ങളും അദ്ദേഹത്തിന്റെ ദീർഘകാലത്തെ രാഷ്ട്രീയ പ്രവർത്തനത്തിനുള്ളിൽ അദ്ദേഹം മനസ്സിലാക്കിയ കാര്യങ്ങൾ, നാട്ടിൽ എന്തൊക്കെ വ്യത്യാസം വരണം എന്നുള്ളതിനെ കുറിച്ചുള്ള ധാരണയുള്ള ഒരാൾ ഭരണാധികാരിയാകുമ്പോൾ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് അദ്ദേഹം ചെയ്ത പല കാര്യങ്ങളും. എനിക്ക് തോന്നിയിരിക്കുന്നത് നാട്ടിൽ അദ്ദേഹം ചെയ്തിരിക്കുന്ന ഒത്തിരി കാര്യം. ഇപ്പോൾ എനിക്കത് ഏറ്റവും കൃത്യമായിട്ട് ഓർമ്മയുള്ളത് നമ്മുടെ ഈ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി എന്നുള്ളതാണ്. അത് ഇപ്പൊ നോക്കാതെ ഒരു മനുഷ്യനും അറിയുന്നേ ഇല്ല. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നിങ്ങൾ ഓൺലൈനായിട്ട് നിങ്ങൾ അപേക്ഷ കൊടുക്കുന്നു, നിങ്ങൾക്ക് അർഹമായിട്ടുള്ള പണം കിട്ടുന്നു. അതല്ലാതെ നിങ്ങൾ ഒരു സ്ഥലത്തും പോയി അവരെ കണ്ടു ഇവരെ കണ്ടു അവിടെ പോയി നിന്നു ഇവിടെ പോയി നിന്നു രാവിലെ തൊട്ട് വൈകുന്നേരം വരെ കാത്തിരുന്നു, ഒരാവശ്യമില്ല. വേണ്ടപ്പെട്ട രേഖകളോടുകൂടി നിങ്ങൾ അത് വളരെ അങ്ങനത്തെ. ഇപ്പോൾ നമ്മൾ എത്ര വർഷമായി നമ്മൾ കേരളത്തിന് പുറത്ത് യാത്ര ചെയ്യുന്ന മനുഷ്യർ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട് എന്തുകൊണ്ട് കേരളത്തിൽ വൃത്തിയുള്ള ഒരു വഴി ഉണ്ടായിട്ടില്ല എന്നുള്ള കാര്യം. അത് അദ്ദേഹം വളരെ കൃത്യമായിട്ട് അന്നത്തെ ചീഫ് സെക്രട്ടറിയോട് ചോദിച്ചു എന്നുള്ളത് എനിക്ക് വളരെ വിശ്വസിക്കാൻ പറ്റുന്ന ഒരു പത്രക്കാരൻ എന്നോട് പറഞ്ഞതാണ്. നമുക്ക് കാസർഗോഡും തിരുവനന്തപുരം വരെ കൊള്ളാവുന്ന ഒരു വഴി വേണ്ട. കേരളത്തിൽ എത്രയോ മുഖ്യമന്ത്രിമാരുണ്ടായിട്ടുണ്ട്, അവർക്ക് ആർക്കും തോന്നാത്ത ഒരു കാര്യം മുഖ്യമന്ത്രിക്ക് തോന്നിയിട്ടുണ്ട്. ഞാൻ പറയുന്നത് ഈ പോലീസിനെ അന്ന് തൊട്ടേ അറിയാവുന്ന ശ്രീ പിണറായി വിജയൻ ഇതിനെ പ്രൊഫഷണൽ ആക്കാനുള്ള ഒരു ആഗ്രഹം മനസ്സിൽ കൊണ്ടുനടന്നിട്ടുണ്ടാവും. അതായിരിക്കും അദ്ദേഹം ആഭ്യന്തര വകുപ്പ് കൂടി എടുത്തു വെച്ചിട്ടുണ്ടാവുക. അതല്ലാതെ കരുണാകരനെ പോലെ പത്രാസ് കാണിക്കേണ്ട ഒരാളായിട്ട് എനിക്ക് പിണറായി വിജയനെ ഒരിക്കലും അന്ന് എന്തായാലും തോന്നിയിട്ടില്ല. 2016 അദ്ദേഹം വരുമ്പോൾ ഒരു കാരണവശാലും അദ്ദേഹം അധികാരത്തിന്റെ ഒരു ആലഭാരങ്ങളിൽ അഭിരമിക്കുന്ന ഒരാളായിട്ട് ഒരിക്കലും തോന്നിയിട്ടില്ല. അപ്പോൾ എനിക്ക് തോന്നുന്നത് പോലീസിൽ ഗുണപരമായ വ്യത്യാസം ഉണ്ടാക്കാനുള്ള ആഗ്രഹത്തോടു കൂടിയാണ് പിണറായി വിജയൻ വന്നത് എന്നുള്ളതാണ്. പക്ഷെ ഏതൊരു ജനാധിപത്യ രാജ്യത്തും പോലീസ് എന്ന് പറയുന്ന യൂണിഫോംഡ് ഫോഴ്സ് എന്നുള്ളത് ജനാധിപത്യ ഭരണാധികാരിയുടെ അധികാരത്തിന്റെ കീഴിലാണ്.
എനിക്കത് ഏറ്റവും ആദ്യം അതിൽ കല്ല് കടിച്ചത് നിലമ്പൂർ 2 നക്സലൈറ്റുകളെ വെടിവെച്ചതാണ്. പിന്നീട് നമ്മൾ അതിനെക്കുറിച്ചുള്ള കഥകൾ കേൾക്കും. അങ്ങേയറ്റം ദയനീയമായിട്ടുള്ള 2 മനുഷ്യർ. എന്തിനാണ് മാവോയിസ്റ്റുകൾ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നത്, എന്ത് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നത് എന്നുള്ളതൊക്കെ വേറെ ചോദ്യങ്ങൾ. ഇടതുപക്ഷ പാർട്ടികളുടെ നിരന്തരമായിട്ടുള്ള നിലപാട് എന്നുള്ളത് ഒരു കാരണവശാലും ഏറ്റുമുട്ടൽ കൊലകൾ പാടില്ല എന്നുള്ളതായിരുന്നു. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഈ 2 മനുഷ്യരെ വെടിവെച്ച് കൊന്നു. നമ്മൾ മനസ്സിലാക്കുന്നിടത്തോളം അനങ്ങാൻ പോലും വയ്യാത്ത അവസ്ഥയിലുണ്ടായിരുന്ന ഒരു മനുഷ്യനും അയാളുടെ ഒപ്പം ഉണ്ടായിരുന്ന ഒരു സഖാവുമാണ് അവിടെ ഉണ്ടായിരുന്നത്. അവരെയാണ് വെടിവെച്ച് കൊന്നത്. അതിനെക്കുറിച്ചുള്ള മുഖ്യമന്ത്രിയുടെ പ്രതികരണം ആണ് എന്നെ പോലുള്ള മനുഷ്യർക്ക് തലയ്ക്ക് കിട്ടിയ ആദ്യത്തെ അടി. പോലീസിന്റെ മനോവീര്യം കെടുത്തുന്ന ഇതിനെക്കുറിച്ച് കാരണം ഇടതുപക്ഷ സർക്കാരിന്റെ സമയത്ത് ഏറ്റുമുട്ടൽ കൊലകളിൽ കൂടിയും നക്സലൈറ്റുകളോട് CPM-മാർക്ക് പ്രത്യേകിച്ച് ഒരു തരത്തിലുള്ള സഹതാപമോ സ്നേഹമോ ഇല്ല. അത് പ്ലെയിൻ ആയിട്ടുള്ള കാര്യമാണ്. അത് പൊളിറ്റിക്കലി ശരിയായ നിലപാടാണെന്ന് ഞാനും വിശ്വസിക്കുന്നു. പക്ഷെ അവരെ വെടിവെച്ച് കൊല്ലുക എന്നുള്ളത്, ഏറ്റുമുട്ടൽ കൊല എന്നുള്ളത് ഇടതുപക്ഷ പാർട്ടികളുടെ നയമല്ല. വെസ്റ്റ് ബംഗാളിൽ നിരന്തരം CPM സഖാക്കളന്മാരെ കൊന്നപ്പോഴും ഏറ്റുമുട്ടൽ കൊല എന്നുള്ളൊരു നയമായിട്ട് വെസ്റ്റ് ബംഗാളിലെ CPM സ്വീകരിച്ചിരുന്നില്ല. നമ്മളും സ്വീകരിച്ചിരുന്നില്ല. നിരന്തരം നമ്മളതിനെതിരെ സംസാരിച്ചുകൊണ്ടിരുന്നതാണ്. അപ്പം അത് മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്നുണ്ടായ പ്രസ്താവന എന്നെ പോലുള്ള മനുഷ്യരെ ഞെട്ടിച്ചിട്ടുണ്ട്. പക്ഷേ മുഖ്യമന്ത്രിയെ സംബന്ധിച്ച് അത് വളരെ പ്ലാൻഡ് ആയിരുന്നു എന്ന് വേണം കണക്കാക്കാൻ. മുഖ്യമന്ത്രി പോലീസുകാരൻ പറഞ്ഞ വർത്തമാനം കേട്ടു എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. ഒരു പ്രൊഫഷണൽ പോലീസ് ആയിരിക്കും അത് ചെയ്തിട്ടുണ്ടാവുക എന്നുള്ള മട്ടിൽ അദ്ദേഹം അതെടുത്തു. അദ്ദേഹം CPM-ന്റെ നയം കൊട്ടയിലെടുത്തിട്ടു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നയം, നാട്ടിൽ ഇത്രയും കാലം ഇടതുപക്ഷക്കാർ കൊണ്ടു നടന്ന നയം, അത് മുഴുവൻ നിരാകരിച്ചുകൊണ്ടാണ് പോലീസിന്റെ വേർഷൻ നമ്മളോട് പറഞ്ഞത്. പോലീസിന്റെ മനോവീര്യം എന്നുള്ളത് ആളുകളെ വെടിവെച്ച് കൊല്ലാനുള്ള അവരുടെ അവകാശമാണ് എന്നുള്ള മട്ടിലേക്ക് അദ്ദേഹം അത് മാറ്റിയെടുത്തു. പോലീസിന്റെ മനോവീര്യം എന്നുള്ളത് നാട്ടിൽ നിയമസമാധാനം ഉറപ്പുവരുത്തലാണ്. നാട്ടിൽ മനുഷ്യർക്ക് നിർഭയമായി പോലീസ് സ്റ്റേഷനിൽ കയറി ചെന്ന് കാര്യങ്ങൾ പറയാവുന്ന അവസ്ഥയാണ്. ലോക്കം മർദ്ദനം ഇല്ലാതിരിക്കുകയാണ്. അങ്ങനെയുള്ള ഒരു പോലീസ് ഫോഴ്സിന്റെ ഭാഗമായിരിക്കുക എന്നുള്ളതാണ് പോലീസുകാരൻ്റെ മനോവീര്യം. അതല്ലാതെ ആളുകളെ വെടിവെച്ച് കൊല്ലാനുള്ള ലൈസൻസ് കയ്യിലുണ്ട് എന്നുള്ളതല്ല പോലീസുകാരൻ്റെ മനോവീര്യം. ഈ കാര്യം മുഖ്യമന്ത്രി എന്ന നിലയ്ക്ക് നിർഭാഗ്യവശാൽ ശ്രീ പിണറായി വിജയൻ മറന്നുപോയി എന്ന് വേണം നമ്മൾ കണക്കാക്കാൻ വേണ്ടിയിട്ട്. അന്ന് തുടങ്ങിയതാണ്. എനിക്ക് തോന്നുന്നു 2016 ജൂലൈ മാസത്തിലാണ് ആ കൊലപാതകം നടക്കുന്നത്. 8 വർഷമായി. അതിനുശേഷം നമ്മൾ ഇങ്ങോട്ട് കണ്ടത് നിരന്തരമായി ഇടതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെ നയങ്ങൾ കേരളത്തിൻ്റെ പോലീസ് സേന ആ നയങ്ങൾ കൂട്ടി അടിസ്ഥാനപ്പെടുത്തിയാണ് ഭരിക്കാൻ വേണ്ടി നമ്മൾ ഏർപ്പെടുത്തിയിരിക്കുന്നത്. നിയമസമാധാന പാലനം എന്നുള്ളത് ഭരണഘടനയിലെ സംസ്ഥാനത്തിൻ്റെ വിഷയമാണ്. അപ്പം നമ്മുടെ നാട്ടിലെ മനുഷ്യർ, ഞാനിപ്പം 2016 ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ മാനിഫെസ്റ്റോ നോക്കുകയായിരുന്നു. അപ്പം അതിൻ്റെ അകത്ത് ലോക്കപ്പത്തിൽ മനുഷ്യാവകാശ സംസനം ഇല്ല എന്ന് ഉറപ്പുവരുത്തും, പോലീസുകാർ മനുഷ്യരോട് മര്യാദയ്ക്ക് പെരുമാറും എന്നുള്ള കാര്യം ഉറപ്പുവരുത്തും എന്നീ കാര്യങ്ങൾ ഉറപ്പ് പറഞ്ഞിട്ടാണ് മാനിഫെസ്റ്റോ പുറത്തു വന്നിരിക്കുന്നത്. ആ മാനിഫെസ്റ്റോയുടെ പുറത്ത് അധികാരത്തിലേറിയ സർക്കാരാണ് ഇതൊക്കെ ചെയ്തു കൂട്ടിയത് എന്നുള്ളതാണ് നമ്മൾ കാണുന്നത്. അപ്പം പ്രൊഫഷണലൈസേഷൻ എന്നുള്ള ഒരു നല്ല ഉദ്ദേശം മുഖ്യമന്ത്രിയുടെ കയ്യിലുണ്ടായിരുന്നു. പക്ഷെ അത് അമ്പെ പാളിപ്പോയത് അദ്ദേഹം അറിഞ്ഞില്ല എന്നുള്ളത് വിശദീകരണമൊന്നുമില്ല. ഇതുപോലെ ഈ കേസ് പറഞ്ഞതുപോലെ മാവോയിസ്റ്റുകളുടെ കേസ് പറഞ്ഞ പോലെ ഒരു പ്രധാനപ്പെട്ട നാഴികക്കല്ലാണ് അലൻ താഹ കേസിൽ UAPA ചുമത്തിയതും ആ കുട്ടികളെ അകത്താക്കിയത്. അത് കഴിഞ്ഞിട്ട് ആ പ്രോസസ്സ് ഒക്കെ കഴിഞ്ഞ് അവർ വലിയ നിയമ പോരാട്ടത്തിന് ശേഷം തിരിച്ചു വന്ന് അലൻ ഒക്കെ എങ്ങനെയൊക്കെയോ 2 കാലിൽ എഴുന്നേറ്റ് വീണ്ടും കോളേജിലേക്ക് പോയപ്പോൾ വീണ്ടും അവരുടെ അലന്റെ ജാമ്യം റദ്ദാക്കണമെന്ന് പറഞ്ഞ് പോലീസ് വീണ്ടും കോടതിയിലേക്ക് പോകുന്ന വിഷയങ്ങളും ലോ കോളേജിലെ റാഗിംഗ് പ്രശ്നം, അങ്ങനെ നമുക്ക് ഭയങ്കര വിഷമം തോന്നുന്ന കുറെ കാര്യങ്ങൾ ഉണ്ടാവുന്നുണ്ട്. അതിലൊരു ചരിത്ര പ്രസിദ്ധമായ ഒരു ജഡ്ജ്മെന്റ് ഉണ്ട്. അതുകൂടാതെ തന്നെ ഈ UAPA കേസ് പറയുമ്പോൾ തന്നെ ആളുകളിൽ വലിയ രോഷം ഉണ്ടാക്കുന്ന കാര്യമാണ് RSSകാർ പ്രതികളാവുന്ന കേസിൽ UAPA ചുമത്തപ്പെടുന്നില്ല എന്നുള്ളത്. അത് സത്യമാണോ ആരോപണമായാലും വലിയ പ്രചാരത്തിലിരിക്കുന്ന ഒരു ഇതാണ്. റിയാസ് മൗലവിയുടെ കേസിൽ UAPA ചുമത്തിയില്ല, മറ്റു പല കേസുകളും അവർ എടുത്തു പറയുന്നു. അതുപോലെ താനൂറിലെ കസ്റ്റഡി മരണം ഈ അടുത്ത് നടന്നതാണ്. ബോംബ് സ്ഫോടനങ്ങൾ നിരവധിയായിട്ട് നടക്കുന്നു. രാഷ്ട്രീയ കൊലപാതകങ്ങൾ ഇപ്പോൾ ഒതുങ്ങിയിട്ടുണ്ട്. പക്ഷെ പിണറായി വിജയൻ അധികാരമേറ്റ ഉടനെ നടന്ന ഒരുപാട് രാഷ്ട്രീയ കൊലപാതകങ്ങൾ, ഇത്തരത്തിൽ ആളുകളുടെ മനസ്സ് മടുപ്പിച്ച ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടല്ലോ. പക്ഷെ അതിലൊന്നും ഒരു കൃത്യമായ ഇടപെടലോ ഒരു പാർട്ടിയുടെ ഇടപെടൽ എന്തുകൊണ്ടാണ് ഉണ്ടാവാത്തത്? അതിൽ അലൻ താഹ കേസ് ഞാൻ പ്രത്യേകം പറയും. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കേരളത്തിൽ സുനിതാരുടെ പറഞ്ഞ പോലെ ഫേസ്ബുക്കിൽ രാഷ്ട്രീയം പറയുന്ന ഒരാളാണ് ഞാൻ. ഫേസ്ബുക്കിൽ ഞാനും എൻ്റെ ഇടതുപക്ഷ സുഹൃത്തുക്കളുമായി ഏറ്റവും ആദ്യം വലിയ തോതിൽ സംഘർഷം ഉണ്ടാകുന്നത് ആ കേസിലാണ്. ആ കേസിൽ മുഖ്യമന്ത്രി അസംബ്ലിയിൽ വന്ന് പറഞ്ഞു, കുട്ടികൾ അവർ ചായ കുടിക്കാൻ വേണ്ടി പോയൊന്നുമല്ല, അവർ ആട്ടിൻകുട്ടികളൊന്നും അല്ല എന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. അപ്പോൾ ഞാൻ അന്ന് ഇദ്ദേഹം പറഞ്ഞു എന്താണ് ഈ പറയുന്നത് എന്നുള്ള, കാരണം എന്നെ ഞെട്ടിച്ചു കളഞ്ഞൊരു പ്രസ്താവനയായിരുന്നു അത്.
ആ കേസിൽ എനിക്കെപ്പോഴും ഓർമ്മയുണ്ട്. ഈ കുട്ടികളെ അറസ്റ്റ് ചെയ്യുന്നു, ഇവരെ രാത്രിയിലാണ് അറസ്റ്റ് ചെയ്യുന്നത്. പകൽ രാവിലെ ആയപ്പോഴത്തേക്കും നാട് മുഴുവൻ വാർത്തയായി. അപ്പം നക്സലൈറ്റുകളാണ്, UAPA വരുമോ എന്നൊക്കെയുള്ള വലിയ ചർച്ചകൾ നാട്ടിൽ വരുന്നു. അപ്പം ഓടുകൂടി ആയിരിക്കണം കണ്ണൂരിൽ നിന്ന് എനിക്കൊന്ന് പോലീസ് സിസ്റ്റത്തിൽ IG റാങ്കുള്ള ഏതൊരു ഉദ്യോഗസ്ഥൻ കോഴിക്കോടേക്ക് പോകുന്നത്. അപ്പം ഞാൻ ന്യായമായിട്ടും വിചാരിച്ചത് പിന്നെ മുഖ്യമന്ത്രിയുടെ ഇൻസ്ട്രക്ഷൻ്റെ അടിസ്ഥാനത്തിലാണ് അയാൾ അവിടെ പോകുന്നത്. രണ്ട് പിള്ളേരെ പിടിച്ചുകൊണ്ട് പോയി ഇതിനകത്ത് കിടന്ന് ബഹളം വെക്കേണ്ട ആവശ്യമൊന്നുമില്ല, അവിടെ തീരുമെന്നാണ്. അയാൾ അവിടെ ചെന്ന് പറയുന്നത് ഇത് UAPAക്ക് ഫിറ്റ് കേസാണ് എന്നുള്ളതാണ്. ഈ IG റാങ്കുള്ള ഉദ്യോഗസ്ഥൻ അവിടെ ചെന്ന് പറയുന്നത് ഇത് UAPA കേസാണ് എന്നുള്ളത്. സത്യത്തിൽ ഈ നേരത്തെ മറ്റേ മനുഷ്യരെ വെടിവെച്ച് കൊന്ന അതിനെ ന്യായീകരിച്ചപ്പോൾ ഞെട്ടിയതുപോലെ ഞാൻ അപ്പോഴും ഞെട്ടി. ഇത് എങ്ങനെയാണ് രണ്ട് കുട്ടികൾ, അവരിപ്പോൾ പരമാവധി പോയ മാവോയിസം സിന്ദാബാദ് എന്ന് വിളിച്ചൊന്ന് കൂട്ടിക്കും. കേരളത്തിലെ രണ്ട് കുട്ടികളാണ്, 20-22 വയസ്സുള്ള രണ്ട് കുട്ടികൾ. അവർ എന്തിനാണ് UAPA പോലെയുള്ള, കാരണം ഞാൻ അന്ന് എഴുതിയ ഫേസ്ബുക്ക് പോസ്റ്റുകളിൽ ഞാൻ ഈ ദേശാഭിമാനിക്കകത്ത് പീപ്പിൾസ് ഡെമോക്രസിയിലും CPM നേതാക്കന്മാരുടെ പ്രസ്താവനകളിലുമായി UAPA എന്ന് പറയുന്ന കരിനിയമം എങ്ങനെയാണ് നമ്മുടെ നാട്ടിലെ ദളിതർക്കും ആദിവാസികൾക്കും ന്യൂനപക്ഷങ്ങൾക്കുമെതിരെ ഉപയോഗിക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ചുള്ള ദീർഘങ്ങളായിട്ടുള്ള പരമ്പരകളും പ്രസ്താവനകളും എല്ലാ ഇടതുപക്ഷ മാധ്യമങ്ങളിലും വന്നിരുന്നു. കേരള പോലീസിന്റെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അന്നുണ്ടായിരുന്നതായിട്ട് ഞാൻ വിശ്വസിക്കുന്ന അതുമായിട്ടുള്ള UAPA പ്രയോഗിക്കുക. UAPA എന്നുള്ളത് ടെററിസ്റ്റ് ആക്ടിവിറ്റികളെ പിന്നെ നിയന്ത്രിക്കാനുള്ളതാണ്. അത് ഭീകരവാദ കേസുകൾ അന്വേഷിക്കുന്ന ഏജൻസി, കേന്ദ്ര ഏജൻസിയാണ്, NIA ആണ്. അപ്പം കേരള പോലീസ് കേസ് ചാർജ് ചെയ്യുക, അത് UAPA ഉപയോഗിക്കേണ്ട കേസാണ് എങ്കിൽ NIAക്ക് കൊടുക്കുക. അതല്ലെങ്കിൽ NIA എടുക്കുകയാണെങ്കിൽ അവർക്ക് അതിൻ്റെ അകത്ത് UAPA ഇടണമെങ്കിൽ അവർ തീരുമാനിക്കുക. കേരള പോലീസിനും, അതായത് IPC ഇന്ത്യൻ ശിക്ഷാ നിയമം അനുസരിച്ചുള്ള കേസുകൾ കൈകാര്യം ചെയ്യേണ്ട ആവശ്യമേ ഉള്ളൂ എന്നുള്ള വളരെ ലെജിറ്റിമേറ്റ് ആയിട്ടുള്ള നിലപാടായിരുന്നു അന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഉണ്ടായിരുന്നത്. എന്നിട്ടാണ് ആ കുട്ടികളുടെ പേരിൽ കേസെടുത്തത്. അതിൻ്റെ പേരിൽ മുഖ്യമന്ത്രി അസംബ്ലിയിൽ പോയി ന്യായീകരിച്ചത്. എന്നിട്ട് എന്തായി എന്നും കൂടെ നമ്മൾ മനസ്സിലാക്കണം. ആ കേസിൽ സെഷൻസ് കോടതി ആ കുട്ടികൾക്ക് ജാമ്യം കൊടുത്തു, ഹൈക്കോടതി റദ്ദാക്കി. സുപ്രീം കോടതിയിൽ ആ കുട്ടികൾ പോയപ്പം 2 ജഡ്ജിമാർ, അവരുടെ പേര് ഞാൻ മറന്നുപോയി, ആ ജഡ്ജ്മെന്റ് ഇപ്പോൾ നമുക്ക് പിന്നെ വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്. ആ ജാമ്യാപേക്ഷ കേട്ട ആ 2 സുപ്രീം കോടതി ജഡ്ജിമാർ ആ കേസിന്റെ മെറിറ്റിലേക്ക് പോയി എന്നുള്ളതാണ് വാസ്തവം. മെറിറ്റിലേക്ക് പോയി ഇദ്ദേഹം ഫിറ്റ് കേസാണെന്ന്, UAPA ആണെന്ന് IG പറഞ്ഞ കേസ് ആ കുട്ടികൾ ചായ കുടിക്കാൻ വേണ്ടി പോയതല്ല എന്ന് മുഖ്യമന്ത്രി നിർലജ്ജം ന്യായീകരിച്ച ആ കേസ് എടുത്ത് സുപ്രീം കോടതി ഓരോ വരിയായിട്ട് വായിച്ച് കീറിക്കൊട്ടയ്ക്കകത്തിട്ടു. ഈ പ്രോസിക്യൂഷൻ കൊണ്ടുവന്ന ഒരു കാര്യത്തിനും തെളിവില്ല എന്ന് സുപ്രീം കോടതി പറഞ്ഞു. ഇനി ഇവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥന്മാരും ആഭ്യന്തരമന്ത്രിയും തലകുത്തി നിന്ന് അന്വേഷിച്ചാലും ആ കേസ് പൊങ്ങില്ല. കാരണം അത് കെട്ടിച്ചമച്ച കേസാണ്. 2 കുട്ടികൾ അവിടെ ഉണ്ടായിരുന്നു. അവർക്ക് ചിലപ്പോൾ അവർ 1-2 മാവോയിസ്റ്റുകളെ കണ്ടിട്ടുണ്ട്, അവരെടുത്ത് മാവോയിസ്റ്റ് ലിറ്ററേച്ചർ. അതിൻ്റെ അപ്പുറത്തേക്ക് UAPA ചാർജ് ചെയ്യാനുള്ള ഒരു സാധനവും ഇല്ലാത്ത ഒരു കേസ് എടുത്ത് 2 കുട്ടികളുടെ പേരിൽ. എനിക്കൊന്ന് ഓർമ്മയുണ്ട്, പ്രകാശ് കാരാട്ട് കേരളത്തിൽ വന്നിട്ട് ഈ കുട്ടികളുടെ പേരിലുള്ള UAPA നിയമാനുസൃതമല്ല എന്ന് പറഞ്ഞു. പ്രകാശ് കാരാട്ട്, അപ്പോഴും അദ്ദേഹം CPMന്റെ പൊളിറ്റ് ബ്യൂറോ മെമ്പറാണ്, ഇപ്പോഴും പൊളിറ്റ് ബ്യൂറോ മെമ്പറാണ്. അദ്ദേഹം സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് മാറിയെന്നാണ് എൻ്റെ ഓർമ്മ. ആ കേസിൽ ഈ കുട്ടികളുടെ പുറത്ത് UAPA ആയിട്ടു. അതിൽ എനിക്കും ഭയങ്കര അത്ഭുതകരമായി തോന്നിയൊരു കാര്യം, ഈ കുട്ടികളുടെ ബാക്ക്ഗ്രൗണ്ട് നമുക്ക് അറിയാവുന്നതാണ്. അറിയാവുന്നതാണ്. അറ്റ്ലീസ്റ്റ് അലന്റെ എങ്കിലും ഒരു കമ്മ്യൂണിസ്റ്റ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്നു. അലന്റെ അച്ഛൻ CPMന്റെ ഭാരവാഹിയോ ആക്റ്റീവ് രാഷ്ട്രീയ പ്രവർത്തകനായിരിക്കുന്നു, അമ്മയുടെ രാഷ്ട്രീയ ചായ്വ്. അപ്പൊ അത്തരത്തിലുള്ള ഒരു ഇവർക്ക് പോലീസിനെ കാണാനോ ചർച്ച ചെയ്യാനോ പറ്റുന്നത് എന്തുകൊണ്ടാണത്? അത്തരം ആനുകൂല്യങ്ങൾ വേണ്ട. ആ കുട്ടികൾക്ക് അത്തരം ആനുകൂല്യങ്ങളുടെ ആവശ്യമില്ല. നമ്മളെ കേസിൽ അതിന്റെ മെറിറ്റിൽ മാത്രം കണ്ടാൽ മതി. ആ കുട്ടികളുടെ പേരിൽ തെളിവുണ്ടെങ്കിൽ, ഞാൻ പറയുന്നത് അവർ മാവോയിസ്റ്റുകളുമായി ചേർന്ന് എന്തെങ്കിലും ഇതിനെക്കുറിച്ചൊക്കെ എന്തുമാത്രം സുപ്രീം കോടതി തന്നെ പല പ്രാവശ്യവും പല വിധി പ്രസ്താവിക്കാറുണ്ട്. അതായത് എത്രത്തോളം ഇൻവോൾവ് ആയിരിക്കണം ഈ UAPA സ്ലാപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ. പക്ഷെ അടിസ്ഥാനപരമായി കോടതി എത്തിപ്പെട്ടിരിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇത്തരം പിന്നെ ഡിസ്റ്റന്റ് ആയിട്ടുള്ള ആഭിമുഖ്യം എന്നുള്ളത് UAPA വെച്ച് ചാർജ് ചെയ്യാൻ പറ്റില്ല. നിയമത്തിൽ അങ്ങനെ ചെയ്യാൻ പാടില്ല. ഇതിൽ ആക്റ്റീവായിട്ട് ഇൻവോൾവ് ആയിട്ടുള്ള ആളുകളെ മാത്രമേ പിന്നെ അതിൽ പെടുത്താൻ പാടുള്ളൂ എന്നുള്ളത്. ഇത്ര വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു നിയമം ഉണ്ടാവുകയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കും CPMനും CPIക്കും ഒക്കെ ഇതിനെക്കുറിച്ച് വളരെ കൃത്യമായ ധാരണകൾ ഉണ്ടായിട്ടും ആ കുട്ടികളുടെ പേരിൽ UAPA എടുത്തു. അത് ഒരിക്കലും ഒരു കമ്മ്യൂണിസ്റ്റ് സർക്കാരിൻ്റെ നയമല്ല. അത് ആ പോലീസുകാരൻ്റെ നയമാണ്. ആ പോലീസുകാരൻ്റെ നയം കേരളത്തിലെ പോലീസ് നടപ്പാക്കി. നമ്മുടെ 2 കുട്ടികൾ എത്രയോ കാലം ജയിലിൽ കിടന്നു. അത് ആയിരുന്നു എന്നുള്ളത് പിന്നീട് സുപ്രീം കോടതി വിധി വന്നപ്പോൾ നമുക്ക് മനസ്സിലായി. എന്നിട്ട് എൻ്റെ പ്രശ്നം എവിടെയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഇതിനെ ഒരു പോലീസ് നടപടിയായിട്ടല്ല, മുഖ്യമന്ത്രി അതിനെ നിയമസഭയിൽ ന്യായീകരിച്ചു എന്നുള്ളത്
നമുക്ക് അക്ഷന്തവ്യമായ കാര്യമാണ്. അത് അത് ഒരു പൊളിറ്റിക്കൽ ഡിസിഷൻ ആണെന്ന് പറയേണ്ടി വരില്ലേ മുഖ്യമന്ത്രിയുടെ? എങ്ങനെ പറയാൻ പറ്റും? സി പി എമ്മിന് എവിടെയാണ് അങ്ങനെ ഒരു നിലപാടുള്ളത്? യു എ പി എ പിന്നെ വളരെ കൃത്യമായി എവിടെയാണ് യു എ പി എ ഇടാം എന്ന് സി പി എമ്മിന് എവിടെയാണ് അങ്ങനെ ഒരു നയമുള്ളത്? ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് എവിടെയാണ് അങ്ങനെ ഒരു നയമുള്ളത്? അങ്ങനെ ഒരു നയം കേരളത്തിലെ സർക്കാരിന്റെ നയമാകാൻ പറ്റില്ല. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നയമല്ല എന്ന് എനിക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും. അതൊക്കെ ബി ജെ പിയുടെ നയമാണെങ്കിൽ നിങ്ങൾ ഈ പറയുന്നത് ശരിയാണ്. ഏറ്റുമുട്ടൽ കൊലയും ബുൾഡോസർ രാജും യു എ പി എയും ലോകത്തിലില്ലാത്ത നിയമങ്ങളും ഒക്കെ കൊണ്ടുവരും. NSA-യും PSA-യും ഒക്കെ വിട്ട് ആൾക്കാരെ അകത്തിടുക, പിന്നെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉപയോഗിച്ച് ആൾക്കാരെ ഉപദ്രവിക്കുക, CBI അഴിച്ചുവിടുക, ഇൻകം ടാക്സ്, ഇതൊക്കെ ഒരു BJP സർക്കാരിന് അവരുടെ DNA-യിലുള്ള കാര്യങ്ങളാണ്. ഇതൊക്കെ എങ്ങനെയാണ് ഒരു LDF സർക്കാരിന്റെ DNA-യിൽ വരിക? അത് ഒരു കാരണവശാലും അത് CPM-ന്റെ നയമോ LDF-ന്റെ നയമോ അല്ല എന്ന് പറയാൻ എനിക്ക് ഉറപ്പിച്ച് പറയും. നമ്മൾ കാണുന്ന ആളുകളൊക്കെ തന്നെയല്ലേ ഈ CPM എന്ന് പറയുന്നത് നമ്മുടെ മുമ്പിലുള്ള രാഷ്ട്രീയ പാർട്ടിയല്ലേ? അവരെന്നാണ് ഇങ്ങനത്തെ ഒരു നയം ഉണ്ടാക്കിയത് എന്ന് മാത്രമല്ല, അതിൽ തികച്ചും വിരുദ്ധമായിട്ടുള്ള നയമാണ് CPM-ന് ഉണ്ടായിരുന്നത്. നിങ്ങളും ദേശാഭിമാനിയിലും പീപ്പിൾസ് ഡെമോക്രസി എടുത്തു വെച്ച് നോക്കൂ. UAPA എങ്ങനെയാണ് അവർ കണക്കാക്കുന്നത്? അതിൻ്റെ അകത്ത് പല സ്റ്റഡീസ് നടന്നിട്ടുണ്ട്. ഇതിനെക്കുറിച്ച് ആളുകൾ, തലയ്ക്ക് വെളിവുള്ള ആളുകൾ, നമ്മുടെ രാജ്യത്തിൻ്റെ ഭാവിയെക്കുറിച്ച് ആകൃതയുള്ള മനുഷ്യർ ഇതിനെക്കുറിച്ച് ഗവേഷണം നടത്തിയിട്ടുണ്ട്. എങ്ങനെയാണ് ഈ കരി നിയമം 180 ദിവസത്തേക്കും യാതൊരു തരത്തിലുള്ള ജാമ്യവുമില്ലാതെ ആളുകളെ പിടിച്ച് അകത്തിടാൻ പറ്റുന്ന ഈ നിയമം എങ്ങനെയാണ് ഉപയോഗിക്കപ്പെട്ടത് എന്നുള്ളതിനെക്കുറിച്ചും, അത് ആദിവാസികൾക്കും പിന്നെ ദളിതർക്കും ന്യൂനപക്ഷങ്ങൾക്കുമെതിരെ എങ്ങനെയാണ് ഉപയോഗിക്കപ്പെട്ടത് എന്നുള്ളതിനെക്കുറിച്ച് നിരവധി പഠനങ്ങൾ അവൈലബിൾ ആണ്. ഇതൊക്കെ ദേശാഭിമാനിക്കത്തും പീപ്പിൾസ് ഡെമോക്രസിയും വന്നിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പം അത് ഒരു കാരണവശാലും അത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നയമല്ല, അതൊരു മാർക്സിസ്റ്റ് പാർട്ടിയുടെ നയമാകാനുള്ള ഒരു സാധ്യതയില്ല. ഇവർ നമ്മളോട് പറഞ്ഞ നയങ്ങളല്ല. എന്തായാലും ആ നയം നടപ്പാക്കുകയായിരുന്നു. കഴിഞ്ഞ 8 വർഷമായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ ലോകത്തിൽ ഒരു ജനാധിപത്യ സർക്കാരും കൊണ്ടുവരാത്ത തരത്തിലുള്ള ഒരു പോലീസ് നയം ആണ് പിണറായി വിജയൻ സർക്കാർ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ എല്ലാ വഷളത്തരങ്ങളും പൊട്ടിയൊലിക്കുന്നതാണ് നമ്മളിപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ സംഘപരിവാർ അജണ്ട നടപ്പാക്കിക്കൊണ്ടിരിക്കുമ്പോൾ, അല്ലെങ്കിൽ ഇപ്പോൾ പറഞ്ഞല്ലോ മാവോയിസ്റ്റുകളെ വെടിവെച്ച് കൊല്ലുന്നത്, ഇത്തരം കാര്യങ്ങൾ UAPA ചുമത്തുന്നത്, ബുൾഡോസർ രാഷ്ട്രീയം, ഇതൊക്കെ സംഘപരിവാറിന്റെ ചില രാഷ്ട്രീയ രീതികളാണ്. അപ്പൊ അത്തരം കാര്യങ്ങൾ കാണുമ്പോൾ ആളുകൾ സ്വാഭാവികമായിട്ടും ആരോപിക്കും പോലീസ് സംഘപരിവാർ വൽക്കരിക്കപ്പെട്ടിരിക്കുന്നു എന്ന്. വലിയൊരു ആരോപണമാണ്, നിലനിൽക്കുന്ന ഒരു ആരോപണം തന്നെയാണത്. അതുപോലെ വരുന്ന കേസുകളിൽ സംഘപരിവാറിൽപ്പെട്ട ആളുകൾ പ്രതിസ്ഥാനത്ത് വരുന്ന കേസുകളിൽ ഉണ്ടാവുന്ന നടപടികൾ എന്താണെന്നുള്ളതും ആളുകൾ വാച്ച് ചെയ്യും. അപ്പൊ അത് പോലീസിനെ കുറിച്ചുള്ള വലിയൊരു ആരോപണമാണ്. ഇപ്പോ PV അൻവർ MLA ഉന്നയിച്ചിരിക്കുന്ന ഒരു പരാതി തൃശൂർ പൂരം കലക്കിയതും അതുമായി ബന്ധപ്പെട്ട് തിരഞ്ഞെടുപ്പ് ഫലം അട്ടിമറിക്കപ്പെട്ടതും സുരേഷ് ഗോപി ജയിച്ചത് എങ്ങനെയാണെന്നുള്ള സംശയങ്ങൾ ഉയർത്തുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ സർക്കാർ, പിണറായി സർക്കാർ, ഒന്നാം സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ തന്നെ സ്വതന്ത്ര പോലീസ് എന്നൊരു ചർച്ച ഉയർന്നു വന്നു. അപ്പോൾ ഇതില് അതോ രമൺ ശ്രീവാസ്തവയെ പോലുള്ളവർ മാത്രം ഉപദേശിക്കുന്നതുകൊണ്ട് ഇത് സംഘപരിവാർ വൽക്കരിക്കപ്പെടുകയാണോ, അതോ സ്വതന്ത്ര പോലീസായി കെട്ടഴിച്ചു വിടുമ്പോൾ ഇത് ഇങ്ങനെയാവുകയാണ്? എന്താണ് അവിടെ സംഭവിക്കുന്നത്? സ്വതന്ത്ര പോലീസ് എന്നുള്ള ഒരു സംവിധാനം സാധ്യമാണോ? നമ്മുടെ പോലെ നാട്ടിലൊന്നും നടക്കില്ല. കാരണം നമ്മളുടേത് മനുഷ്യരുടെ പൗരാവകാശങ്ങൾ, നമ്മുടെ ഭരണഘടന അനുസരിച്ച് മനുഷ്യർക്കുള്ള അവകാശങ്ങളെക്കുറിച്ച് നമുക്കോ ഭരണകൂടത്തിനോ പോലും വലിയ പിന്നെ ധാരണയില്ലാത്തൊരു നാടാണ്. വെസ്റ്റേൺ രാജ്യങ്ങളിൽ ഇപ്പം നോക്കൂ, കേരളത്തിലോ ഇന്ത്യയിലോ ഏറ്റവും മുഖ്യമന്ത്രി, പ്രധാനമന്ത്രി കഴിഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട വകുപ്പ് ഹാൻഡിൽ ചെയ്യുന്ന ആൾ ആഭ്യന്തര വകുപ്പ് മന്ത്രിയാണ്. ആഭ്യന്തര വകുപ്പാണ് ഏറ്റവും പ്രധാനപ്പെട്ട വകുപ്പ്. അമേരിക്കയിൽ ഹോംലാൻഡ് സെക്യൂരിറ്റിക്ക് ഒരു വകുപ്പുണ്ടായത് 2002-ന് ശേഷമാണ്. ബ്രിട്ടനിൽ പ്രധാനപ്പെട്ട വകുപ്പാണ്, പക്ഷെ അവിടെയൊക്കെ സ്റ്റേറ്റ് സെക്രട്ടറിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട മന്ത്രി എന്നത്. സ്റ്റേറ്റ് സെക്രട്ടറിയും ചാൻസലർ ഓഫ് ദ എക്സ്ചക്കറും കഴിഞ്ഞിട്ടാണ് ആഭ്യന്തരമന്ത്രി വരുന്നത്. ഇപ്പോഴാണ് അവിടെ ഒരു ചെറിയ പ്രാധാന്യം കിട്ടി വരുന്നത്. ആഭ്യന്തര വകുപ്പ് എന്നുള്ളത് റെഗുലറായിട്ട് നടന്നു പോകും. അവിടെയൊക്കെ പോലീസിന്റെ മനുഷ്യരുടെ പുറത്ത് മെക്കിട്ടുകാരാണ് ഒരു ഡിപ്പാർട്ട്മെന്റ് അല്ല. പക്ഷെ നമ്മുടെ നാട്ടിലാണ്. നമ്മുടെ നാട്ടിൽ മനുഷ്യർക്ക് അവരുടെ പൗരാവകാശങ്ങളെക്കുറിച്ച്, ജനാധിപത്യ അവകാശങ്ങളെക്കുറിച്ച് വലിയ ധാരണയൊന്നുമില്ല. അതിൻ്റെ പുറത്ത് എങ്ങനെ വേണമെങ്കിലും പോലീസുകാരുടെ മെക്കിട്ട് കയറാം എന്നുള്ളത് കൊണ്ട് വളരെ കൃത്യമായി ഒന്നാം കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയുടെ കാലം തുടങ്ങിയ പോലീസിനെ എങ്ങനെയാണ് നിയന്ത്രിക്കേണ്ടത് എന്നുള്ളതിനെക്കുറിച്ച് വളരെ കൃത്യമായ ധാരണ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്കുണ്ടായിരുന്നു. കാരണം പോലീസിനെ സംബന്ധിച്ചിടത്തോളം അവർ നിയമം നേരിട്ട് കൈകാര്യം ചെയ്യുന്ന ആളുകളാണ്. അധികാരം നിയമത്തിൻ്റെ പിൻബലത്തോടുകൂടി കൈകാര്യം ചെയ്യുന്ന ആളുകളാണ് അവരെ പിന്നെ ചോദ്യം ചെയ്യണമെങ്കിൽ കോടതിയിൽ മാത്രമേ പോകാൻ പറ്റുള്ളൂ. അവർ ചെയ്തു കൂട്ടുന്ന കാര്യങ്ങൾ എന്നുള്ളത് നമുക്ക് ചോദ്യം ചെയ്യണമെങ്കിൽ ഒന്നുകിൽ രാഷ്ട്രീയ അധികാരി ചെയ്യണം, അതല്ലെങ്കിൽ പിന്നെ ഒന്നുകിൽ രാഷ്ട്രീയ അധികാരി ചെയ്യണം, അതല്ലെങ്കിൽ കോടതി ചെയ്യണം.
അത് നടന്നിട്ടില്ല എങ്കിൽ രാജ്യം അരാജകത്വത്തിലേക്ക് പോകും. ഒന്നാം കമ്മ്യൂണിസ്റ്റ് സർക്കാർ വന്നു കഴിഞ്ഞപ്പോൾ ആ സർക്കാരിനെതിരെയുള്ള ഏറ്റവും വലിയ ആരോപണങ്ങളിൽ ഒന്നെന്നുള്ളത് സെൽ ഭരണം എന്നുള്ളതാണ്. അതായത് പാർട്ടി സെല്ലുകളാണ് പോലീസ് സ്റ്റേഷൻ ഭരിക്കുന്നത് എന്നുള്ള വലിയ ആരോപണം ഉണ്ടായിരുന്നു. സത്യത്തിൽ എന്താണെന്ന് ചോദിച്ചാൽ അന്ന് വരെ മറ്റ് നമ്മൾ പറയുന്ന കുട്ടമ്പുള്ള പോലീസുമാർ നടന്നു നാട്ടിലെ പ്രമാണിമാരുടെയും മറ്റ് ജാതി മത മേധാവികളുടെയും ഒക്കെ പിണിയാളുകളായി നടന്ന പാവപ്പെട്ടവന്റെ മെക്കെട്ട് കയറിക്കൊണ്ടിരുന്നപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിൽ വന്നു അത് നടക്കില്ല എന്ന് പറഞ്ഞു. അതാണ് കേസ്. അത്രേ ഉള്ളൂ. അതായത് അവർ പറയുന്നിടത്ത് നാട്ടിലെ പ്രമാണി പറയുന്ന ആളുകളെ, പാവപ്പെട്ടവനെ, തൊഴിലാളിയെ, ദളിതനെ, മുസ്ലിമിനെ തല്ലാനുള്ള ഒരു ടൂളല്ല പോലീസ് എന്ന് മനസ്സിലാക്കി കൊടുക്കുകയാണ് ഒന്നാം കമ്മ്യൂണിസ്റ്റ് സർക്കാർ ചെയ്തത്. അന്ന് തുടങ്ങി ഈ പോലീസ് എന്ന് പറയുന്ന സംവിധാനത്തെ എങ്ങനെയാണ് കൊണ്ടു നടക്കേണ്ടത് എന്നുള്ളതിനെക്കുറിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് കൃത്യമായ ധാരണയുണ്ട്. അത് ശരിയായ കാര്യമാണെന്ന് ഞാൻ ഇപ്പോഴും ഉറച്ചു വിശ്വസിക്കുന്നു. തൃശ്ശൂരെ കാര്യം സംഖ്യവൽക്കരണത്തിൽ 2 പ്രശ്നങ്ങളുണ്ട് സുനിത. ഇതിൻ്റെ അകത്ത് ഒന്ന് എന്ന് പറയുന്നത് നമ്മൾ തൃശ്ശൂർ കണ്ടതുപോലെ നേരിട്ടുള്ള ചില കാര്യങ്ങൾ. അത് ഇപ്പം കേസെടുക്കുന്നതിൽ ഇപ്പോൾ സംഖ്യകൾ പ്രതികളായിട്ടുള്ളവർ കേസെടുക്കുന്നത് അതൊക്കെ സ്പെസിഫിക് ആയിട്ടുള്ള കേസുകളാണ്. അതിനെക്കുറിച്ച് പ്രതികരിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ ഞാൻ അതിൻ്റെ ഒരു പാറ്റേൺ പറയാം. ഇപ്പം തൃശ്ശൂർ പൂരം എന്താണ് അവിടെ സംഭവിച്ചത്? അവിടെ വെടിക്കെട്ട്, അവിടുത്തെ സുരക്ഷാപരമായ നമുക്കറിയാവുന്നതാണ്. തൃശ്ശൂർ പൂരത്തിൻ്റെ ഒരു 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 അതിൻ്റെ ഒരു തയ്യാറെടുപ്പ് എന്ന് പറഞ്ഞാൽ 1 വർഷം മുമ്പ് ആൾക്കാർ ഒരു പൂരം കഴിഞ്ഞ് അടുത്ത പൂരത്തിനുള്ള പരിപാടികൾ തുടങ്ങുകയാണ്. അപ്പം അതുമായി ബന്ധപ്പെട്ട് എല്ലാ നടപടിക്രമങ്ങളും എത്രയോ 1-2 നൂറ്റാണ്ടായിട്ട് നടക്കുന്ന ഒരു സംഭവമാണ്. അപ്പം അതിൽ ഓരോ കാര്യങ്ങളിലും വളരെ സൂക്ഷിച്ച് കണ്ടുമൊക്കെയാണ് ആളുകൾ ചെയ്യുന്നത്. അതിൻ്റെ കൃത്യമായ ആസൂത്രണത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അത് ചെയ്യുന്നത്. അതിൽ സുരക്ഷാ ക്രമീകരണങ്ങൾ ഇപ്പം സമയം മുമ്പോട്ട് പോകും തോറും അതല്ലെങ്കിൽ നമ്മുടെ സാഹചര്യങ്ങൾ ഉണ്ടാകുന്ന വ്യത്യാസം കാരണം സുരക്ഷാ ക്രമീകരണങ്ങൾ പോലീസുകാരന് പറയാനുള്ള അവകാശമുണ്ട്. അത് നടത്തി കൊടുക്കാനുള്ള ഉത്തരവാദിത്വം അവിടുത്തെ ക്ഷേത്ര നടത്തിപ്പ് അല്ല ഉത്സവ നടത്തിപ്പുകാർക്കുണ്ട്. പക്ഷെ അതൊക്കെ ചെയ്യുന്നത് വളരെ നേരത്തെ കണ്ട് കാലെ കൂട്ടി കാര്യങ്ങളൊക്കെ തീരുമാനിച്ചിട്ടാണ് അത് ചെയ്യുന്നത്. അതല്ലാതെ ഉത്സവം നടന്നുകൊണ്ടിരിക്കുമ്പോൾ കയറി ചെന്നിട്ട് വെടിക്കെട്ട് നടത്താൻ പറ്റില്ല എന്ന് പറയുകയല്ല. അവിടെ ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ഇതുമായി ബന്ധപ്പെട്ട ചില തർക്കങ്ങളുണ്ടായിരുന്നു. മുഖ്യമന്ത്രി ഉത്സവത്തിന് 2 ദിവസം, പൂരത്തിന് 2 ദിവസം അവിടെ ചെന്നിരുന്നു. കെ രാജൻ അവിടെ നിന്നുള്ള മന്ത്രിയാണ്. അദ്ദേഹത്തെ ഏൽപ്പിച്ചിരുന്നു. അദ്ദേഹം മന്ത്രിസഭയിലെ 2ാമനാണ്. റവന്യൂ വകുപ്പിന്റെ ചാർജുള്ള ആളാണ്. അദ്ദേഹത്തിന്റെ വാക്കിനെ ധിക്കരിച്ച് അവിടുത്തെ മുഴുവൻ ക്രമസമാധാന പാലനത്തിൻ്റെയും ഉത്തരവാദിത്വമുള്ള ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റായ ജില്ലാ കളക്ടറുടെ വാക്കുകളെ ധിക്കരിച്ച് ഒരു പോലീസുകാരൻ ഒറ്റക്കാലം നിൽക്കണമെങ്കിൽ, എന്നിട്ട് ആ പൂരം കലക്കണമെങ്കിൽ അത് എന്തൊരു തോന്നിയാസമാണെന്ന് ആലോചിച്ച് നോക്കിയും. എന്നിട്ടും ഇതൊക്കെ കഴിഞ്ഞിട്ടും അയാളുടെ പേരിൽ നടപടി എടുക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ മുഖ്യമന്ത്രിയുടെ നിർദ്ദേശം എന്നുള്ളത് അന്ന് തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലനിൽക്കുന്ന സമയമാണ്. അപ്പോൾ അതുകൊണ്ട് ഇലക്ഷൻ കമ്മീഷനെ അറിയിക്കണം എന്ന് പറഞ്ഞു. ഞാനത് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലവിലിരിക്കുന്ന ഒരു സമയത്തും ഒന്നും ഉണ്ടായില്ല. എനിക്ക് തോന്നുന്നു ഒരു വ്യാഴാഴ്ചയോ വെള്ളിയാഴ്ചയോ മറ്റാണ് ഈ പെരുമാറ്റച്ചട്ടം ഇലക്ഷൻ കമ്മീഷൻ നീക്കുന്നത്. അന്ന് പത്രങ്ങളിലൊക്കെ വാർത്ത വന്നു. അന്ന് അയാളെ അവിടെ സസ്പെൻഡ് ചെയ്യേണ്ടതാണ്. അന്ന് ചെയ്തില്ല. പിറ്റേ ആഴ്ചയാണ് അയാളുടെ പേരിൽ നടപടി ഉണ്ടായത്. അപ്പോൾ അയാൾ ചെയ്തത് ഒറ്റയ്ക്കല്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിട്ടിരിക്കണം. അതൊന്ന്. ഇങ്ങനെ നേരിട്ട് നമ്മളിപ്പോൾ കണ്ണിൻ്റെ മുമ്പിൽ കാണുന്ന, അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഇപ്പം നേരത്തെ സുനിത പറഞ്ഞ കേസുകളും RSSകാരെ ബന്ധപ്പെട്ട കേസുകൾ ഉണ്ടാവും. എനിക്കതിനെക്കുറിച്ച് സ്പെസിഫിക് ആയിട്ട് എനിക്ക് കമൻറ്റ് ചെയ്യാൻ പറ്റില്ല. വേറൊരു ലാർജർ പാറ്റേൺ എന്നുള്ളത് അതിൽ പിണറായി വിജയൻ അതിന് ഉത്തരം പറയാതിരിക്കാൻ ഒരു നിവൃത്തിയുമില്ല. ഈ 2016 ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രകടന പത്രികയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളിലെന്നാണ് നാട്ടിൽ ഈ ക്ഷുദ്രപ്രചരണം നടത്തുന്ന ആളുകൾക്കെതിരെ അതിശക്തമായ സർക്കാർ നടപടി ഉണ്ടാകുന്നത്. എന്താണ് നമ്മൾ കഴിഞ്ഞ 8 വർഷമായിട്ട് കേരളത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്? കേരളത്തെ അങ്ങേയറ്റം മതപരമായി വിഭജിക്കാൻ പറ്റുന്ന സർവ്വക്ഷുദ്ര ശക്തികളും കേരളത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏത് കാര്യത്തെയും യാതൊരു അടിസ്ഥാനവുമില്ലാതെ വർഗീയമായിട്ട് ചിത്രീകരിക്കാൻ പറ്റുന്ന എന്തുമാത്രം ആളുകളുണ്ട്. അവർക്ക് ഒരു തരത്തിലുള്ള പോലീസ് നടപടിയോ നിയമ നടപടിയോ നേരിടേണ്ടി വന്നിട്ടില്ല. ഏത് കാര്യത്തെയും നമ്മൾക്ക് സ്വപ്നത്തിൽ പോലും വിചാരിക്കാൻ പറ്റാത്ത വിധത്തിൽ വർഗീയമായിട്ട് പ്രചരിപ്പിക്കാൻ, വർഗീയമായി വിഭജനം ഉണ്ടാക്കുന്ന തരത്തിൽ പ്രചരിപ്പിക്കാൻ പറ്റുന്ന അതിൽ സ്പെഷ്യലൈസ് ചെയ്തുകൊണ്ടിരിക്കുന്ന എത്രയോ പേരുണ്ടായിരുന്നു കേരളത്തിൽ. എന്തുമാത്രം ഈ സാമൂഹ്യ മാധ്യമങ്ങളിലും ഓൺലൈനിലും എന്തുമാത്രം ഭാഷകൾ ഏതെങ്കിലും ഒരാൾക്ക് ഒരു നിയമ നടപടി നേരിട്ടായിട്ട് നമുക്കറിയാൻ പറ്റും. സത്യത്തിൽ നിരുപദ്രവകരമായ കാര്യങ്ങൾ പോസ്റ്റ് ചെയ്യുന്ന ആളുകൾക്കെതിരെ കേസ് എടുക്കുന്നുണ്ട്. കേസ് വരുന്നുണ്ട്. മുഖ്യമന്ത്രിക്കെതിരെ വിമർശിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് കേസ് വന്നതായിട്ട് ഞാൻ കേട്ടു. പലതും വരുന്നുണ്ട്. പക്ഷേ ഇത് വേറൊരു കാര്യമുണ്ട്. ഇത് പ്രകടന പത്രികയിൽ പറഞ്ഞിരിക്കുന്ന കാര്യമാണ്.
ഞാൻ കൃത്യമായ മതസ്പർദ്ധ എന്ന ഉറപ്പുള്ള കാര്യങ്ങളിലൊന്നും കേസെടുക്കാതിരിക്കുകയും ഒരു ഇതുപോലെ കേസും വരുന്നില്ല. അപ്പം വിമർശിച്ചു ഈ അല്ലെങ്കിൽ സ്ത്രീത്വത്തെ ഇത് അപമാനിച്ചു. ആ ഇത് വരുന്നതും ഇതിന്റെ പാറ്റേണുകൾ മുഴുവൻ ഒരു സമൂഹം വർഗീയമായിട്ട് വിഭജിക്കപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ കമ്മ്യൂണിസ്റ്റുകാരൻ അതിൻ്റെ അകത്തൊന്നും ചെയ്യാനില്ല. കമ്മ്യൂണിസ്റ്റുകാരന് മനുഷ്യരെ മെച്ചപ്പെട്ട മനുഷ്യരാക്കാം എന്നുള്ളതല്ലാതെ അയാൾക്ക് മെച്ചപ്പെട്ട ക്രിസ്ത്യാനിയാക്കാനോ മെച്ചപ്പെട്ട മുസ്ലിം ആക്കാനോ മെച്ചപ്പെട്ട നമ്പൂതിരിയാക്കാനോ മെച്ചപ്പെട്ട നായരാക്കുക എന്നുള്ളത് കമ്മ്യൂണിസ്റ്റുകാരൻ്റെ പണിയല്ല. ഇവർ തമ്മിലുള്ള അടിക്കടയ്ക്ക് പോയി നിൽക്കാനും മനുഷ്യർ വർഗീയമായിട്ട് മാത്രം ചിന്തിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ കമ്മ്യൂണിസ്റ്റുകാരൻ അവിടെ റോളില്ലാത്തൊരവസ്ഥയാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി, ഞാനിത് ചിന്താ വാരികയിൽ എഴുതിയിട്ടുണ്ട്, ഇത് ഇത്രയധികം വിഭജിക്കപ്പെട്ടു പോവുകയും മനുഷ്യർ ഇല്ലാത്ത കാര്യങ്ങളെ ചുറ്റിപ്പറ്റി അവരുടെ ചർച്ച കൊണ്ടു നടക്കുകയും ചെയ്യുമ്പോൾ ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ്റെ മനുഷ്യന്റെ ജീവിതത്തെക്കുറിച്ച് സംസാരിക്കാൻ പറ്റുള്ളൂ. അയാൾക്ക് എങ്ങനെ കിറ്റ് കൊടുക്കാം, അതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എങ്ങനെ അവൻ്റെ ഭക്ഷണം കൊടുക്കാൻ പറ്റും, എങ്ങനെ തൊഴിൽ കൊടുക്കാൻ പറ്റും എന്നുള്ളത് മാത്രമേ ഒരു കമ്മ്യൂണിസ്റ്റുകാരന് ആലോചിക്കാൻ പറ്റൂ. അവരെങ്ങനെ ആത്മീയമായിട്ട് ഉന്നതിയിലേക്ക് കൊണ്ടുവരാൻ പറ്റും, എങ്ങനെ അടുത്തവൻ്റെ പുറത്ത് മതത്തിൻ്റെ പേര് പറഞ്ഞ് കത്തിക്കയറ്റാം എന്നുള്ളത് ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ ആലോചിക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ല. അപ്പം ഇത്തരം വിഭജനത്തിൻ്റെ ആളുകളെ ഒതുക്കി നിർത്താനുള്ള നിയമപരമായ ഉത്തരവാദിത്വം ആഭ്യന്തരമന്ത്രി എന്ന നിലയ്ക്ക് പിണറായി വിജയൻ ഉണ്ടായിരുന്നു. അതിന് ഒട്ടും നിയന്ത്രിക്കാൻ അദ്ദേഹം തയ്യാറായില്ല. കഴിഞ്ഞ 8 വർഷം ഇവരൊക്കെ നമ്മുടെ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ പൂണ്ട് വിളയാടുകയായിരുന്നു. ഇന്ന് കേരളത്തിൽ BJP RSSന് എത്രയെങ്കിലും സാധാരണ മനുഷ്യരുടെ ഇടയ്ക്ക് സമ്മതി കിട്ടുന്നുണ്ടെങ്കിൽ അത് ഇമ്മാതിരിയുള്ള വിദ്വേഷ പ്രചരണങ്ങളുടെ ഫലമാണ്. അത് വെറുതെ ഉണ്ടായതല്ല. ഞാൻ ഇതിനെക്കുറിച്ച് നേരത്തെ എഴുതിയിട്ടുണ്ട്. എത്ര ലെയേർഡായിട്ടാണ് ഇവർ നുണ പറയുന്നത്. ആദ്യം 100 സത്യം പറയും, പിന്നെ ഒരു നുണയും 99 സത്യവും പറയും. 100ാമത്തെ അവസരം വന്നു കഴിയുമ്പോഴത്തേക്ക് 100 നുണകൾ മനുഷ്യർ വിശ്വസിക്കുന്ന അവസ്ഥയിലേക്കാകും. കേരളത്തിലുണ്ടായ മുസ്ലിം വിദ്വേഷം എടുത്തു വെച്ച് നോക്ക് നിങ്ങൾ. എന്തുമാത്രം വലിയ മുസ്ലിം വിദ്വേഷ പ്രചരണമാണ് കേരളത്തിൽ നടന്നിട്ടുള്ളത്. ക്രിസ്ത്യാനികളുടെ ഒരു വിഭാഗം പരിപൂർണമായും വർഗീയവൽക്കരിക്കപ്പെട്ടിരിക്കുന്നു. അത് ഈ കഴിഞ്ഞ 8 വർഷത്തിൽ നിന്ന് നടന്ന കാര്യങ്ങളാണ്. അത് നടക്കാൻ നിങ്ങൾ അവരോട് സംസാരിച്ച് നോക്കൂ. അവരുടെ കയ്യിലൊക്കെ സ്റ്റാറ്റിസ്റ്റിക്സ് ഉണ്ട്. അവരുടെ കയ്യിൽ അവർക്ക് എന്തുകൊണ്ട് വർഗീയവാദിയാകുമെന്ന് പറയാൻ അവരുടെ കാരണങ്ങളുണ്ട്. ഈ കാരണങ്ങൾ മുഴുവൻ ചെറിയ പിക്ക് ചെയ്തതാണ്. അതായത് എവിടെയെങ്കിലും ഒരു മുസ്ലിമിന്റെ പേര് കണ്ടാൽ അതിൻ്റെ ചുറ്റുവട്ടത്ത് ഒരു കഥ ഉണ്ടാക്കി ആ കഥയാണ് പ്രചരിപ്പിക്കുന്നത്. അത് മുഴുവൻ ഈ ഹിന്ദു അപകടത്തിലാണ് എന്ന് പറയുന്നത് പോലെ തന്നെ ക്രിസ്ത്യാനി അപകടത്തിലാണ് എന്ന് പറഞ്ഞിട്ട് ഈ 2 കൂട്ടരും അത് കാണിച്ചുകൊണ്ട് ഈ SDP-യും ജമാഅത്തെ ഇസ്ലാമിയും ഇമ്മാതിരിയുള്ള ആ സമുദായത്തിലെ പുഴുക്കുത്തുകളും ഈ സമുദായത്തിലുണ്ടായി. ഇവർ പരസ്പരം പോഷിപ്പിക്കുന്ന ഒരു കാര്യമാണ് നമ്മൾ കഴിഞ്ഞ 8 വർഷമായിട്ട് കണ്ടത്. ഈ കാര്യത്തിൽ ഒരു നടപടിയും എടുക്കാതെ വെറുതെ മിഴുങ്ങസ്യ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു കേരളത്തിലെ പോലീസും കേരളത്തിലെ പോലീസ് മന്ത്രിയും. ഇതിന്റെ പേരിലാണ് സത്യത്തിൽ പിണറായി വിജയൻ വിചാരണ ചെയ്യപ്പെടേണ്ടത്. ഇതാണ് കേരളത്തിൽ ഈ RSS രാഷ്ട്രീയത്തിന് മാത്രമല്ല, ഈ ക്രിസ്ത്യാനികൾക്കിടയ്ക്കുള്ള വർഗീയതയ്ക്കും മുസ്ലിങ്ങൾക്കുള്ള വർഗീയതയ്ക്കും ഒക്കെ പ്രധാനപ്പെട്ട കാരണമായിട്ട് മാറിയത് ഈ പോലീസിന്റെ നിയമം മൂലം. ദാറ്റ് വാസ് എ കമ്മിറ്റ്മെന്റ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കമ്മിറ്റ്മെന്റ് ആയിരുന്നു നാട്ടിൽ ഇമ്മാതിരിയുള്ള മതസ്പർദ്ധ വർദ്ധിപ്പിക്കുന്ന ആളുകളെ കർശനമായി നേരിടുമെന്നുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഉറപ്പ് ഈ നാട്ടിലെ മനുഷ്യർ കൊടുത്ത ഉറപ്പായിരുന്നു. അപ്പോൾ അത് എഴുതി വെച്ച മനുഷ്യർക്ക് അറിയാമായിരുന്നു ഇതിന്റെ ലക്ഷണങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളത്. അത് ചെയ്യാതിരുന്നു എന്നുള്ളതാണ്. അപ്പം ഒന്ന്, ആക്റ്റീവായിട്ട് ഈ പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നുള്ള മനുഷ്യരുടെ മെക്കെട്ട് കയറ്റം അതിനെ തടഞ്ഞില്ല എന്നുള്ളത് മാത്രമല്ല, ഇതിൻ്റെ അപ്പുറത്തേക്ക് നമ്മുടെ സൊസൈറ്റിയെ വിഭജിക്കുന്ന കാര്യങ്ങൾ ഉണ്ടായപ്പോൾ അവർക്കെതിരെ നിയമ നടപടി എടുക്കാതിരിക്കാൻ, കുറേ പേരുടെ പേരിൽ നടപടി എടുക്കാതിരിക്കാൻ, ഇത് രണ്ടും നമ്മൾ കഴിഞ്ഞ 8 വർഷങ്ങൾ കണ്ടു. അതിൻ്റെ മുഴുവൻ ഫലങ്ങൾ. അപ്പം ജനകീയ പോലീസ്, സ്വതന്ത്ര പോലീസ് എന്ന് പറഞ്ഞു കഴിയുമ്പം പ്രൊഫഷണൽ അല്ലാത്ത മനുഷ്യർ അവർ ഈ സംവിധാനത്തെ ഉപയോഗിച്ചുകൊണ്ട് അവനവൻ്റെ കാര്യങ്ങൾ ഫർദർ ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ അവരുണ്ടാക്കിയ ദൂഷിപ്പ് മുഴുവൻ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ മുമ്പിൽ ഇപ്പം അൻവർ അത് കുത്തിപ്പൊട്ടിച്ച് നമ്മുടെ മുമ്പിൽ ഇട്ടിട്ടുണ്ട്. അതാര് വൃത്തിയാക്കുമെന്നുള്ളത് ആലോചിക്കട്ടെ അവർ. ഇപ്പൊ തൃശ്ശൂർ പൂരത്തിന്റെ കാര്യം പറഞ്ഞതിലേക്ക് ഞാൻ ഒരു കാര്യം ആഡ് ചെയ്യാം. അന്ന് ആ കമ്മീഷണർ അങ്കിത് അശോകിനെ സസ്പെൻഡ് ചെയ്തിരുന്നു. അത് കഴിഞ്ഞിട്ട് 2024 ഏപ്രിൽ 20 മുഖ്യമന്ത്രിയുടെ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടായിരുന്നു. തൃശ്ശൂർ പൂരം സംബന്ധിച്ച് പരാതികളൊക്കെ ലഭിച്ചിട്ടുണ്ട്, ഇതിൽ ഇടപെടും, കൃത്യമായ അന്വേഷണം വരുന്നൊക്കെ. അപ്പൊ ഇക്കഴിഞ്ഞ ദിവസം 2 ദിവസം മുമ്പാണ് സുനിൽകുമാർ പറയുന്നത് ഈ റിപ്പോർട്ട് പുറത്ത് വിട്ടിട്ടില്ല എന്ന്. അപ്പൊ ഇതിന്റെയൊക്കെ ഫോളോ അപ്പുകൾ ആരാണ് ചെയ്യേണ്ടത്? ഇത്തരം കാര്യങ്ങൾ വരുന്നുണ്ടോ, ഒരു അന്വേഷണം പ്രഖ്യാപിക്കുന്നത് വരുന്നുണ്ടോ, അല്ലെങ്കിൽ അത് നടക്കുന്നുണ്ടോ? ഇതാരുടെ ജോലിയാ ശരിക്കും? ഇത് നോക്കൂ സുനിത, ഇയാളെ അവിടുന്ന് മാറ്റാൻ വേണ്ടിയിട്ട്, ആ പോലീസ് കമ്മീഷണർ അവിടുന്ന് മാറ്റാൻ വേണ്ടി മുഖ്യമന്ത്രി തീരുമാനം പറഞ്ഞു. അപ്പോഴാണ് ഇത് പറഞ്ഞത്. ഏത്
തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടമുണ്ട് എന്ന് പറഞ്ഞത്. സത്യത്തിൽ ഒരു സംസ്ഥാന സർക്കാർ ഇത്രയും പ്രധാനപ്പെട്ട ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്കിനി തെരഞ്ഞെടുപ്പൊന്നുമില്ല, മാറ്റണം എന്ന് പറഞ്ഞാൽ സാധാരണഗതിയിൽ ഇലക്ഷൻ കമ്മീഷൻ സമ്മതിക്കേണ്ടതാണ്. പിന്നെ പ്രത്യേകിച്ച് ഇതൊന്നുമില്ല. ഇനിയിപ്പം അത് പോയിരുന്നോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് ഒരു ഉറപ്പുമില്ല. ഇനിയിപ്പോൾ പോയില്ല എന്ന് കൂട്ടും, മുഖ്യമന്ത്രിയുടെ ഉത്തരവാദിത്വമുള്ള ഏതെങ്കിലും ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ, ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥൻ ആ പോലീസ് ഫോഴ്സിൽ ഉണ്ടായിരുന്നെങ്കിൽ ഈ തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം ഒഴിവാക്കിയ ദിവസം അയാൾക്കെതിരെ നടപടിയെടുക്കാമായിരുന്നല്ലോ. എടുത്തില്ല. പോലീസ് ഉദ്യോഗസ്ഥനെ മാറ്റാൻ വേണ്ടിയിട്ട് ഒരു ആവശ്യമില്ല. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നും ഒരു കഷ്ണം കടലാസിന്റെ ആവശ്യമുള്ളൂ. ഇന്നിപ്പോൾ എങ്ങനെയാണ് മറ്റു പത്തനംതിട്ട പോലീസ് സൂപ്രണ്ടിനെ മാറ്റിയത്? ഒരു കഷ്ണം കടലാസ്, അത്രേ ഉള്ളൂ. അതല്ലാതെ അതിന് മന്ത്രിസഭായോഗം കൂടേണ്ട ആവശ്യമൊന്നുമില്ല. എങ്ങനെയാണ് അയാൾ പിന്നെ അധികാരത്തിൽ തുടർന്നത്? എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഞാൻ തിങ്കളാഴ്ച പോസ്റ്റ് എഴുതി അന്ന് വൈകുന്നേരമാണ് ഇയാളെ മാറ്റിയത്. ആരുടെയും ശ്രദ്ധയില്ല, എൻ്റെ ശ്രദ്ധയിലുണ്ടായിരുന്നത് എന്തുകൊണ്ട് ഇയാൾക്കെതിരെ നടപടിയുണ്ട്. ഞാൻ പോസ്റ്റ് എഴുതിക്കൊണ്ട് മാറ്റിയത് നല്ല കേട്ടോ, അതല്ല എൻ്റെ അവകാശവാദം. ഞാൻ പറയുന്നത് എനിക്കത് ചൂണ്ടിക്കാട്ടേണ്ടി വന്നു എന്നുള്ളതാണ്. അപ്പം ഇതിൽ ഉത്തരവാദികളായ മനുഷ്യരുണ്ട്. അതിന് മുഖ്യമന്ത്രിയുടെ ഒരു ഓഫീസുണ്ട്, ആഭ്യന്തര വകുപ്പുണ്ട്, ആഭ്യന്തര വകുപ്പിന് സെക്രട്ടറി ഉണ്ട്. ഇതിൻ്റെ ഒക്കെ മുകളിലിരിക്കുന്ന മുഖ്യമന്ത്രിയാണ്. അദ്ദേഹത്തിൻ്റെ നയങ്ങളും തീരുമാനങ്ങളും നടപ്പാക്കാൻ ഉത്തരവാദിത്തമുള്ള ആളുകളെ നമ്മൾ ശമ്പളവും പദവിയും അധികാരവും സൗകര്യങ്ങളും കൊടുത്ത് അവിടെ വെച്ചിട്ടുണ്ട്. അവരവരുടെ പണിയെടുക്കുന്നില്ല എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. അവർ പണിയെടുക്കുന്നില്ല എന്നുള്ള കാര്യം മുഖ്യമന്ത്രിക്ക് മനസ്സിലാകുന്നില്ല എന്നുള്ള കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കണം. പോലീസിന്റെ ക്രിമിനൽ വൽക്കരണത്തെക്കുറിച്ച് ഒന്ന് രണ്ട് വരി പറഞ്ഞിരുന്നു. അപ്പോൾ അത് വിശദമായി സംസാരിക്കേണ്ട ഒരു വിഷയമായതുകൊണ്ടാണ് ഞാൻ അവിടെ കട്ട് ചെയ്തത്. അപ്പോൾ ഒരുപാട് പോക്സോ കേസിലെ, ബലാത്സംഗ കേസിലെ പ്രതികൾ, ഗുണ്ടാബന്ധം, സ്വർണ്ണക്കടത്ത് കേസിൽ ഇപ്പോൾ ബന്ധമുണ്ടെന്ന് ഇപ്പോൾ PV അൻവർ MLA തന്നെ വന്ന് പറയുന്ന ഈ ബന്ധങ്ങൾ, അങ്ങനത്തെ നിരവധി ആരോപണങ്ങളാണ് ഇവർക്കെതിരെ ഉയരുന്നത്. അപ്പൊ അതിൽ ഒരാളെ മാത്രമാണ് നമ്മൾ പിരിച്ചുവിട്ടതായി കണ്ടത്. ഒരു PR സുനുവിനെ സേനയിൽ നിന്ന് ചരിത്രത്തിൽ ആദ്യമായിട്ട് പിരിച്ചുവിട്ടു. അത് ബലാത്സംഗം അടക്കമുള്ള കേസുകൾ ഉണ്ടായിരുന്നു. അപ്പോൾ സേന ഇത്തരത്തിൽ ക്രിമിനൽ വൽക്കരിക്കപ്പെടുന്നതായിട്ട് പൊതുജനങ്ങൾക്ക് ബോധ്യപ്പെടുന്നു. പക്ഷെ അതിനകത്ത് എന്തെങ്കിലും നവീകരണ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ടോ? ഇവരെ എങ്ങനെയാണ് മാറ്റുന്നത്? എന്താണ് ഇപ്പൊ ഇന്നത്തെ ദിവസത്തിന്റെ ഒരു പ്രത്യേകതയുണ്ട്. സെപ്റ്റംബർ 7, 2024 നമ്മൾ സംസാരിക്കുന്നത്. ഇന്ന് മോൺസൺ മാവുങ്കലിന്റെ സാമ്പത്തിക തട്ടിപ്പ് തിരിമറി കേസിൽ ആരോപണ വിധേയനായി സസ്പെൻഡ് ചെയ്യപ്പെട്ട IG ലക്ഷ്മണിയെ തിരിച്ചെടുത്ത ദിവസം കൂടിയാണ് ഇന്ന്. അപ്പൊ ഇവരെ എങ്ങനെയാണ് കറക്റ്റ് ചെയ്താണോ ഇവരെ സിസ്റ്റത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നത്? ഏത് രീതിയിലാണ് ഇത് നടക്കുന്നത്? ഞാൻ ഇതിനകത്ത് കാണുന്നത്, ഞാൻ ഈ സ്ഥിരം പോലീസിനെതിരെ എഴുതുമ്പോൾ എന്തായാലും പോലീസുകാർ അവരുടെ ഒരു സംസ്ഥാന സമ്മേളനത്തിന് തന്നെ, ജില്ലാ സമ്മേളനത്തിന് എന്നെ വിളിച്ചിരുന്നു. അപ്പം ഞാൻ നിങ്ങൾ എന്നെ തന്നെ എന്തിനാണ് വിളിക്കുന്നത് എന്ന് വെച്ചാൽ എനിക്ക് മനസ്സിലായ കാര്യം ഞാൻ പറയാം. ഇതിൻ്റെ അകത്ത് കേരളത്തിൽ വരുന്ന ഈ IPS ഉദ്യോഗസ്ഥന്മാരുടെ ക്വാളിറ്റിയിൽ വലിയ ഡ്രോപ്പ് ഉണ്ടായിട്ടുണ്ട് എന്നുള്ള സംശയം എനിക്കുണ്ട്. കേരള പോലീസ് എങ്ങനെയാണ് സംഭവിക്കുന്നത്? ട്രെയിനിങ് തന്നെയല്ലേ പണ്ട് തൊട്ടുള്ള? ഇതിനകത്തൊരു പ്രശ്നമുണ്ട്. കാരണം ഈ ഉത്തരേന്ത്യയിൽ പിന്നെ നടപ്പാക്കുന്ന പല സാധനങ്ങളും കേരളത്തിൽ നിങ്ങൾക്ക് നടപ്പാക്കില്ലത്. അവിടെ അതിനകത്ത് ഒരു 3-4 കാര്യങ്ങളുണ്ട് സുനിത. പോലീസ് എന്ന് പറയുന്നത് വളരെ കൃത്യമായി മോണിറ്റർ ചെയ്യേണ്ട ഒരു സാധനമാണ്. പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം ഒരു തരത്തിലുള്ള മോണിറ്ററിങ്ങും അദ്ദേഹം തയ്യാറായിരുന്നില്ല എന്ന് വേണം വിചാരിക്കാൻ. സുനിത ഓർക്കുന്നുണ്ടെന്ന് എനിക്കറിയില്ല, പാലക്കാട് ഒരു കൊലക്കേസിലെ പ്രതിയെ കഴുത്തറത്ത് വന്ന ഒരു കേസിൽ 2 IPS ഉദ്യോഗസ്ഥന്മാർ പ്രതികളായിരുന്നു. ആ 2 IPS ഉദ്യോഗസ്ഥന്മാർക്കും ഒരു പ്രശ്നവുമില്ലാതെ അവർ പുറത്തുപോയി. കേരള പോലീസിലെ ഒരു DYSP ആയിരുന്ന ഒരു മനുഷ്യൻ ആത്മഹത്യ ചെയ്തു. ഈ 2 പോലീസുകാർക്ക് ഒരു പ്രശ്നം ഉണ്ടായില്ല. അതിൽ ഒരു പോലീസുകാരനെ കൊച്ചിയിൽ IG റാങ്ക് കൊടുത്ത് പിന്നെ ജില്ലാ മജിസ്ട്രേറ്റിന്റെ അധികാരങ്ങൾ കൊടുത്ത് കമ്മീഷണറേറ്റ് ആക്കി കൊടുക്കാൻ വേണ്ടി പിണറായി വിജയൻ ഒറ്റക്കാലം നിന്നതാണ്. അത് ആരുടെ താല്പര്യമായിരുന്നു? അതിൽ എനിക്ക് തോന്നുന്നു CPM സെക്രട്ടേറിയറ്റിലോ CPIയിലോ വലിയ എതിർപ്പുണ്ടായതുകൊണ്ട് മാത്രമാണ് അത് നടപ്പാക്കാതെ. അതിലൊരു പോലീസുകാരനെ, തിരുവനന്തപുരത്ത് ഒരു പോലീസുകാരൻ്റെ മകള് ഒരു പോലീസുകാരനെ അടിച്ച് അയാൾ 2 മാസം മറ്റു ആശുപത്രിയിലായിരുന്നു. ആ സ്ത്രീയെ ഒരു ദിവസം അറസ്റ്റ് ചെയ്യാൻ പോലീസിന് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഇത് വളരെ കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യേണ്ട അതേസമയം കേരള പോലീസ് എല്ലാം മോശം പോലീസാന്നുള്ള ഒരഭിപ്രായം എനിക്കില്ല. കേരളത്തിലെ പോലീസിൽ നിന്ന്, നമ്മുടെ നാട്ടിൽ നിന്ന് വരുന്ന സിവിൽ പോലീസ് ഓഫീസർമാരായിട്ടും SIമാരായിട്ടും DYSPമാരായിട്ടും വരുന്ന പോലീസുകാർ ഗംഭീര പോലീസുകാരാണെന്നുള്ള അഭിപ്രായം എനിക്കുണ്ട്. ആ പോലീസുകാരുടെ മുകളിൽ ഇരിക്കാനുള്ള ക്വാളിറ്റിയുള്ള മനുഷ്യരാണ് അതിൻ്റെ മുകളിൽ വരുന്നത് എന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഈ പറയുന്ന സംഭവങ്ങൾ വരില്ല. തമിഴ്നാട്ടിലോ ഉത്തർപ്രദേശിലോ മധ്യപ്രദേശിലോ ഒക്കെ ഉള്ള സാധാരണ പോലീസിന്റെ മുകളിൽ ഇരിക്കാൻ ഈ IPSകാരെ കൊണ്ട് പറ്റുമായിരിക്കും. പക്ഷെ നമ്മുടെ നാട്ടിലുള്ള ക്വാളിറ്റിയുള്ള പോലീസുകാരുടെ മുകളിൽ ഇരിക്കാൻ പറ്റുന്ന ക്വാളിറ്റിയുള്ള IPSകാരാണ് അവർ വരുന്നത്. ജോൺസൺ മാവുങ്കലിനെ പോലുള്ള ഒരു പരമ തട്ടിപ്പുകാരനെ കണ്ടിട്ട് അവൻ തട്ടിപ്പുകാരനാണെന്ന് മനസ്സിലാവാതിരുന്ന ഒരാളാണ് നമ്മുടെ സംസ്ഥാനത്തിന്റെ പോലീസ് മേധാവിയായിട്ടിരുന്നതെന്ന് ആലോചിച്ച് നോക്കി.
ഒറ്റ നോട്ടത്തിൽ മനസ്സിലാവേണ്ടതല്ലേ അത്? ഒരു സാധാരണ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അയാളെ കണ്ടിട്ട് തട്ടിപ്പുകാരൻ അയാൾ പറഞ്ഞ കഥകളൊക്കെ വിശ്വസിച്ച്, നമ്മൾ പത്രക്കാരുടെ സ്വഭാവമുണ്ട്, നമ്മൾ പറയുന്നത് മുഖവിലക്കെടുക്കില്ല, നമ്മൾ ട്രെയിൻഡാണ്. ഞാനിപ്പോൾ സുനിതയുടെ ഒരു കാര്യം, ഒരു അനുഭവം പറയുകയാണെങ്കിൽ അത് വിശ്വസിക്കാതിരിക്കാനാണ് നമ്മൾ ആദ്യം നോക്കുക. അല്ലെങ്കിൽ സുനിത എന്നോട് ഒരു കാര്യം പറയുമ്പം വിശ്വസിക്കാതിരിക്കാനാണ് ഞാൻ ശ്രമിക്കുക. എന്നിട്ട് അതിൻ്റെ അകത്തു നിന്ന് എന്നെ വിശ്വസിപ്പിക്കുക എന്നുള്ളത് നിങ്ങളുടെ പണിയാണ്. പോലീസുകാരൻ്റെ പണി അത് തന്നെയാണ്. ഇവരെന്തുമാത്രം കള്ളന്മാരോട് സംസാരിക്കുന്നതാണ്. എന്നിട്ട് അവിടെ പോയി പിന്നെ ആ കസേരയിൽ പോയി രാജാവിൻ്റെ കൂട്ടിയിരുന്ന ഒരു കഥാപാത്രമാണ് നമ്മുടെ നാട്ടിലെ പോലീസ് മേധാവിയായിരുന്ന ആളുകൾ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഇത്തരം പോലീസുകാരെ കയ്യിൽ പിടിച്ച് നടത്താനുള്ള ഉത്തരവാദിത്വം പൊളിറ്റിക്കൽ ലീഡർഷിപ്പിനുണ്ട്, പൊളിറ്റിക്കൽ എക്സിക്യൂട്ടീവിനുണ്ട്. അത് അദ്ദേഹം ചെയ്തില്ല എന്നുള്ള ഗുരുതരമായ കുറ്റം ശ്രീ പിണറായി വിജയൻ്റെ പുറത്ത് ഞാൻ ആരോപിക്കും. അത് നടന്നില്ല എന്നുള്ളതാണ് നമ്മൾ കാണേണ്ട കാര്യം. ഇതിനോട് കൂട്ടിച്ചേർത്ത് വായിക്കേണ്ട ഒരു കാര്യം കൂടിയാണ് ഈ സേനയ്ക്കകത്തുള്ള ആത്മഹത്യകളും പോലീസുകാർ അനുഭവിക്കുന്ന കടുത്ത സമ്മർദ്ദങ്ങൾ. അതിപ്പോ നേരത്തെ പറഞ്ഞ പോലത്തെ ഇത്തരം ഉദ്യോഗസ്ഥർ വരുന്നതുകൊണ്ടാണോന്നല്ല. മാതൃഭൂമിയുടെ 2024 ജൂലൈ 3 റിപ്പോർട്ട് അതിൽ പറയുന്ന 5 വർഷത്തിനിടെ ആത്മഹത്യ ചെയ്തവർ 88, ഒരാഴ്ചക്കിടെ 6 പേരും. അപ്പൊ അതിൽ പോലീസുകാരുടെ പീഡനങ്ങളെ കുറിച്ചും അവരുടെ മാനസിക സമ്മർദ്ദത്തെ കുറിച്ചൊക്കെ ഒരുപാട് വലിയൊരു റിപ്പോർട്ടാണ്. അതിൽ വായിച്ചാൽ ശരിക്കും ഞെട്ടിപ്പോവും. ഈ പോലീസുകാരാണ് നമ്മളോട് ഇത് ചെയ്യുന്നതും. അപ്പൊ ഇത് രണ്ടും കൂടെ എങ്ങനെയാണ് ചേർത്ത് വായിക്കേണ്ടത്? ഇതിന്റെ വേറെ പ്രശ്നമുണ്ട്. നമ്മളിപ്പം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നപ്പം നമ്മുടെ മുമ്പിൽ വരുന്ന ഒരു കാര്യം നമ്മൾ പലയിടത്തുമായിട്ട് കേട്ടിട്ടൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ നമ്മുടെ മുമ്പിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ കല്ലിലെഴുതി നമ്മുടെ മുമ്പിൽ വന്ന ഒരു കാര്യം, സിനിമാ രംഗത്ത് ശരിക്കും ഒരു ഫ്യൂഡൽ സംവിധാനമാണ് നിലനിന്നിരുന്നത് എന്നുള്ളതാണ്. ഇതിന്റെ മുകളിൽ ഇരിക്കുന്ന ആളുകൾക്ക് താഴെയുള്ള ആളുകളോട് എങ്ങനെ വേണമെങ്കിലും പെരുമാറാം. അതിന് യാതൊരു തരത്തിലും നിയമപരമായിട്ടുള്ള ബാധ്യതകളുമില്ല, നിയമപരമായ നിയന്ത്രണങ്ങളും ഇല്ല. സ്ത്രീകളോടാണെങ്കിൽ അവരോട് ലൈംഗികമായിട്ട് ചൂഷണം ചെയ്യാൻ ഇതിന്റെ മുകളിൽ ഇരിക്കുന്ന ആളുകൾക്ക് എന്തോ അവകാശമുണ്ട് എന്നാണ്. നമ്മൾ പഴയ നാടുവാഴി, നാടുവാഴിയാണ് തീരുമാനിക്കുക ഓരോരുത്തരും എന്ത് ചെയ്യണം എന്നുള്ള കാര്യം. നാടുവാഴിയാണ് തീരുമാനിക്കുക. ഏകദേശം അതേപോലത്തെ ഒരു സംവിധാനം കേരളത്തിലെ പോലീസ് സിസ്റ്റത്തിലുണ്ട്. ഈ IPSകാരുടെ ലോകം ടോട്ടലി എത്ര കേസുകൾ, പലതും പുറത്തു വന്ന് പലതും പുറത്തു വരാത്ത കേസുകളുണ്ട്. അവർ മൃഗങ്ങളെ പോലെയാണ് കേരളത്തിലെ സാധാരണ പോലീസുകാരോട് പെരുമാറുന്നത് എന്നുള്ളതിനെ കുറിച്ച് എത്ര കേസ്, ഞാൻ നേരത്തെ പറഞ്ഞ കേസ് ഒരു ഉദാഹരണമാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഒരു പോലീസുകാരുടെ ഒരു IPSകാരൻ്റെ മകളെ തല്ലി അയാൾ 2 മാസം മറ്റോ ആശുപത്രിയിലായിരുന്നു. ഒരു സാധാരണക്കാരന് ആലോചിക്കാൻ പറ്റുന്ന കാര്യമാണോ? എങ്ങനെയാണ് ആ സ്ത്രീ രക്ഷപ്പെട്ടത്? കേസ് തീർന്നിട്ടില്ല കേട്ടോ. കേസ് ഇപ്പോഴും ഇറ്റ്സ് അണ്ടർ പ്രോസിക്യൂഷൻ എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. കാരണം പോലീസ് സേന അത് നിർബന്ധം പിടിച്ചതുകൊണ്ട്. എനിക്ക് പിന്നീട് മുഖ്യമന്ത്രി ശ്രദ്ധയിൽ, ഇതിന്റെ പ്രശ്നം പല കേസുകളും മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുമ്പോൾ അല്ലെങ്കിൽ നാട്ടുകാർ ബഹളം ഉണ്ടാക്കി മുഖ്യമന്ത്രി ശ്രദ്ധയിൽപ്പെട്ടാൽ പിന്നെ നടപടികളുണ്ടാവും. ഇപ്പൊ നമ്മൾ നേരത്തെ ഈ പിരിച്ചുവിട്ടു എന്ന് പറയുന്നതൊക്കെ കോൺസ്റ്റബിൾ ലെവലിലോ പരമാവധി CI ലെവലിലോ ഒക്കെ ഉള്ള മനുഷ്യരാണ്. നമ്മളിപ്പോൾ കേൾക്കുന്ന ADGP റാങ്കിലുള്ള മനുഷ്യർ, SP റാങ്കിലുള്ള മനുഷ്യരൊക്കെ കാണിച്ചു കൂട്ടുന്ന കോപ്രായങ്ങളെ കുറിച്ചാണ് നമ്മളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അല്ല, അതിൽ എനിക്കൊരു സംശയമുണ്ട്. ഈ IPSകാർ IASകാർക്കെതിരെയൊക്കെ നടപടിയെടുക്കാൻ സ്റ്റേറ്റിന് എന്തെങ്കിലും അധികാരം, അവകാശം അങ്ങനെ ഉണ്ടോ? പറ്റുമോ? അതെല്ലാം പിരിച്ചുവിടാനൊക്കെ പറ്റുമോ? പിരിച്ചുവിടാൻ പറ്റില്ല. ഇവരെ പിരിച്ചുവിടുന്ന ഉത്തരവ് എനിക്ക് വന്ന പ്രസിഡന്റോ മറ്റോ എടുക്കണം. പിരിച്ചുവിടാൻ വേണ്ടെന്ന്. എന്തിനാണ് കൊടുക്കാതിരിക്കാം? പോസ്റ്റിംഗ് കൊടുക്കാതിരിക്കാം, അവരെ പുറത്തു നിർത്താം, അവരെ സസ്പെൻഡ് ചെയ്യാം, അവർക്കെതിരെ അന്വേഷണം നടത്താം. ഇതിനൊക്കെ എന്താണ് ബുദ്ധിമുട്ട്? ഇവിടെ DGPമാരെ സസ്പെൻഡ് ചെയ്തിട്ടില്ല. ഒരു അത് പുസ്തകം എഴുതി എന്ന് പറയാൻ പറ്റില്ല. ജേക്കബ് തോമസ് എന്ന് പറഞ്ഞ ഒരാളെ സസ്പെൻഡ് ചെയ്ത് വെച്ചിരുന്നത്. അപ്പം അതൊക്കെ പരിപൂർണമായിട്ട് സംസ്ഥാനത്തിന്റെ അവകാശങ്ങൾ പിരിച്ചുവിടാൻ പറ്റില്ല. അതുകൊണ്ട് കൂടിയാണ് ഉദ്യോഗസ്ഥന്മാർ എന്തുകൊണ്ട് നിയമാനുസൃതമായി പെരുമാറണം എന്ന് പറയാം. ആഭ്യന്തരമന്ത്രിക്കോ അല്ലെങ്കിൽ മുഖ്യമന്ത്രിക്കോ അയാൾക്ക് പലതരം സമ്മർദ്ദങ്ങളുണ്ടാവും. ഈ പോലീസുകാരന് ഒരുതരം സമ്മർദ്ദവും ഇല്ല. അയാളെ ഇന്ന് ഇവിടുന്ന് മാറ്റിക്കഴിഞ്ഞാൽ പരമാവധി കാസർഗോഡ് പരമാവധി പോയ തിരുവനന്തപുരത്ത് പരമാവധി പോയ കാസർഗോഡ്, അത് അങ്ങോട്ടേക്ക് മാറ്റാൻ പറ്റുള്ളൂ. അവിടെ ഇരുന്നിടത്ത് വേറൊരു IPSകാരനെ കൊണ്ടുവന്ന് വരുത്തണം. അതല്ലാതെ പറ്റില്ല. ഇവരെ പിരിച്ചുവിടാൻ സംസ്ഥാന സർക്കാരിന് പറ്റില്ല. അപ്പോൾ ഇവർക്ക് നിയമത്തോടും ഭരണഘടനയോടും നാട്ടിലെ മനുഷ്യരോടും കമ്മിറ്റ്മെന്റ് ഉണ്ടാകണം. അതിനുള്ള അധികാരങ്ങൾ കൊടുത്താണ് അവരെ വിടുന്നത്. അവരത് എന്ത് ചെയ്യുന്നു? അവരുടെ കാര്യം മാത്രം നോക്കാൻ വേണ്ടി വരുന്നു. അതിൻ്റെ ഇടയ്ക്കാണ് നമ്മളിപ്പോൾ ഒരു ജേക്കബ് പുന്നൂസോ അതല്ലെങ്കിൽ ഒരു പഴയ ചന്ദ്രശേഖരൻ നായരോ അതല്ലെങ്കിൽ ഒരു MK ജോസഫോ ഒക്കെ വരുന്നത് അത്യപൂർവമായിട്ട് വേണം നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഇങ്ങനെ വരുന്ന ഈ ക്വാളിറ്റി ഇല്ലാത്ത മനുഷ്യർ വരികയും അവർ കേരളത്തിലെ സാധാരണ പോലീസുകാരുടെ ബക്കറ്റ് കയറുകയും ചെയ്യുന്ന ഒരു ഫ്യൂഡൽ സിസ്റ്റം ഇപ്പോഴും നിലവിലുണ്ട്. അതിന് ഒരു തരത്തിലുള്ള കുറവും ഇപ്പോഴില്ല. അത് സുനിത ആദ്യം ചോദിച്ച ചോദ്യം ഞാൻ മനസ്സിലാക്കുന്നത് കോടിയേരി ബാലകൃഷ്ണന്റെ സമയത്ത് ആഭ്യന്തരമന്ത്രിയെ കാണാൻ ഒരു പോലീസുകാരന് ബുദ്ധിമുട്ടില്ലായിരുന്നു എന്നുള്ളതാണ്. ഇപ്പം നിങ്ങൾക്ക് മുഖ്യമന്ത്രിയെ കാണാൻ പറ്റില്ല, മുഖ്യമന്ത്രി അടുത്തൊരു പരാതി കൊടുക്കാൻ വേണ്ടി പറ്റില്ല, അദ്ദേഹത്തെ കാണാൻ തന്നെ ബുദ്ധിമുട്ടാണ്.
അപ്പം ഇത്തരം പ്രശ്നങ്ങൾ സേനയ്ക്കുള്ളിൽ നിലനിൽക്കുന്നു. ഈ ഫ്യൂഡൽ സിസ്റ്റം, ഈ IPSകാരുടെ ഫ്യൂഡൽ സിസ്റ്റം നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ പോലീസുകാരെ സംബന്ധിച്ചിടത്തോളം ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പോൾ തൃശ്ശൂർ പോലീസ് അക്കാഡമിയിൽ SIമാരുടെ ട്രെയിനിങ് നടക്കുന്നുണ്ട്. അതിൻ്റെ അകത്തുനിന്നും പലരും ഈ പരിപാടി ഇട്ടിട്ട് പോയി എന്നുള്ളതാണ്. പലരും നമുക്ക് ഏറ്റവും കൊള്ളാവുന്ന മനുഷ്യർ വേണ്ട ഒരു ഏരിയയാണ് പോലീസുകാരെന്നുള്ളത്. ഇന്നത്തെ കൊള്ളാവുന്ന ഇത്രയും മനുഷ്യർ കേട്ടപ്പോ എനിക്കൊരു ഇൻസൈറ്റ് ഉണ്ടായി. ഞാനിപ്പോ ഈ സംസാരിക്കുന്നവരെ ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നത് ഇപ്പോൾ പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശി ഇങ്ങനെയൊക്കെ ചെയ്യുന്നു എന്ന് ഒരുപാട് ആരോപണങ്ങൾ വരുന്നു. ADGP അജിത്ത് ഇതൊക്കെ ചെയ്തു എന്ന് പറയുന്നു. പക്ഷെ ഞാൻ അപ്പോഴൊക്കെ വിചാരിച്ചിരുന്നു അതിന്റെ മേലെ ഇരിക്കുന്ന ആഭ്യന്തരമന്ത്രി പിണറായി വിജയന്റെ പ്രശ്നങ്ങൾക്ക് താഴെ ഇരിക്കുന്നവരെയോ കുറ്റം പറഞ്ഞിട്ട് എന്താണ് കാര്യം, നേരിട്ട് ആഭ്യന്തരമന്ത്രിയാണ് കുറ്റം പറയേണ്ടത്. പക്ഷെ ഈ ഒരു പോയിന്റിൽ ഇപ്പൊ പറഞ്ഞല്ലോ, മുഖ്യമന്ത്രിയെ നേരിട്ട് കാണാനുള്ള ഒരു അവസരം ഒരു പോലീസുകാരനില്ല, അല്ലെങ്കിൽ സാധാരണ ഒരു ജനങ്ങൾക്കില്ല എന്ന്. അപ്പോഴാണ് അവരെ കണക്ട് ചെയ്യുന്ന ഒരു പോയിന്റ് ആയിട്ട് ഈ പൊളിറ്റിക്കൽ സെക്രട്ടറി പ്രവർത്തിക്കേണ്ടത് അല്ലേ? ഇത്തരം കാര്യങ്ങൾ കേട്ട് അതാണല്ലോ PV അൻവർ ഉയർത്തിയ ഒരു പരാതി, പറയുന്ന കാര്യങ്ങൾ കൃത്യമായി ഇടപെടുന്നില്ല അല്ലെങ്കിൽ മുഖ്യമന്ത്രിയിലേക്ക് എത്തുന്നില്ല എന്നുള്ളൊരു പരാതി. വളരെ സീരിയസ് ആയിട്ടുണ്ട്, വളരെ സീരിയസ് ആയിട്ടുണ്ട്, വളരെ സീരിയസ് ആയിട്ടുണ്ട്. മുഖ്യമന്ത്രിയുടെ എഫിഷ്യൻസി കോഷ്യന്റ് കൂടുന്തോറും മനുഷ്യരെ കാണാനുള്ള സമയം കുറയുന്നു. അദ്ദേഹം മുഴുവൻ സമയം CEO മട്ടിലേക്ക് മാറി കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്നാൽ ഈ പ്രശ്നം വരും. വളരെ ഡയറക്റ്റ് ആയിട്ട് കമ്മ്യൂണിക്കേഷൻ മനുഷ്യരുടെ നിന്ന് കിട്ടാതെ വരും, ഫീഡ്ബാക്ക് കിട്ടാതെ വരും. എങ്ങനെയാണെന്ന് കേരളത്തിൽ നിങ്ങൾ ഏതെങ്കിലും ഗ്രൗണ്ട് ലെവലിൽ പ്രവർത്തിക്കുന്ന ഒരു CPMമാരോട് സംസാരിച്ച് നോക്കുക, അയാൾക്ക് ഒരു പോലീസ് സ്റ്റേഷനിൽ പോയി കയറി പോകാൻ പറ്റില്ല. എങ്ങനെയാണ് CPMന്റെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന പൊളിറ്റ് ബ്യൂറോ മെമ്പറായത് പിണറായി വിജയൻ ഈ കാര്യം മനസ്സിലാകാതെ പോകുന്നത് എങ്ങനെയാണ്? അദ്ദേഹം രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയ ആളല്ലേ. അദ്ദേഹം MLA ആയിട്ടും കണ്ണൂർ ജില്ലാ കമ്മിറ്റി അംഗമായിട്ടും ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പറായിട്ടും ജില്ലാ സെക്രട്ടറി ആയിട്ടും ഒക്കെ ഏറ്റവും ഗ്രാസ് റൂട്ട് ലെവലിൽ രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയ ആളല്ലേ. അദ്ദേഹത്തിന് മനസ്സിലായല്ലേ നാട്ടിലെ ബ്രാഞ്ച് സെക്രട്ടറിമാരുടെയും ലോക്കൽ സെക്രട്ടറിമാരുടെയും പ്രശ്നം. എങ്ങനെയാണ് ഇവരുടെ പ്രശ്നം മുഖ്യമന്ത്രി അറിയാതെ പോകുന്നത്? ഇപ്പൊ നമ്മൾ നാട്ടിൽ സംസാരിക്കുമ്പോൾ അവിടുത്തെ രാഷ്ട്രീയക്കാർ പറയുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ് CPMകാർക്ക് അല്ലെങ്കിൽ ഇടതുപക്ഷത്തുള്ള ആൾക്കാർക്ക് ലോക്കൽ സെക്രട്ടറി ആണെങ്കിലും ബ്രാഞ്ച് സെക്രട്ടറി ആണെങ്കിലും ആരാണെങ്കിലും പോലീസ് സ്റ്റേഷനിൽ കയറി ചെല്ലാൻ അവർക്ക് ഭയമാണ്, അല്ലെങ്കിൽ അവർ പറയുന്ന കാര്യങ്ങൾ പരിഗണിക്കപ്പെടുന്നില്ല, ആളുകളുടെ മുമ്പിൽ അപമാനിക്കപ്പെടുന്നു എന്ന്. എന്തെങ്കിലും കാര്യം വേണമെങ്കിൽ കോൺഗ്രസ്സുകാരുടെയോ ലീഗുകാരുടെയോ കൂടെ പോയാൽ പോലും നടക്കുന്ന ഒരു അവസ്ഥയുണ്ട്. അതെങ്ങനെ സംഭവിച്ചു? എങ്ങനെയാണ് ഇടതുപക്ഷക്കാർക്ക് ഇത്രയും വിലയില്ലാതെ ആയത് പോലീസ് സ്റ്റേഷനിൽ? ഞാൻ മനസ്സിലാക്കുന്നത് ഇത് എന്നോട് തെളിവൊന്നും ചോദിച്ചിട്ട് കാര്യമില്ല. വളരെ കൃത്യമായിട്ട് ഇൻസ്ട്രക്ഷൻ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന്, മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് കേൾക്കണ്ടെന്നോ? റെക്കമെൻഡേഷനായി വരുന്നവരെ അല്ല, റെക്കമെൻഡേഷനായിട്ട് പോകാൻ പാടില്ല. റെക്കമെൻഡേഷനായിട്ട് പോകാൻ പാടില്ല. അവരോട് പോകാൻ പാടില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടി അറിയാമല്ലോ, അവരുടെ നേതൃത്വം പറഞ്ഞാൽ അതിന്റെ അപ്പുറത്തേക്ക് പോകാൻ മനുഷ്യർ മടിക്കും. അല്ല, പക്ഷെ അത് സാധ്യമായ കാര്യമില്ലല്ലോ. ഇപ്പൊ നമ്മുടെ നാട്ടിൽ നമുക്കറിയാലോ, ആളുകള് എന്തെല്ലാം പ്രശ്നത്തിൽ പെടുന്നു. അപ്പൊ അവര് രാഷ്ട്രീയക്കാരുടെ അടുത്തേക്കല്ലേ ഓടിച്ചിരുന്നത്, അല്ല മുഖ്യമന്ത്രിയുടെ അടുത്തേക്കല്ലോ, ബ്രാഞ്ച് സെക്രട്ടറിയുടെ. അതാണ് ശ്രീ അൻവർ കഴിഞ്ഞ ദിവസം അപ്പൊ പറഞ്ഞത്. എന്താ പറയാ, അവരുടെ അടുത്ത് എന്താ മറുപടി പറയേണ്ടത്? ഈ പാർട്ടി അവർക്ക് മറുപടി ഇല്ല. കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകാരൻ ഈ സാധാരണ ഓടിച്ചെല്ലുന്ന മനുഷ്യരുടെ മുമ്പിൽ മറുപടി ഇല്ലാതെ നിൽക്കുകയാണ്. കാരണം അവർക്കറിയാം അയാൾ പ്രത്യേകിച്ച് പോയ ഒരു ലോക്കൽ സെക്രട്ടറി പോലീസ് സ്റ്റേഷനിലേക്ക് പോയതുകൊണ്ട് പ്രത്യേകിച്ച് ഒന്നും സംഭവിക്കാനില്ല എന്ന് അയാൾക്കറിയാം. അവർക്കൊരു മറുപടിയില്ല, അവർ മറുപടി പറയാതെ ഇരിക്കുകയാണ്. അവർക്ക് മറുപടി ഇല്ല എന്നുള്ളതാണ് വസ്തുത. അവർക്ക് ലീഗുകാരനെയോ കോൺഗ്രസ്സുകാരനെയോ പലയിടത്തും RSSകാരനെയോ കൂട്ടിക്കൊണ്ടു പോയാൽ പോലീസുകാരൻ കേൾക്കും. CPMകാരൻ പോവില്ല, പോയാലും പോലീസുകാരും കേൾക്കില്ല. വിചിത്രമായിട്ടുള്ള പോലീസ് പട്ടാളം. എനിക്ക് അക്കാര്യത്തിൽ യാതൊരു സംശയമില്ല. PV അൻവർ MLA ഇപ്പോൾ ഉയർത്തിയിരിക്കുന്ന ഈ പ്രശ്നം എത്രത്തോളം പ്രാധാന്യമുള്ളതാണ്? ഇത് എത്രത്തോളം നമ്മളുടെ പൊതുസമൂഹത്തെ ആഭ്യന്തര വകുപ്പിനെയും ശുദ്ധിയാക്കാൻ വേണ്ടി ഉപകരിക്കുന്ന ഒരു സീരിയസ് ആയ ആരോപണമാണ്? തീരുമാനിക്കേണ്ടത് മുഖ്യമന്ത്രിയും CPM എന്ന പാർട്ടിയുമാണ്. വളരെ ഗുരുതരമായ കാര്യമാണ് ഇത്. എന്നെ സംബന്ധിച്ചിടത്തോളം ശ്രീ അൻവർ ഉന്നയിച്ച ആരോപണങ്ങൾ ഒരു ഒരു ADGPയും ഒരു SP ചെയ്യുന്ന കാര്യം അല്ല. ഇത് വളരെ സിസ്റ്റമിക് ആയിട്ട് നടന്ന ഒരു വലിയ നിലവാര തകർച്ചയുടെ, പോലീസിങ്ങിൻ്റെ, പോലീസ് നയത്തിൻ്റെ, പോലീസ് നടപടികളുടെ വലിയ നിലവാര തകർച്ച. അതൊന്നും ഒരു സുപ്രഭാതത്തിൽ ഉണ്ടായതല്ല. ഒരു ADGP ഇത് ചെയ്തിട്ടുണ്ടെങ്കിൽ പല ADGPമാർ ചെയ്തിട്ടുണ്ടാവും. അയാൾ ഒരു കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ അയാൾ പല കാര്യം ചെയ്തിട്ടുണ്ടാവും. ഒരു SP ഇത് ചെയ്തിട്ടുണ്ടെങ്കിൽ പല SP മാർ ഇത് ചെയ്തിട്ടുണ്ടാവും. അവർ പല സമയത്ത് അത് ചെയ്തിട്ടുണ്ടാവും. സിസ്റ്റമിക് ആയിട്ടുള്ള റോട്ട്, അതായത് അതിൻ്റെ അഴുകൽ സംഭവിച്ചത് മുഴുവൻ അവസാനം ഇപ്പം പൊട്ടിത്തെറിച്ച് നിൽക്കുന്നു എന്നുള്ളതാണ്. മാന്യന്മാരായ പോലീസുകാർ നമ്മുടെ സേനയിൽ ധാരാളം ഉണ്ടാവും. അവർക്കിത് മനസ്സിലാവും. ഇപ്പം ഞാൻ പറയുന്നത് അവർക്ക് വളരെ എളുപ്പത്തിൽ മനസ്സിലാവും. അവരിത് പ്രതീക്ഷിച്ചിരിക്കുകയാണ്. എന്നെങ്കിലും
ഈ കള്ളനാണോ പോലീസുകാരനാണോ എന്ന് ഉറപ്പില്ലാത്ത പോലീസുകാരൊക്കെ മുകളിൽ വന്നിരിക്കുമ്പം ഇതിൻ്റെ അകത്ത് അന്തസ്സും കഴിവും ആത്മാഭിമാനവും ഉള്ള പോലീസുകാർ ശ്വാസം മുട്ടി ഇരിക്കുന്നില്ല. അവർക്കറിയാം ദിസ് ഈസ് ഗോയിങ് ടു ഹാപ്പൻ എന്നുള്ളത് അവർക്ക് നിർബന്ധമായിട്ട് അറിയാവുന്ന കാര്യമാണ്. അതുകൊണ്ട് ശ്രീ അൻവർ പറഞ്ഞ കാര്യങ്ങൾ ഒന്നോ രണ്ടോ പോലീസുകാരിൽ ഒതുങ്ങുന്നതോ ഒന്നോ രണ്ടോ സംഭവങ്ങളിൽ ഒതുങ്ങുന്നതായിട്ട് ഞാൻ കണക്കാക്കില്ല. അത് കഴിഞ്ഞ 8 വർഷത്തെ 8 വർഷം എന്ന് ഞാൻ പറയുമ്പോൾ അതിനു മുമ്പുണ്ടായിരുന്ന ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ ഭരണം വലിയ കേമാണെന്ന് വിചാരിക്കരുത്. അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിച്ചത്. എനിക്കതിനെക്കുറിച്ച് യാതൊരു അഭിപ്രായവും ഇല്ല, അന്നത്തെ കാലത്തെ പോലീസ് എങ്ങനെയായിരുന്നു എന്നുള്ളതിനെ കുറിച്ച്. അതല്ല ഞാൻ പറയുന്നത്, കഴിഞ്ഞ 8 വർഷമായി ഇങ്ങനെ സ്വതന്ത്ര പോലീസ് എന്ന് പറയുന്ന ഒരു വിചിത്രമായിട്ടുള്ള പോലീസ് നയം, അതിൻ്റെ പുറത്ത് ഒരു തരത്തിലുള്ള പൊളിറ്റിക്കൽ കൺട്രോളും ഇല്ലാതെ കൊണ്ടു നടന്നതിൻ്റെ ഫലം, പോലീസ് പോലെയുള്ള നിയമം നേരിട്ട് കൈകാര്യം ചെയ്യുന്ന, അധികാരം നേരിട്ട് കൈകാര്യം ചെയ്യുന്ന ഒരു സംവിധാനത്തെ അതിനെ മൂക്കുകയറിട്ട് നിയമപരമായി നിയന്ത്രിച്ചു കൊണ്ടുപോകാൻ മുഖ്യമന്ത്രി തയ്യാറാകാതിരുന്നതിൻ്റെ മുഴുവൻ ഫലങ്ങളും ഇപ്പം നമ്മുടെ മുമ്പിൽ, അത് പലയിടത്തായിട്ട് ഇതിങ്ങനെ ചീഞ്ഞിരിക്കുന്നുണ്ടാവും. അൻവർ കൊളുത്തിയ കൊളുത്തിൽ ഒന്ന് പൊട്ടിത്തെറിച്ചു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ശരിക്കും ഞെക്കിയാൽ പലയിടത്തു നിന്നും ഈ പഴുപ്പ് പുറത്തു ചാടും എന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു തർക്കവുമില്ല. മുഖ്യമന്ത്രിയും CPM എന്ന് പറയുന്ന പാർട്ടിയുമാണ് ഇക്കാര്യം തീരുമാനിക്കേണ്ടത്. എന്തുകൊണ്ട് CPM-ന്റെ മനുഷ്യർക്ക്, ജനങ്ങൾക്ക് ആവശ്യമായ തരത്തിലുള്ള ഒരു പോലീസ് നയം നടപ്പാക്കാൻ വേണ്ടി തയ്യാറാകുന്നില്ല എന്നുള്ള കാര്യം, അല്ലെങ്കിൽ അതിനാവശ്യമായിട്ടുള്ള ആളുകളെ നിയമിക്കുന്ന കാര്യം, ഈ P. ശശി എന്ന് പറയുന്ന കഥാപാത്രത്തെ, ഇദ്ദേഹത്തിന്റെ ഉത്തരവാദിത്തമാണിത്. ഈ പോലീസ് സംവിധാനം വൃത്തിയായിട്ട് മുമ്പോട്ട് പോകുന്ന മുഖ്യമന്ത്രി, അദ്ദേഹത്തിന് പല വകുപ്പുകളുണ്ട്, എല്ലാ വകുപ്പുകളുടെയും ഭരണമുണ്ട്. എനിക്ക് മുഖ്യമന്ത്രി എന്നുള്ള ഭരണാധികാരിയെക്കുറിച്ച് യാതൊരു പരാതിയില്ല. അപ്പോൾ അതുകൊണ്ട് ഈ ആഭ്യന്തര വകുപ്പിന്റെ പ്രശ്നം ഒഴിച്ചാൽ പ്രധാനമായിട്ടും മറ്റുള്ള നമ്മൾ ഈ കാര്യ ടി ശശി എന്നുള്ള പേരെടുത്ത് പറയുമ്പോൾ നമ്മൾ പുത്തലത്ത് ദിനേശനും KK രാഗേഷും ഒക്കെ ഭയങ്കര മികച്ച പ്രവർത്തനം കാഴ്ചവെച്ചവരായിരുന്നോ? അല്ലല്ല, കഴിഞ്ഞ 8 വർഷം നമ്മളിത് കണ്ടിട്ടില്ല. എനിക്ക് തോന്നുന്നത് MV ജയരാജൻ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിരുന്ന കുറച്ച് സമയങ്ങളിൽ മാത്രമാണ് ഈ കാര്യത്തിൽ ഏതെങ്കിലും തരത്തിൽ, ഇപ്പം നേരത്തെ പറഞ്ഞല്ലോ, പോലീസുകാരൻ പോയി മുഖ്യമന്ത്രി കാണേണ്ട ആവശ്യമില്ല. അയാൾ ഒരു പോലീസുകാരൻ്റെ പരാതി മുഖ്യമന്ത്രി അടുത്ത് എത്തേണ്ട ആവശ്യമില്ല. അധികാരത്തിൻ്റെ മുഖ്യമന്ത്രിയുടെ താഴെ വരെ എത്തിയാൽ മതി. പക്ഷേ ആ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാകും. അപ്പം വളരെ ചുരുങ്ങിയ കാലം ഒഴികെ ബാക്കി ഒരു സമയത്തും അവർക്കായിട്ട് പ്രത്യേകിച്ചൊന്നും ചെയ്യാനുമില്ല. അതാണ് ഞാൻ പറയുന്നത്. മുഖ്യമന്ത്രിയുടെ തീരുമാനമാണ് ഈ പറയുന്ന വിചിത്രമായിട്ടുള്ള സ്വതന്ത്ര പോലീസ് എന്ന് പറയുന്നത് മുഖ്യമന്ത്രിയുടെ തീരുമാനമാണ്. അപ്പോൾ അത് ഒന്നുകിൽ മുഖ്യമന്ത്രി ആ നയം മാറ്റണം, അല്ലെങ്കിൽ മുഖ്യമന്ത്രി ആ വകുപ്പിൽ നിന്ന് മാറണം. അതല്ലാതെ ഈ ഒരു നയവും കെട്ടിപ്പിടിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് പാർട്ടി ഉണ്ടാവുമോ എന്നുള്ളതല്ല പ്രശ്നം. ഈ രാജ്യത്ത് മനുഷ്യർക്ക് ജീവിക്കാൻ പറ്റുമോ എന്നുള്ളതാണ് പ്രശ്നം. ഈ രാജ്യത്തെ പോലീസ് സേന ദുഷിച്ചു പോകുന്നു എന്നുള്ളതാണ് പ്രശ്നം. അത് എല്ലാ മനുഷ്യരുടെയും പ്രശ്നമാണ്. അത് ശ്രീ അൻവർ പറഞ്ഞതാണ് അതിൻ്റെ അകത്ത് വളരെ പ്രസക്തമായ ഒരു കാര്യം. ഈ പോലീസുകാർ കാണുന്നത് എന്താണ്? സർവീസിലേക്ക് വരുന്ന പോലീസുകാർ കാണുന്നത് എന്താണ്? ഇവർക്ക് തോന്നിയ ദിവസം കാണിക്കാം എന്നുള്ളതല്ലേ അവർ കാണുന്നത്. അവർ നിയമത്തോടും ഭരണഘടനയോടും നാടിനോടും ജനങ്ങളോടുമുള്ള പ്രതിബദ്ധതയ്ക്കും അപ്പുറത്തേക്ക് മേലധികാരിയോട് ആയിരിക്കണം കൂറും പ്രതിബദ്ധതയും എന്നുള്ള മറ്റുള്ളൊരു മണ്ടൻ പോലീസ് നയം കൊണ്ടു നടക്കുന്ന ഈ പരിപാടി ഒന്നുകിൽ മുഖ്യമന്ത്രി നിർത്തണം, അല്ലെങ്കിൽ തലയ്ക്ക് വെളിയുള്ള ആരെങ്കിലും കൊണ്ടുവന്ന് ആ പൊസിഷനിലേക്ക് വെക്കണം. എന്നിട്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും ഒരു പോലീസ് നയം കേരളത്തിൽ നടപ്പാക്കിയെടുക്കണം. ഇതിൻ്റെ ഇടയ്ക്ക് ലിങ്കായിട്ട് നിൽക്കുന്ന, ഇപ്പം വളരെ കൃത്യമായി നേരിട്ടുള്ള ആരോപണം ഒരു MLA ഉന്നയിച്ച ഒരു കാര്യം കൂടി ഉണ്ട് സുനിത. ഇതിൻ്റെ അകത്ത് സുനിത ചോദിക്കാനിരുന്നതാണെങ്കിൽ ചോദിക്കുക, അതല്ലെങ്കിൽ ഞാനത് പറയാം. ഞാനത് പറയാൻ വേണ്ടി തയ്യാറായിട്ടാണ് വന്നത്. ഈ P. ശശി എന്ന് പറയുന്ന പൊളിറ്റിക്കൽ സെക്രട്ടറി അവിടെ വെച്ചുകൊണ്ടുള്ള ഏത് അന്വേഷണമാണ് ലെജിറ്റിമേറ്റ് ആകുക? ഈ MR അജിത് കുമാർ ഉണ്ടായിരിക്കുന്നത് SP സുജിത്തിനെ മാത്രമാണ് സസ്പെൻഡ് ചെയ്തത്. അത് നേരത്തെ തൃശ്ശൂർ പൂരത്തിന്റെ കാര്യം പറഞ്ഞതുപോലെയാണ് ഇന്ന് വളരെ ബുദ്ധിമുട്ടി സുജിത്തിനെ ഒന്ന് സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. സുജിത്തിന്റെ എന്നൊക്കെ പറഞ്ഞാൽ വളരെ മൈനർ, എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ മൈനർ ആയിട്ടുള്ള കാര്യമാണ്. അതിനേക്കാളൊക്കെ മുകളിലാണ് ശ്രീ MR അജിത് കുമാറിനെതിരെയുള്ള ആരോപണങ്ങൾ, ശ്രീ P. ശശിക്കെതിരെയുള്ള ആരോപണങ്ങൾ. ഇവർക്കെതിരെയുള്ള ആരോപണങ്ങൾ അന്വേഷിക്കാൻ വേണ്ടി എന്തായാലും മുഖ്യമന്ത്രി തീരുമാനിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ തീരുമാനിച്ചിട്ടുണ്ടോ? അങ്ങനെയാണ് നമ്മൾ കേട്ടത്. ഇപ്പൊ DGP-യെ അതിനുവേണ്ടി ചുമതലപ്പെടുത്തിയെന്നും വേറെ 2 IPS ഉദ്യോഗസ്ഥന്മാരെയും അതിനുവേണ്ടി ശശിക്കെതിരെയുള്ള ആരോപണം. ഞാൻ പറഞ്ഞത് ഇപ്പൊ പല കാര്യങ്ങളും ഇവിടെ അന്വേഷിക്കാൻ തീരുമാനിക്കുന്നുണ്ടല്ലോ. ഇതിന്റെ ഒന്നും റിപ്പോർട്ടോ റിസൾട്ടോ പുറത്തു വരുന്നില്ല. അപ്പൊ ഈ തീരുമാനിക്കില്ല. അത് സീരിയസ് ആയിട്ട് പ്രശ്നമാണ്. ഞാനതാ പറഞ്ഞത്, മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രിയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും CPM തീരുമാനിക്കേണ്ട കാര്യങ്ങളാണ് ഇതൊക്കെ. ഈ നേരത്തെ തൃശ്ശൂർ പൂരത്തിന്റെ റിപ്പോർട്ട്, അത് എന്തുകൊണ്ട് അത് വന്നില്ല, അത് പുറത്തേക്ക് വന്നില്ല? അറ്റ്ലീസ്റ്റ് CPI-കാരോടെങ്കിലും പറയാൻ എന്തുകൊണ്ട് പറ്റിയില്ല? അതുപോലെ തന്നെ ഞാൻ പറഞ്ഞു വന്നത്, ഈ ഇത്രയും ഗുരുതരമായ ആരോപണങ്ങൾ നേരിടുന്ന ആളുകൾ അതത് സ്ഥാനങ്ങളിൽ തുടരുന്നു എന്നുള്ളതിന് അർത്ഥം എന്താണ്?
അവർക്ക് അവരുടെ ബോസ് ആയിട്ടുള്ള മുഖ്യമന്ത്രിയുടെ പരിപൂർണ വിശ്വാസമുണ്ട് എന്നല്ലേ? ഉം. അവർക്ക് മുഖ്യമന്ത്രിക്ക് പരിപൂർണ വിശ്വാസമുള്ള ഒരാളെ ചോദ്യം ചെയ്യാൻ ആർക്കാണ് ധൈര്യം ഉണ്ടാകുക? ഈ ഡി ജി പി അപ്പോൾ ADGP ഉയർന്ന പൊസിഷനിലാണെങ്കിലും മുഖ്യമന്ത്രി എന്ന ഇവരുടെ എല്ലാവരുടെയും പൊളിറ്റിക്കൽ ബോസിന്റെ പിന്തുണ എനിക്കുണ്ട് എന്ന് കാണുന്ന ADGP ഏത് ചോദ്യത്തിന് ഉത്തരം പറഞ്ഞില്ലെങ്കിൽ അയാൾക്ക് എന്താണ് പ്രശ്നം? അയാൾ ആ സ്ഥാനത്തിരിക്കുന്നിടത്തോളം കാലം എന്തുകൊണ്ട് അയാളെ സസ്പെൻഡ് ചെയ്യാൻ വേണ്ടി മുഖ്യമന്ത്രി തയ്യാറാകുന്നില്ല? അയാൾക്കെതിരെ ഒരു MLA അല്ലേ ആരോപണം ഉന്നയിച്ചത്? ഒരു MLA അല്ലേ ആരോപണം അന്വേഷിക്കണം എന്ന് മുഖ്യമന്ത്രിക്ക് തോന്നുകയും ചെയ്തില്ല. എന്തുകൊണ്ട് അയാളെ സസ്പെൻഡ് ചെയ്യാൻ മുഖ്യമന്ത്രി തയ്യാറാവുന്നില്ല? അയാളെ അവിടെ ഇരുത്തിക്കൊണ്ടുള്ള ഏത് ചോദ്യത്തിനാണ് അയാൾ ഉത്തരം പറയുക? എന്ത് തരത്തിലുള്ള ഒരു പ്രഹസനമാവും ആ അന്വേഷണം? അയാൾ ആ ADGP ചോദ്യം ചോദിച്ചാൽ അയാൾ എന്തിന് ഉത്തരം പറയണം? അല്ല, വി അൻവർ MLA ഉന്നയിച്ച എല്ലാ ആരോപണങ്ങളുടെയും ഫയലിന്റെ കസ്റ്റോഡിയൻ ഇപ്പോഴും ഈ ADGP ആണല്ലോ. ആയിരിക്കണം. കേസ് ഓപ്പറേഷണലായിട്ട് അദ്ദേഹം ആയിരിക്കും. ഇനിയിപ്പോ ഈ കേസിന്റെ പ്രത്യേകമായിട്ട് ഇനിയിപ്പോ മുഖ്യമന്ത്രി എടുത്ത് അല്ല, DGP ഇതല്ല ഞാൻ പറഞ്ഞപ്പോ സ്വർണ്ണക്കടത്തിനെ കുറിച്ച് പല പല നേരത്തെ ഉള്ളതെല്ലാം ആരോപണങ്ങൾ എല്ലാം ഉന്നയിക്കുന്നുണ്ട്. അപ്പൊ എല്ലാം അതിന്റെ എല്ലാം തെളിവുകൾ ഇദ്ദേഹത്തിന്റെ കയ്യിലെ ഫയലിലല്ലേ ഇരിക്കുന്നത്? എല്ലാം 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 അത് മുഴുവൻ അദ്ദേഹത്തിന്റെ കയ്യിലാണ്. അദ്ദേഹത്തെ ആ സ്ഥാനത്ത് ഇരുത്തിക്കൊണ്ട് ഇപ്പൊ SP സുജിത്ത് ചെറിയ ആളാണ്, ചെറിയ കുറ്റകൃത്യങ്ങൾ ചെയ്താണ് ആള്, വലിയ മീനുകൾ പുറത്തുണ്ടെന്ന് പറഞ്ഞു. പക്ഷെ ആ ചെറിയ മീനിന് പോലും ഫുൾ ഫയൽ ക്ലിയർ ചെയ്യാനുള്ള സമയം 2-3 ദിവസം കിട്ടിയില്ലേ? കിട്ടി കിട്ടി. ഇതാണ് പ്രശ്നം. ഇതിന്റെ അകത്ത് പോലീസ് വകുപ്പിൽ നിന്നുള്ള ക്ലിയറൻസ് കിട്ടാൻ വേണ്ടി മുഖ്യമന്ത്രി കാത്തിരുന്നത് പോലെയാണ്. പൊളിറ്റിക്കൽ എക്സിക്യൂട്ടീവിന്റെ അധികാരം എന്ത് എന്നുള്ളത് പിണറായി വിജയന് പറഞ്ഞു കൊടുക്കേണ്ട ഒരവസ്ഥയൊക്കെ ഉണ്ട്. അതൊന്നും ഇല്ലല്ലോ. അദ്ദേഹം 8 അല്ല, ഞാൻ വർഷമായിട്ട് ശരിക്കും എനിക്ക് അറിയാൻ ആകാംക്ഷയുള്ള ഒരു ചോദ്യം ഞാൻ ചോദിക്കും. ഇത്ര നേരം ഞാൻ പ്രേക്ഷകർക്ക് വേണ്ടി ചോദിച്ച ചോദ്യങ്ങൾ. പിണറായി വിജയൻ മുഖ്യമന്ത്രിയായ അധികാരത്തിൽ വരുമ്പോൾ വലിയ പ്രതീക്ഷ ഉണ്ടായിരുന്ന രണ്ടാളുകളാണ് നമ്മളെന്നാണ് എൻ്റെ വിശ്വാസം. ഇവിടെ വളരെ വ്യത്യസ്തമായൊരു ഭരണം ഉണ്ടാകും, എന്തൊക്കെയോ കുറച്ച് നല്ല കാര്യങ്ങൾ നടക്കും, അദ്ദേഹം മുഖ്യമന്ത്രിയാകാൻ വൈകിപ്പോയി എന്ന് വിചാരിച്ച ആളാണ് ഞാൻ, കുറച്ചുകൂടെ മുമ്പ് ആവേണ്ട ആളാണ് എന്നൊക്കെ വിചാരിച്ചു. പക്ഷെ ശരിക്കും എന്താണ് സംഭവിച്ചത്? എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ നിലപാടുകളും തീരുമാനങ്ങളും ഒക്കെ ഇത്തരത്തിലായി പോകുന്നത്? അതോ അദ്ദേഹം ഇത്തരത്തിൽ തന്നെയുള്ള ഒരാളായിരുന്നു, നമ്മളുടെ തെറ്റിദ്ധാരണയായിരുന്നു ഇങ്ങനെ അല്ലാത്ത ആളായിരുന്നു എന്നുള്ളത്? എനിക്ക് ഇതിന്റെ അകത്ത് എനിക്ക് പോലീസ് വകുപ്പിൽ മാത്രമേ എനിക്ക് അദ്ദേഹത്തോട് അഭിപ്രായം മറ്റ് അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ നമുക്ക് എല്ലാ പൊളിറ്റീഷ്യന്മാരും ഒരു പത്രപ്രവർത്തകൻ എന്ന നിലയ്ക്കും ഒരു പൗരൻ എന്ന നിലയ്ക്കും ഭരണാധികാരിയോട് ഉണ്ടാകുന്ന സാധാരണഗതിയിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ തന്നെയാണ് എനിക്ക് പിണറായി വിജയനോടുള്ളത്. അതിൽ കൂടുതൽ ഒരു അഭിപ്രായ വ്യത്യാസം എനിക്കില്ല. ഞാൻ ഇപ്പോഴും അദ്ദേഹത്തോട് ബഹുമാനത്തോടും ആദരവോടും കൂടി കാണുന്ന ആളാണ്. പക്ഷേ ഈ പോലീസ് നയം അസംബന്ധമാണ്. അത് കേരളത്തിലെ രാഷ്ട്രീയത്തെ മാറ്റുന്നു, കേരളത്തിലെ മനുഷ്യരുടെ ചിന്തയെ മാറ്റുന്നു, കേരളത്തിലെ മനുഷ്യരുടെക്ക് വിഷം വിതയ്ക്കുന്നു. ഇതിനൊക്കെ ഉത്തരവാദികളായവർക്കെതിരെ കണ്ണടച്ചു കൊണ്ടിരുന്ന പിണറായി വിജയൻ ചെയ്യുന്നത് ഈ സമൂഹത്തോട് ചെയ്യുന്ന വലിയ ദ്രോഹമാണ്. അദ്ദേഹം ചെയ്യുന്ന കാര്യങ്ങളും ചെയ്യാത്ത കാര്യങ്ങളും. അദ്ദേഹം ചെയ്ത കാര്യങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞു. ഈ EAPയുടെ ഉപയോഗം, മനുഷ്യരെ വെടിവെച്ച് കൊല്ലുന്ന അടക്കം പോലീസ് സേനയ്ക്ക് കൊടുക്കുന്ന പിന്തുണ, അതൊന്ന്. ചെയ്യാത്ത കാര്യങ്ങൾ ഇമാതിരിയുള്ള സാമൂഹ്യ വിരുദ്ധന്മാർക്കെതിരെ നടപടി എടുക്കാതിരിക്കുക, അല്ലെങ്കിൽ നടപടി എടുക്കാത്ത പോലീസിനെ നടപടി എടുപ്പിക്കാതിരിക്കുക. ഇത്തരം കാര്യങ്ങൾ ചെയ്തുകൊണ്ട് ഇത് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത കാര്യമല്ല. ഒരിക്കലും അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമല്ല. ഇത് വളരെ സീരിയസ് ആയിട്ടുള്ള, വളരെ ഗുരുതരമായിട്ടുള്ള ഒരു പ്രശ്നമാണ്. മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്ന് പറയുന്ന അഡ്മിനിസ്ട്രേറ്ററോട് എനിക്കൊരു അഭിപ്രായ വ്യത്യാസമില്ല. പക്ഷേ ഈ പോലീസ് നയം നടപ്പാക്കുന്ന മുഖ്യമന്ത്രിയോട് ഒരു കാരണവശാലും യോജിക്കാൻ പറ്റില്ല. അദ്ദേഹം ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ എന്ന് ഞാൻ പറയുക ഈ വകുപ്പ് അദ്ദേഹം അവിടെ നിന്ന് ഒഴിവാക്കുക എന്നുള്ളതാണ്. കാരണം പിണറായി വിജയന് കേരള സമൂഹത്തിൽ എണീറ്റ് നിൽക്കാൻ വേണ്ടി ആഭ്യന്തര വകുപ്പിന്റെ ഒരു ഒരു ഭംഗി, അതല്ലെങ്കിൽ ഒരു പിന്തുണയുടെ ആവശ്യമില്ല. കേരളത്തിലെ ഏറ്റവും വലിയ നേതാക്കന്മാരിൽ ഒരാളാണ് പിണറായി വിജയൻ ഇപ്പോൾ. പിന്നെ ഒരു ഫുൾ ഏറ്റവും ടൈം ശ്രദ്ധ ആവശ്യമുള്ള വകുപ്പായി ഇപ്പൊ ആഭ്യന്തര വകുപ്പ് കുത്തഴിഞ്ഞ് മാറിയിട്ടുണ്ട്. ഒരു ഫുൾ ടൈം 100% നിന്ന് കറക്റ്റ് 100% ചെയ്യുന്ന പാർട്ട് 100%. ടൈം അതിൽ ജോലിയല്ല. കാരണം ആഭ്യന്തര വകുപ്പിന്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ പോലീസ് മാത്രമല്ല ആഭ്യന്തര വകുപ്പിലുള്ളത്, വേറെ 100,000 കാര്യങ്ങളുണ്ട്. 55,000 പേരുള്ള ഒരു സേന മാത്രമല്ല. കേന്ദ്ര സർക്കാരുമായിട്ടുള്ള കോർഡിനേഷൻ മുഴുവൻ ആഭ്യന്തര വകുപ്പിന്റെ മിക്കവാറും കാര്യങ്ങളിൽ ആഭ്യന്തര വകുപ്പ് വഴിയാണ് നടക്കുന്നത്. അപ്പൊ അത് മുഴുവൻ ശ്രദ്ധിക്കണം. അദ്ദേഹത്തിന്റെ സമയത്തിന്റെ വലിയൊരു ഭാഗം ഇതിനു വേണ്ടി തന്നെ പോകും. അത് തെറ്റായിട്ടുള്ള കാര്യമാണ്. അത് അദ്ദേഹം സിസ്റ്റമാറ്റിക് ആയിട്ട് ചെയ്യാവുന്ന ആളുകൾക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. പക്ഷെ അപ്പം നേരത്തെ പറഞ്ഞ പോലെയാണ്, കൊള്ളാവുന്ന ആളുകൾ കൂടെ വേണം. കൊള്ളാവുന്ന ആളുകൾ കൂടെ ഇല്ല എങ്കിൽ, അവനവന്റെ കാര്യം നോക്കി പോകുന്ന ആളുകളാണ് കൂടെ ഉണ്ടാകുന്നതെങ്കിൽ ഇതാണ് പ്രശ്നം. അപ്പൊ അതുകൊണ്ട് നയം തന്നെ പ്രശ്നമാണ്, നടപ്പാക്കുന്ന ആളുകൾ പ്രശ്നമാണ്. ഇപ്പം മുഖ്യമന്ത്രിയുടെ ഇതുപോലത്തെ ഒരു പ്രൊഫഷണൽ പോലീസിംഗ് ആണ്. ഇപ്പൊ ഞാൻ പറയാം, ഇപ്പോൾ ജേക്കബ് ന്യൂസ് ആയിരുന്നു DGP എങ്കിൽ ഇത്തരം ഒരു കാര്യം സംഭവിക്കില്ല. അത് അദ്ദേഹം ഉപയോഗിക്കാൻ അദ്ദേഹത്തിന് അറിയാമായിരുന്നു. ഇപ്പോഴത്തെ അപ്പം DGPയുടെ പേര് പെട്ടെന്ന് ഓർക്കാതെ പറയാൻ പറ്റുമോ? ഷേഖ് പർവേസ്
എനിക്ക് അത്ര അതാണ് പരിചയമില്ല. അതാ ഞാൻ പറഞ്ഞത്. ഇപ്പൊ ജേക്കബ് പുന്നൂസ് അല്ലെങ്കിൽ ബെഹ്റയെ പോലും നമ്മള് കുറെ തീരുമാനങ്ങളിലൂടെയാണല്ലോ അറിയുന്നത്. ഈ DGPയുടെ പേര് എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടായിരുന്നോ എന്തിനെങ്കിലും? ബുദ്ധിമുട്ടാണ്. എനിക്കറിയാം. ഞാൻ പക്ഷേ തമിഴ്നാട്ടിൽ ജോലി ചെയ്യുന്ന ഒരാളാണ്, കേരളത്തിൽ ജോലി ചെയ്യുന്ന ഒരാൾ. ഇത് കാണുന്നു എന്നുള്ള, പക്ഷെ ഈ പേരെങ്ങനെയാണ് വന്നത്? അദ്ദേഹം എനിക്കൊന്ന് ആന്ധ്രാപ്രദേശുകാരനെ മറ്റാണെന്ന് തോന്നുന്നു. ആ അല്ല, പേരിന്റെ ഒരു ഞാൻ പറഞ്ഞ പേര് നമ്മളുടെ മനസ്സിൽ പതിയുന്ന ഒരു പ്രവർത്തനവും DGP ആയിട്ട് സ്ഥാനമേറ്റ ശേഷം അദ്ദേഹത്തിന്റെ ഒരു ഉത്തരവോ തീരുമാനങ്ങളോ നമ്മൾ പത്രസമ്മേളനങ്ങളോ. കണ്ടിട്ടില്ല. നമ്മൾ കണ്ടിട്ടില്ല. അതാവണമെന്നില്ല കേട്ടോ. സത്യത്തിൽ അങ്ങനെ ആവണമെന്നില്ല. അങ്ങനെ ആവണമെന്നില്ല. സിവിൽ സർവീസുകാർ അങ്ങനെ പെരുമാറണം എന്നുള്ളതാണ് അതിൻ്റെ ഒരു ചട്ടം. അവർ പെരുമാറും, അവരുടെ പ്രവൃത്തി മാത്രം അറിഞ്ഞാൽ മതി, ആളുകളെ അറിയണ്ട എന്നുള്ളതാണ് ഉം. പഴയ ഒരു സങ്കല്പം. അദ്ദേഹം അങ്ങനെ വരുമ്പോൾ വളരെ നല്ല ഇമേജ് ഉള്ള ആളായിട്ടാണ് ഞാൻ കേട്ടിരിക്കുന്നത്. പക്ഷേ ദാറ്റ് ഈസ് ബിസൈഡ് ദ പോയിന്റ്. നമ്മൾ ഉം. പോലീസിങ് എന്ന് പറയുന്നത് ഞാൻ ഒരു ചോദ്യം കൂടെ ചോദിച്ചില്ലെങ്കിൽ ആളുകൾ വിചാരിക്കും ഞാൻ ആ ചോദ്യം മനഃപൂർവ്വം വിട്ടുകളഞ്ഞാണ്. ആളുകളുടെ ഏറ്റവും വലിയ ഇപ്പൊ വീഡിയോയുടെ ഒക്കെ താഴെ വരുന്ന ഏറ്റവും കൂടുതൽ കമന്റുകൾ, ഒന്ന് ലാവ്ലിൻ കേസ് ശരിയാക്കാൻ വേണ്ടി പിണറായി വിജയൻ ഇവിടെ പിന്നെ എന്തോ ചെയ്യുന്നു, രണ്ട് വീണ വിജയനായിട്ട് എതിരായി ഉയർന്ന ആരോപണങ്ങളിൽ എന്തോ ചില അഡ്ജസ്റ്റ്മെന്റുകൾ നടക്കുന്നു, അല്ലാതെ പിണറായി വിജയൻ അങ്ങനെ കഴിവില്ലാത്ത ആളൊന്നല്ല, പുള്ളി മനഃപൂർവ്വം ഇങ്ങനെ നിൽക്കുന്നു എന്നുള്ളതാണ് പൊതുജനങ്ങളുടെ ഒരു ആരോപണം. അതിലെന്തെങ്കിലും കാര്യമുണ്ടോ? അതിനകത്ത് ലാവ്ലിൻ കേസിന്റെ കുറ്റപത്രത്തിന്റെ അവസാനം, കുറ്റപത്രമായിട്ട് ഞാൻ കണ്ടിട്ടില്ല, അതിനെക്കുറിച്ച് റിപ്പോർട്ടുകൾ കണ്ടത് തലശ്ശേരിയിൽ ക്യാൻസർ ആശുപത്രി സ്ഥാപിക്കാൻ വേണ്ടി ഇദ്ദേഹം ഗൂഢാലോചന നടത്തി എന്നുള്ളതാണ്. അപ്പോൾ ഞാനിത് പണ്ട് ഇതിനെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്. തലശ്ശേരി ഇങ്ങനെ ഒരു ക്യാൻസർ ആശുപത്രി നടപ്പാക്കാൻ ഗൂഢാലോചന നടത്തിയ ആള് എന്നുള്ളതായിരിക്കും. ഇപ്പോൾ കോടതിയാണെങ്കിലും വായിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ അവർ മനസ്സിലാക്കുള്ളൂ. ഇനി അത് നിയമപരമായ ഇതിലേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 2 കോടതികൾ തള്ളിക്കളഞ്ഞൊരു കുറ്റപത്രമാണ്. സുപ്രീം കോടതി ആ കുറ്റപത്രത്തിന്റെ പുറത്ത് ഒരു വിചാരണ നടത്തണമെന്നുണ്ടെങ്കിൽ കമ്പല്ലിംഗ് ആയിട്ടുള്ള റീസൺസ്, വളരെ സോളിഡ് ആയിട്ടുള്ള റീസൺസ്, നേരത്തെ വിട്ടുപോയ കാര്യങ്ങൾ CBIക്ക് അവിടെ കൊണ്ട് കൊടുക്കാൻ പറ്റിയെങ്കിൽ മാത്രമേ ആ കേസ് സുപ്രീം കോടതിയിൽ വിചാരണയ്ക്ക് വേണ്ടി വിടൂ. അതുകൊണ്ട് ലാവ്ലിൻ ഏതെങ്കിലും വിധത്തിൽ മുഖ്യമന്ത്രിയെ ഭയപ്പെടുത്തും എന്നുള്ള ഒരു തോന്നലും എനിക്കില്ല. അതൊരു അസംബന്ധം കേസാണ്. ആ അന്വേഷണം അസംബന്ധമാണ്. അതിൻ്റെ കുറ്റപത്രം അസംബന്ധമാണ്. അതിന് പുറത്ത് ഒരു തരത്തിലുള്ള തീരുമാനവും ശ്രീ പിണറായി വിജയനെതിരായിട്ട് വരും എന്ന് എനിക്ക് തോന്നുന്നില്ല. ഒന്ന്, മുഖ്യമന്ത്രിയുടെ മകളുടെ കേസിൽ അവർ ചെയ്തത് തെറ്റാണ് എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. മുഖ്യമന്ത്രിക്ക് അതിൽ ധാർമ്മിക ഉത്തരവാദിത്വമുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പക്ഷേ നിയമപരമായി അവർക്കെതിരെ ഏതെങ്കിലും നടപടി സാധ്യമാണ് എന്ന് ഈ സമയം വരെ ഞാൻ വിശ്വസിക്കുന്നില്ല. അവർ ചെയ്തത് തികച്ചും തെറ്റായിട്ടുള്ള, മോറലി അങ്ങേയറ്റം കറപ്റ്റായിട്ടുള്ള ഒരു കാര്യമാണ് എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. നമ്മുടെ നാട്ടിൽ നമ്മുടെ CPM-മാരായ സുഹൃത്തുക്കൾ പറഞ്ഞുകൊണ്ട് നടക്കുന്ന ഒരു ന്യായീകരണവും ഞാൻ അംഗീകരിക്കില്ല. ആ പണം അവർ ഒരിക്കലും വാങ്ങാൻ പാടില്ലാത്തതായിരുന്നു. അത് മുഖ്യമന്ത്രിയുടെ യശസ്സിൻ്റെ പുറത്ത് എന്നേക്കുമായി കളങ്കം വരുത്തി വച്ചിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. പക്ഷേ നിയമപരമായി മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെ ഏതെങ്കിലും തരത്തിലുള്ള നടപടിയെടുക്കാൻ ഏതെങ്കിലും ഏജൻസിക്ക് പറ്റും എന്നെനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് അതിൻ്റെ രണ്ടിൻ്റെയും പേരിലാണ് മുഖ്യമന്ത്രി ഇങ്ങനത്തെ ഒരു നടപടി എടുക്കുന്നത് എന്ന് വിശ്വസിക്കാൻ എനിക്ക് ന്യായങ്ങളില്ല. എൻ്റെ ലാവ്ലിൻ കേസ് ഏതെങ്കിലും തരത്തിൽ നിയമപരമായി തിരിച്ചടിയാകുമെന്നുള്ള തോന്നൽ എനിക്കില്ല. ഇപ്പോൾ നമ്മുടെ മുമ്പിലുള്ള വസ്തുതകൾ വെച്ച് മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെയുള്ള കേസിലും നിയമപരമായിട്ട് ഇപ്പോൾ നമ്മുടെ മുമ്പിൽ അവൈലബിൾ ആയിട്ടുള്ള വസ്തുതകൾ വെച്ചിട്ട് മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെ എന്തെങ്കിലും നടപടി വരണമെങ്കിൽ മുഖ്യമന്ത്രിക്കെതിരെ നടപടി വരണം. മുഖ്യമന്ത്രി ഏതെങ്കിലും തരത്തിൽ ഈ കമ്പനിക്ക് ഏതെങ്കിലും തരത്തിലുള്ള ആനുകൂല്യം കൊടുത്തിട്ടുണ്ടോ എന്ന് തെളിയിക്കാതെ മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെ ഒരു നടപടി വരില്ല. അങ്ങനെ വന്നാൽ മുഖ്യമന്ത്രിക്കെതിരെയും വരും. ഇതുവരെ നമ്മുടെ മുമ്പിലുള്ള ലഭ്യമായിട്ടുള്ള വസ്തുതകൾ, ശ്രീ മാത്യു കുഴൽനാടനെ പോലുള്ള ആൾക്കാർ കൊണ്ടുകൊടുത്ത കേസ്, അതുമായി ബന്ധപ്പെട്ട് അവർ കൊണ്ടുകൊടുത്ത തെളിവുകളെന്ന് അവർ പറഞ്ഞ കാര്യങ്ങൾ, ഇതൊക്കെ പരിശോധിച്ച് കഴിയുമ്പോൾ കോടതി എത്തിപ്പെട്ട നിലപാടിൽ തന്നെ നമുക്ക് എത്തിപ്പെടാൻ പറ്റുള്ളൂ. ഇതിൻ്റെ അകത്ത് നിയമപരമായി യാതൊരു തരത്തിലുള്ള നടപടിയും അദ്ദേഹത്തിന് ഭയപ്പെടേണ്ടതില്ല എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. അതേസമയം മോറലി അങ്ങേയറ്റം കറപ്റ്റായിട്ടുള്ള ഒരു നടപടിയാണത്. അതിന് യാതൊരു ലോജിക്കും ഇല്ല. അതിന് പറഞ്ഞ ന്യായങ്ങളൊക്കെ തൊടുന്യായങ്ങളാണ്. പിന്നെ AMC ആണ്, ഞാൻ അത് വായിച്ചിട്ടുണ്ട്. അതിൽ അത് വായിച്ചു കഴിച്ചിട്ടുണ്ടെങ്കിൽ കാണിച്ചത് മുഴുവൻ മര്യാദകേടാണ്. മുഖ്യമന്ത്രിയെ, അദ്ദേഹത്തിൻ്റെ പാർട്ടിയെ, ഈ നാട്ടിലെ ലക്ഷക്കണക്കിന് പാർട്ടിക്കാരെ, ആ പാർട്ടിക്ക് വേണ്ടി ത്യാഗം സഹിച്ച പൂർവ്വ മനുഷ്യരെ മുഴുവൻ ജാമ്യത്തിൽ വെച്ചുകൊണ്ടാണ് ആ പണം വാങ്ങിയത് എന്നുള്ള ദുഃഖകരമായ സത്യം ബാക്കിയുണ്ട്. പക്ഷേ അത് ഏതെങ്കിലും നിയമപരമായ പ്രശ്നത്തിലേക്ക് ചെന്ന് ചാടും എന്നുള്ള തോന്നൽ എനിക്കില്ല. മുഖ്യമന്ത്രിക്ക് അങ്ങനത്തെ ഭയമുള്ളതായിട്ട് എനിക്ക് തോന്നുന്നുമില്ല.
നമ്മളിപ്പോൾ കറക്ഷൻ എന്തൊക്കെ വേണം എന്നുള്ളത് പറഞ്ഞു പറഞ്ഞു പോവുമായിരുന്നു. പക്ഷെ ഒരു കൺക്ലൂഷൻ എന്നുള്ള നിലയിൽ തിരുത്തലുകൾ അനിവാര്യമാണ് എന്നുള്ളത് ഉറപ്പാണ്. ഈ രീതിയിൽ മുന്നോട്ട് പോകാൻ പറ്റില്ല. തെരഞ്ഞെടുപ്പുകൾ വരുന്നു. ഇടതുപക്ഷം ഇവിടെ നിലനിൽക്കേണ്ടത് അത്യാവശ്യമാണ്. എന്തെല്ലാം തിരുത്തൽ നടപടികൾ അടിയന്തരമായി ചെയ്യേണ്ടതുണ്ട്? ലോങ് ടേം, ഷോർട്ട് ടേം എന്തെല്ലാം ആവശ്യമുണ്ട്? ആം, ഏറ്റവും ആദ്യം ചെയ്യണമെന്ന് ഞാൻ വിശ്വസിക്കുന്നത് ഇന്ന് നാളെ ചെയ്യേണ്ട കാര്യം എന്നുള്ളത് പി ശശിയെ ആസ്ഥാനത്ത് നിന്ന് മാറ്റുക, ശ്രീ എം ആർ അജിത് കുമാറിനെ സസ്പെൻഡ് ചെയ്യുക, നിർബന്ധമായിട്ട് അദ്ദേഹത്തെ അവിടെ നിന്ന് മാറ്റുക, ക്രിമിനൽ ഇൻവെസ്റ്റിഗേഷൻ തുടങ്ങുക. അതായത് ഡി ജി പിയും മുഖ്യമന്ത്രിയും തമ്മിലുള്ള ഒരു കച്ചവടമല്ല. FIR രജിസ്റ്റർ ചെയ്ത് ക്രിമിനൽ ഇൻവെസ്റ്റിഗേഷൻ തുടങ്ങുക, എന്നിട്ട് അതുമായിട്ട് മുമ്പോട്ട് പോവുക. ഇത് ഇമ്മീഡിയറ്റ് ആയിട്ട് ചെയ്യേണ്ട കാര്യമാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആലോചിക്കണം, CPM ആലോചിക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്ന കാര്യം എന്നുള്ളത് മുഖ്യമന്ത്രി, ആഭ്യന്തരമന്ത്രി ആ വകുപ്പിന് ചുമതലയിരിക്കുന്ന അദ്ദേഹത്തെ ഒഴിവാക്കുക. അദ്ദേഹം ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്, പ്രായമായിട്ടുണ്ട്, വളരെ സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങൾ അദ്ദേഹത്തിന് ശ്രദ്ധ കൊടുക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ആഭ്യന്തര വകുപ്പിൽ ഒരു നയം ഉണ്ടാക്കണം എന്നുള്ള കാര്യം CPM തീരുമാനിക്കുക. ഈ നയം തെറ്റിപ്പോയി എന്നുള്ള കാര്യം CPM അംഗീകരിക്കണം. എന്നിട്ടൊരു നയം സാധാരണഗതിയിൽ അല്ല, ഒരു നയം ഇല്ലേ? ആഭ്യന്തര വകുപ്പിന് ഒരു നയം ഇല്ലേ? നമ്മൾ കാണുന്ന നയം ഇതാണ്. ഈ നയം അല്ല, ശരിക്കും ഒരു നയം ഇല്ലേ? ഇടതുപക്ഷത്തിന് ഒരു പോലീസ് നയം ഇല്ല? ഞാൻ കണ്ടിരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പോലീസ് നയം എന്നുള്ളത് ഇതല്ല. അതിന് യാതൊരു തർക്കവുമില്ല. ഇങ്ങനെ സ്വതന്ത്ര പോലീസ് എന്ന് പറഞ്ഞ അല്ല, ഞാൻ ചോദിക്കണം, അത് ഉണ്ടാക്കേണ്ടതുണ്ടോ? ഇല്ലേ? നടപ്പാക്കിയ പോരെ? അത് 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 പ്രത്യേകിച്ച് നമ്മൾ സ്വർഗത്തിൽ നിന്ന് കണ്ടുപിടിച്ചുകൊണ്ട് വരേണ്ട ഒരു ആവശ്യമില്ലെന്നേ. അത് മാനിഫെസ്റ്റോയിൽ പറഞ്ഞിട്ടുണ്ട്. ആ നയം അങ്ങ് നടപ്പാക്കിയാൽ മതി. ആ നയം നടപ്പാക്കിയാൽ മതി. അതിന് പകരം ഈ സ്വതന്ത്ര പോലീസ് നമ്മൾ പറയുന്നത്, അങ്ങനെ മുഖ്യമന്ത്രി പറഞ്ഞിട്ടൊന്നുമില്ല. പക്ഷെ മുഖ്യമന്ത്രി പറയാതെ പറയുന്നത് ഈ സ്വതന്ത്ര പോലീസ് എന്നുള്ളതാണ്. പോലീസിന്റെ ഒപ്പം സർക്കാർ നിൽക്കും എന്നുള്ള തൊട്ടുള്ളൊരു, അങ്ങനെയല്ല. സർക്കാരിന്റെ ഒപ്പം പോലീസാണ് നിൽക്കേണ്ടത്. ആ നയം നേരെ തിരിച്ചിടാനുള്ള അതാണ് CPM ചെയ്യേണ്ടത്. ഒന്നുകിൽ മുഖ്യമന്ത്രി ആ നയം മാറ്റുക, അല്ലെങ്കിൽ മുഖ്യമന്ത്രിയെ മാറ്റുക ആ വകുപ്പിൽ നിന്ന്. എന്നിട്ട് മനുഷ്യർക്ക് ജനങ്ങൾക്കൊപ്പം നിൽക്കുന്ന ഒരു പോലീസ് നയം കൊണ്ടുവരാൻ പറ്റുന്ന ഒരാളെ കണ്ടുപിടിക്കുക, എന്നിട്ട് ആ നയം നടപ്പാക്കുക. അത് ചെയ്യാതെ മുമ്പോട്ട് പോകാൻ പറ്റും എന്ന് എനിക്ക് തോന്നുന്നില്ല. ബാക്കിയുള്ള കാര്യങ്ങളിലൊക്കെ ഇപ്പം മുഖ്യമന്ത്രിയെക്കുറിച്ച് വേഗം നിങ്ങൾ ഈ പറയുന്ന പോലത്തെ കാര്യങ്ങൾ ഞാനും കേൾക്കുന്നു. എനിക്കത് വിശ്വസിക്കാനുള്ള ഒരു കാരണവുമില്ല. ഇതൊക്കെ പിന്നെ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിലൊരു നടപടിയൊന്നും വരാതിരിക്കും മനുഷ്യർക്ക് കഥ ഉണ്ടാക്കാൻ യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാത്ത ആളുകളാണ് നമ്മുടെ നാട്ടിൽ. പിന്നെ എന്ത് വേണമെങ്കിലും പറയാം. പിണറായി വിജയൻ പുട്ടിൻ കഴിഞ്ഞാൽ പിന്നെ പിണറായി വിജയനാണെന്നൊക്കെ മനുഷ്യർക്ക് പറയാം, ഹാജി മസ്താനാണെന്ന് പറയാം, അതൊക്കെ മനുഷ്യർക്ക് പറയാം. അതിനിപ്പോൾ നമുക്കിപ്പോൾ അതൊക്കെ പറയാനുള്ള അവകാശം നമ്മുടെ നാട്ടിലെ മനുഷ്യർക്കുണ്ട്. അതുകൊണ്ട് ഞാനും കേൾക്കുന്നുണ്ട്. ഈ പാർട്ടിക്ക് വേണ്ടി ജീവിതകാലം മുഴുവൻ കൊണ്ടുനടന്ന മനുഷ്യർ, ഇതിനെ ഇപ്പോഴും സ്നേഹിക്കുന്ന മനുഷ്യർ, അവരുടെ അധ്വാനത്തിൻ്റെ ഫലമായി കിട്ടുന്ന പണത്തിൻ്റെ വലിയൊരു ഭാഗം പാർട്ടിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് വേണ്ടി ചെലവാക്കുന്ന മനുഷ്യർ, ഇവരൊക്കെ അങ്ങേറ്റം നിരാശരാണ്. ഇവർക്കാർക്കും പിണറായി വിജയനെ കുത്തിക്കൊല്ലാനുള്ള ദേഷ്യമൊന്നുമില്ല. ഇവർ പക്ഷെ അങ്ങേറ്റം നിരാശരാണ്. പക്ഷെ അദ്ദേഹത്തിന്റെ അടുത്ത് നിന്ന് ചിലപ്പോഴൊക്കെ ചില എക്സ്പ്ലനേഷനുകളെങ്കിലും ആളുകൾ ആഗ്രഹിക്കുന്നുണ്ട്, ചില വിശദീകരണങ്ങൾ, അല്ലെങ്കിൽ എന്തെങ്കിലും വലിയ സംഭവങ്ങൾ. ഇപ്പോൾ എതിർപക്ഷം മാത്രം ഇങ്ങനെ സംസാരിക്കുക, മാധ്യമങ്ങൾ പറയും ചെയ്യുന്നതല്ലാതെ പിണറായി വിജയൻ ചില കാര്യങ്ങളിലൊക്കെ എന്താണ് പറയാനുള്ളതെന്ന് അറിയാൻ ജനങ്ങൾക്ക് അവകാശമുണ്ട്. പിണറായി വിജയൻ ഇപ്പോഴും കേരളത്തിലെ ഏറ്റവും സെയിലബിൾ ആയിട്ടുള്ള കമ്മ്യൂണിക്കേറ്ററാണ്. എൻ്റെ പണി എഡിറ്റിംഗ് ആണ്. അപ്പോൾ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, ഒരു വാക്ക് പോലും നമുക്ക് അതിനകത്ത് എഡിറ്റ് ചെയ്ത് കളയാനില്ല. മുഖ്യമന്ത്രി പറയുന്നതൊക്കെ വളരെ കൃത്യമാണ്. പക്ഷെ വിശദീകരണങ്ങൾ കൊണ്ട് കാര്യമില്ലെന്നേ. ഇതാണ് ഞാൻ പറയാം. അതായത് മുഖ്യമന്ത്രി പറഞ്ഞ 2 ഉദാഹരണങ്ങൾ കൂടി ഞാൻ പറയാം. ഒന്ന്, പിന്നെ ഈ നമ്മുടെ പന്തീരാങ്കാവ് കേസിലെ കുട്ടികളുടെ പേര് പറഞ്ഞു വന്നു. രണ്ടാമത്തെ കരുവന്നൂർ കേസ്. ഈ കരുവന്നൂർ കേസിൽ ഈ രേഖകൾ ആദ്യത്തെ അന്വേഷണം തുടങ്ങി ആദ്യത്തെ ഒരു മാസം, അതായത് 2021 ജൂൺ മാസത്തിലാണ് പരാതി കിട്ടുന്നത് എനിക്ക് തോന്നുന്നു. ജൂൺ മാസത്തിലാണെന്ന് എനിക്ക് തോന്നുന്നു. ജൂൺ ജൂലൈ എനിക്ക് ഏകദേശം ഒരു മാസത്തോളം പോലീസ് ആ കേസ് വൃത്തിയായിട്ട് അന്വേഷിച്ചു. പിന്നെ ഒരന്വേഷണവും മുമ്പോട്ട് പോയില്ല. അതിനുശേഷം 1 വർഷം കഴിഞ്ഞിട്ടാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വരുന്നത്. ഇപ്പോൾ കേരള പോലീസിന്റെ ന്യായമായിട്ട് മുഖ്യമന്ത്രി പറഞ്ഞത് എന്താണ്? ഈ രേഖകളൊക്കെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പിടിച്ചെടുത്തുകൊണ്ട് പോയി എന്നുള്ളത്. എവിടെയായിരുന്നു കേരള പോലീസ്? എന്തിനാണ് മുഖ്യമന്ത്രി അങ്ങനത്തെ ഒരു ന്യായീകരണം പറയുന്നത്? ഈ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വരുന്നത് 1 വർഷത്തിന് ശേഷമാണ്. പിറ്റേ വർഷം ഓഗസ്റ്റ് മാസത്തിലാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വരുന്നത്. 1 വർഷം ഉണ്ടായിരുന്നു കേരള പോലീസിന് കേസ് അന്വേഷിക്കാൻ വേണ്ടിയിട്ട്. എന്ത് ന്യായീകരണമാണ് മുഖ്യമന്ത്രിക്ക് പറയാനുള്ളത്? എന്ത് ന്യായീകരണമാണ് കേരള പോലീസിന് പറയാനുള്ളത്?
ഈ പറയുന്ന ഈ കേരള പോലീസ് പറയുന്ന ന്യായം മുഖ്യമന്ത്രി ചോദിക്കേണ്ടത്, നിങ്ങൾ എന്ത് വർത്തമാനമാണ് ഈ പറയുന്നത്? ഈ ഈ ഈ- അതിന് പകരം എന്താ ചെയ്ത്? നിങ്ങൾ ആ കരുവന്നൂർ ബ്രാഞ്ച് ഇരിക്കുന്ന, കരുവന്നൂർ ബാങ്ക് ഇരിക്കുന്ന അവിടുത്തെ തെരഞ്ഞെടുപ്പിന്റെ വോട്ടിന്റെ നില നിങ്ങൾ നോക്കണം. BJPക്ക് ഓരോ വോട്ടില്ലാതിരുന്നിടത്ത് BJP മിക്കവാറും ബൂത്തിൽ അവിടെ ലീഡ് ചെയ്യുകയാണ്. മനുഷ്യരുടെ ചെറിയ ചെറിയ അല്ല, അതിലൊക്കെയുള്ള പൈസകളാണ്. പ്രശ്നങ്ങളിലുള്ളവർക്കെതിരെ നടപടിയെടുക്കാൻ എന്ത് തടസ്സമുള്ളത്? ആരെങ്കിലും അഴിമതി കാണിച്ചിട്ടുണ്ടെങ്കിൽ അവർക്കെതിരെ നടപടിയെടുക്കണം, പൈസ കട്ടവരുടെ അടുത്ത് നിന്ന് തിരിച്ചു വാങ്ങിക്കണം, ജയിലിലടയ്ക്കാൻ. അതൊന്നും പ്രശ്നം. അതൊന്നും വളരെ ചെറിയ അതൊന്നും ദീപം വളരെ ചെറിയ പോടാ, അതൊന്നും അതൊന്നും വളരെ ചെറിയ നെക്സസ് അല്ല അത്. പോടാ. അതിൽ നിന്നും അതൊക്കെ മുഖ്യമന്ത്രി പിന്നെ ആ, കണ്ണടച്ചു എന്നുള്ളതാണ് ഞാൻ കണക്കാക്കുക. അതല്ലെങ്കിൽ മുഖ്യമന്ത്രി ഈ പോലീസുകാരൻ പറയുന്നത് വിശ്വസിച്ചു. അതൊന്നും ശരിയായ കാര്യമല്ലല്ലോ. അവിടെ നടന്നത് എന്ന് പറയുന്നത് വളരെ സാധാരണക്കാരായ മനുഷ്യർ അവരുടെ ജീവിതത്തിന് സമ്പാദ്യം മുഴുവൻ കൊണ്ടുപോയിട്ടിരിക്കുന്ന ബാങ്കിൽ എനിക്ക് അംഗീകരിക്കാൻ പറ്റാത്തൊരു കാര്യമാണ് അത്. ഒരു മനുഷ്യൻ, അയാൾ 28 ലക്ഷം രൂപ മറ്റോ അയാളുടെ ബാങ്കിലുണ്ടായിരുന്നു. അയാൾക്ക് ക്യാൻസർ പേഷ്യൻ്റ് ആണ് അയാൾ. അയാൾ ചികിത്സിക്കാൻ വേണ്ടി പൈസ ചോദിച്ചപ്പോൾ ഇവർ കുറേശ്ശെ പൈസ, അപ്പോൾ അയാളെ പത്രക്കാരെ മറ്റോ കണ്ടു. അപ്പം അവിടുത്തെ MLA ആയിട്ടുള്ള ബിന്ദു ടീച്ചർ പറയാണ്, പിന്നെ അയാൾക്ക് ചികിത്സയ്ക്ക് ആവശ്യത്തിനുള്ള പൈസ ഒക്കെ നമ്മൾ കൊടുക്കുന്നുണ്ട്, പിന്നെ തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ ഗംഭീരമായിട്ടുള്ള ചികിത്സയുണ്ട് എന്ന്. ഏത് ലോകത്താണ് ഇവർക്ക് ജീവിച്ചിരിക്കുന്നത്? എന്ത് എന്ത് ഹുങ്കാണ് ആ വർത്തമാനം? ഒരാൾ ക്യാൻസർ പേഷ്യൻ്റ് ആയിട്ടുള്ള ഒരാൾ എവിടെയാണ് ചികിത്സിക്കേണ്ടത് എന്ന് ഈ വർത്തമാനം ക്യാബിനറ്റ് മീറ്റിൽ ടീച്ചർ പറയുമോ? ക്യാൻസർ പേഷ്യൻ്റ് തൃശ്ശൂർ ഹോസ്പിറ്റലിൽ വന്ന് ചികിത്സിച്ചാൽ മതി എന്ന് പറയുമോ? അല്ല, ഇവരാരും പൊതുവെ സർക്കാർ ആശുപത്രികളിലെ ട്രീറ്റ്മെന്റ് എടുക്കുന്നുമില്ല, മന്ത്രിമാരും ഒന്നും. എനിക്കറിയത്തില്ല. ഇപ്പോൾ തിരുവനന്തപുരത്ത് ഹോസ്പിറ്റലിൽ ആൾക്കാർ പോയി ചികിത്സിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അതല്ല, ഒരു മനുഷ്യൻ അയാൾ എവിടെ പോയി ചികിത്സിക്കണമെന്ന് തീരുമാനിക്കുന്നതിനെ കുറിച്ച് പറയാൻ മന്ത്രി ആരാണ്? അവർക്ക് എന്ത് അധികാരമാണുള്ളത്? അവർ പറയുന്ന ഹുങ്കല്ലേ ഞങ്ങൾ തീരുമാനിക്കുമെന്ന് പറയുന്നത്. തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ ചികിത്സ ഉണ്ടെങ്കിൽ നല്ല കാര്യം. ആ ചികിത്സ നേടണോ, വേറെ ചികിത്സയ്ക്ക് പോകണോ എന്നുള്ള കാര്യത്തിൽ സർക്കാരിൻ്റെ, ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞാൽ ഈ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് കൊടുക്കുന്ന പൈസ പോലും ഓട്ടോമേറ്റഡായി. ഒരുത്തന്നെ കാല് പിടിക്കണ്ട. ഒരുത്തൻ്റെ പഞ്ചായത്ത് മെമ്പറുണ്ട്, ഏതോ ഒരു മിനിമം ഒരു സർട്ടിഫിക്കേഷൻ മതി. ഒരുത്തന്നെയും കാണാൻ വേണ്ടി പോയി കെട്ടി നിൽക്കേണ്ട, ഒരുത്തന്നെയും കാല് പിടിക്കണ്ട, വെറും രേഖകൾ മാത്രം വെച്ചാൽ മതി. അപ്പോഴാണ് ഇവിടെ ഒരു മന്ത്രി പറയുന്നത് ഞാൻ പറഞ്ഞു കൊടുക്കാം എവിടെ ചികിത്സിക്കേണ്ടതെന്ന്. ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയല്ലേ? അതല്ലാതെ PhD ഇംഗ്ലീഷിലല്ലേ? ഓങ്കോളജിയിലല്ലല്ലോ. അവരെല്ലാം അവർക്ക് എന്ത് മര്യാദകേടാണ് അവർ പറഞ്ഞത്? ഇതൊക്കെ മനുഷ്യരുടെ ഉള്ളിലുണ്ടത്. അങ്ങനെയൊക്കെ വരുമ്പോൾ ഈ മൗനങ്ങളൊക്കെ കാണുമ്പോഴാണ് നമ്മൾ നേരത്തെ പറഞ്ഞ പിണറായി വിജയനെ കുറിച്ചുള്ള തിയറികൾ ഉണ്ടാകുന്നത്. മനുഷ്യർക്ക് പറയാം. പിന്നെ നവകേരള സദസ്സ് ഞാൻ ഇടയ്ക്ക് ചോദിക്കണം എന്ന് വിചാരിച്ചൊരു ചോദ്യം തന്നെയായിരുന്നു. നവകേരള സദസ്സും അതുമായി ബന്ധപ്പെട്ട അക്രമങ്ങളും പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രി അതിനെക്കുറിച്ച് ഇത് രക്ഷാപ്രവർത്തനാണെന്നുള്ള രീതിയിലുള്ള ന്യായീകരണങ്ങളും അതിൽ വരുന്ന കേസുകളൊക്കെ. അതേസമയം അതിനേക്കാൾ സുപ്രധാനമായ പല കാര്യങ്ങളും ഇവിടെ കേസെടുക്കാതിരിക്കുക, ആരും ജയിലിൽ പോകാതിരിക്കുകയും ചെയ്യുന്നു. എനിക്ക് ഇപ്പോഴും മനസ്സിലാത്ത കാര്യമാണ് അദ്ദേഹം പിന്നെയും ഈ നവകേരള സദസ്സ് നടന്ന അന്ന് ന്യായീകരിച്ചാൽ അതെനിക്കും മനസ്സിലാവും. കാരണം അതിന് പിറകെ നടന്ന കാര്യങ്ങൾ ചിലപ്പോൾ പുള്ളി കണ്ടിട്ടുണ്ടാവില്ല. പുള്ളി ചാടുന്നു, ആൾക്കാർ പിടിച്ചു മാറ്റുന്നു എന്നുള്ളത് മാത്രമേ കണ്ടിട്ടുള്ളൂ. അതിനുശേഷം ആ മനുഷ്യരെ ഭീകരമായിട്ട് ആക്രമിച്ചെന്നും അവരുടെ പേരിൽ വധശ്രമത്തിന് പോലീസ് കേസെടുത്തു എന്നുള്ള കാര്യം ആഭ്യന്തരമന്ത്രിക്ക് അറിയാമല്ലോ. എന്നിട്ട് അദ്ദേഹം കാണുക എന്ന് പറയുന്നത് ആ ഒരു നിമിഷത്തെ പിണറായി വിജയൻ എന്നൊരു മനുഷ്യൻ കാണുന്ന കാഴ്ചയാണ്. അത് കഴിഞ്ഞ ഉടനെ അദ്ദേഹം ആഭ്യന്തരമന്ത്രി ആവുന്നുണ്ടല്ലോ. അപ്പൊ അതാണ് ഞാൻ പറയുന്നത്. കാഴ്ച അതല്ലല്ലോ. അന്ന് വൈകുന്നേരം ഇദ്ദേഹം ഇതേ കണ്ടിട്ടുള്ളൂ. ചിലപ്പം പല സംഭവങ്ങൾ നടക്കുന്നു, അതിൻ്റെ കൂട്ടത്തിൽ ഇത് നടക്കുന്നു എനിക്ക് പറഞ്ഞാൽ മനസ്സിലാവും. അതിൻ്റെ പേരിൽ പ്രതിപക്ഷം വലിയ ആക്ഷേപം ഉന്നയിക്കുകയും പോലീസ് കേസെടുക്കുകയും ചെയ്യുമ്പോൾ ആഭ്യന്തരമന്ത്രി അത് അറിയണ്ടേ? എന്നിട്ട് അദ്ദേഹം വീണ്ടും ന്യായീകരിച്ചു. എന്നിട്ട് അതിനുശേഷം മാസങ്ങൾക്ക് ശേഷം പിന്നെ ന്യായീകരിച്ചു. അടുത്ത ദിവസം പറഞ്ഞില്ല, ഞാൻ കണ്ടത് എനിക്ക് പറയാൻ പറ്റുമെന്ന്. പറയാൻ പറ്റുള്ളൂ. അത് വ്യക്തികൾ എന്ന നിലയ്ക്ക് എനിക്കോ നിങ്ങൾക്കോ പറ്റാം. നാടിൻ്റെ ആഭ്യന്തരമന്ത്രിക്ക് അത് പറ്റത്തില്ല. ആഭ്യന്തരമന്ത്രി മാത്രമല്ല, അദ്ദേഹം അതിനകത്ത് ഇൻവോൾവ് ആണ്. അദ്ദേഹം യാത്ര ചെയ്തിരുന്ന വണ്ടിക്ക് മുമ്പ് അതിൽ അദ്ദേഹത്തിന് യാതൊരു തരത്തിലുള്ള ധാർമ്മികമായ ഉത്തരവാദിത്വമില്ലേ? മനുഷ്യർ രാഷ്ട്രീയ പ്രവർത്തനം നടത്തില്ലേ? ഈ രാജ്യത്ത് മുഖ്യമന്ത്രിക്കെതിരെ പ്രതിഷേധ പ്രകടനം നടത്താൻ വേണ്ടിയിട്ട് നമ്മുടെ നാട്ടിലെ മനുഷ്യർക്ക് അവകാശമില്ലേ? അങ്ങനെ ഇനിയിപ്പം മുഖ്യമന്ത്രിയുടെ സുരക്ഷയെ ആണ് പ്രശ്നമെങ്കിൽ അതിന് വേണ്ടിയിട്ടല്ലേ ഈ നാട്ടിൽ പോലീസ് ഉള്ളത്? ഇനി ഇതിനകത്ത് വേറൊരു കാര്യം ആലോചിച്ച് നോക്കി. ഈ DYFIക്കാരുടെ പേര് കേസാണ്, വധശ്രമത്തിന് കേസാണ് ഈ മനുഷ്യരുടെ പേരിൽ. എന്താവശ്യത്തിനാണ് ഈ DYFIക്കാർ അവരുടെ ജീവിതകാലം മുഴുവൻ കളഞ്ഞ് ഈ കേസിന്റെ പുറകെ നടക്കുന്നത്? ഇതിന് വീഡിയോയും ഒക്കെ ഉള്ളതാണ്, തെളിവുകളുണ്ടാവും, സാക്ഷികളുണ്ടാവും. ഈ കേസിൽ ശിക്ഷിക്കപ്പെട്ടെങ്കിൽ എന്താവശ്യത്തിനാണ്? ഈ മനുഷ്യരുടെ ഒരു തരത്തിലുള്ള പൊളിറ്റിക്കൽ മെസ്സേജും കൊടുക്കാത്ത ഒരു കാര്യത്തിന് വേണ്ടി എന്തിനാണ് മനുഷ്യരെ പിന്നെ നിങ്ങൾ ബലിയാടാക്കുന്നത്? ഇപ്പം സുനിത നേരത്തെ ചോദിച്ചില്ലേ പൊളിറ്റിക്കൽ ആക്രമണങ്ങൾ നിന്നല്ലോ എന്ന്. എങ്ങനെയാണ് നിന്നത്?
കഴിഞ്ഞ ഇപ്പോൾ രണ്ടു രാഷ്ട്രീയ മൂന്ന് വർഷമായി കൊലപാതകങ്ങൾ, രാഷ്ട്രീയ രാഷ്ട്രീയ കൊലപാതകം കൊലപാതകം. എത്ര ഈ കഴിഞ്ഞ 2 വർഷത്തിലും നമ്മൾ അധികം കണ്ടില്ല. അതിനു മുമ്പുള്ള തെരഞ്ഞെടുപ്പിന് മുമ്പുള്ള എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു 2 വർഷത്തിനുള്ളിൽ 8 9 ചെറുപ്പക്കാരെ CPM-കാരെ പലരായിട്ട് കൊന്നു. CPM തിരിച്ചടിക്കാൻ വേണ്ടി പോയില്ല. ഉം. പഴയ വരമ്പത്ത് കൂലി ഡോക്ടറിനെ അവരുപേക്ഷിച്ചു. പിന്നെ CPM തിരിച്ചടിക്കാൻ പോയില്ല. അങ്ങനെ വന്നു കഴിഞ്ഞപ്പം എത്ര ചെറുപ്പക്കാരെ തൃശ്ശൂരുണ്ടായിരുന്ന ഒരു പയ്യൻ, ഹെഫ്റ്റി ആയിട്ടുള്ള ഒരു മനുഷ്യൻ, അയാൾ ചുമട്ടുതൊഴിലാളിയോ മറ്റാണ്, കണ്ട ചുമട്ടുതൊഴിലാളിയോ നിർമ്മാണ തൊഴിലാളിയോ മറ്റാണ്, ഒരു 6 അടി പൊക്കം കാണും, അതിനൊത്ത വണ്ണവും, ബ്രാഞ്ച് സെക്രട്ടറി മറ്റായിരുന്നു എനിക്ക് തോന്നുന്നു. ഗംഭീര കേഡർ. അവർ ഒറ്റ കുത്തിനാണ് കൊന്നത്. എന്നുവെച്ചാൽ അതിൻ്റെ അർത്ഥം കൊല്ലാൻ വേണ്ടി തന്നെ വന്നതാണ്. പത്തനംതിട്ട വേറൊരു ചെറുപ്പക്കാരൻ, അവനെ കൊല്ലാൻ വേണ്ടി തന്നെ ചെന്നതാണ്. എന്നുവെച്ചാൽ പ്ലാൻ ചെയ്ത് CPM-ന്റെ കേഡേഴ്സിനെ കൊന്നിട്ട്, അങ്ങനെയുള്ള CPM കേഡർമാരുടെ ചോര കൊണ്ടാണ് രണ്ടാമത്തെ സർക്കാർ ഉണ്ടായത്. നമ്മൾ കാണുന്ന മറ്റുള്ള കിറ്റ് മാത്രമല്ല, ഏതെങ്കിലും ഒരു കേസിൽ തിരിച്ചടിച്ചായിരുന്നെങ്കിൽ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരെ തിരിച്ചടി CPM-മാർക്ക് തിരിച്ചടിക്കാൻ അത്ര ബുദ്ധിമുട്ടൊന്നുള്ളത് നടന്നല്ലേ. അവരത് വേണ്ടാന്ന് വെച്ചു. അത് ഈ സർക്കാരിനെ സൃഷ്ടിക്കാൻ വേണ്ടി കൂടെ, സർക്കാരിനെ നിലനിർത്താൻ വേണ്ടി കൂടെയാണ്. ആ സർക്കാരിൽ ഇരുന്നു കൊണ്ടാണ് പിണറായി വിജയൻ അദ്ദേഹത്തിന്റെ ഈ വിചിത്രമായിട്ടുള്ള പോലീസ് നയം നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. അവർക്കൊക്കെ എത്ര ഭരണപക്ഷത്തുള്ള MLA ആയ PV അൻവർ എന്തുകൊണ്ട് ഇത് ചെയ്തു എന്നുള്ളൊരു ചോദ്യത്തിന്റെ ഉത്തരാണിത്. ഈ പോലീസ് നയം കൊണ്ടും ഈ ആഭ്യന്തര വകുപ്പ് കൊണ്ടും ഏറ്റവും കൂടുതൽ കഷ്ടപ്പെടുന്ന ഇടതുപക്ഷത്ത് നിൽക്കുന്ന സാധാരണക്കാരായ മനുഷ്യരാണ്. അതുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞ ദിവസം അദ്ദേഹം അൻവർ ഷെയർ ചെയ്ത ഒരു ഞാൻ വായിച്ചിരുന്നു. ഒരു മലപ്പുറം ജില്ലയിൽ ഒരു പാവപ്പെട്ട മനുഷ്യൻ അദ്ദേഹത്തിന് ടിപ്പർ ലോറി കൊണ്ടുപോയി കൊടുത്തു. അത് എങ്ങനെയാണ് പോലീസുകാരൻ ട്രാപ്പ് ചെയ്ത് ഒരു മനുഷ്യനെ ഇല്ലാണ്ടാക്കിയതെന്ന്. അയാൾ ഏരിയ കമ്മിറ്റി മെമ്പറായ CPM ഏരിയ കമ്മിറ്റി മെമ്പറായിരുന്ന ഒരു മനുഷ്യൻ ലീവ് എടുക്കാൻ വേണ്ടി ജീവിക്കാൻ വേണ്ടിയിട്ട് ഒരു ടിപ്പർ ഓടിച്ചു. അപ്പോൾ അയാൾ പറഞ്ഞു, ഞാൻ മണ്ണിടിക്കലോ ഏതെങ്കിലും തരത്തിലുള്ള നിയമവിരുദ്ധ പ്രവർത്തനത്തിനാണെങ്കിൽ ഞാൻ ഇല്ല എന്ന് പറഞ്ഞപ്പോൾ, അതില്ല, ലൈഫിൽ വീട് പണിയാൻ വേണ്ടിയിട്ട് അതിനുള്ള മണ്ണ് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞ് അതിനുവേണ്ടി മണ്ണ് കൊണ്ടുപോയപ്പം അവിടെ കൊണ്ടുപോയി അവിടെ വണ്ടി തിരിക്കുന്നിടത്ത് എവിടെയോ ഇട്ട് പിടിച്ച് കുടുക്കി അയാളുടെ ജീവിതം ഇല്ലാണ്ടാക്കി. ഇമ്മാതിരിയുള്ള തോന്നിയാസം നടക്കുകയും CPM-ന്റെ നേതാക്കന്മാർക്ക് പോലും ജീവിക്കാൻ വയ്യാത്തൊരവസ്ഥ വന്നിട്ട്, ഞാനിതൊന്നും അറിഞ്ഞില്ലേ കേട്ടില്ലേ, സ്വതന്ത്ര പോലീസാണ് എന്നൊക്കെ പറയുന്നത് വലിയ മര്യാദകേടാണ്. അതിൻ്റെ അകത്ത് എനിക്ക് യാതൊരു സംശയമില്ല. ഇതിൽ മുഖ്യമന്ത്രി വല്ല നിവൃത്തി ഉണ്ടെങ്കിൽ CPM അദ്ദേഹത്തെ ഇനി അദ്ദേഹം ആ വകുപ്പിന് ചുമതലയിൽ തുടരേണ്ടതില്ല എന്ന് തീരുമാനിക്കാൻ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കാൻ കപ്പാസിറ്റിയുള്ള മനുഷ്യരാണ് ഇരിക്കുന്നത്. ഞാൻ പണ്ട് എഴുതിയിട്ടുണ്ട്. ഈ മുഖ്യമന്ത്രിയുടെ ഈ ന്യായീകരണം കേട്ട് മടുത്തിട്ട് ഞാൻ എഴുതിയിട്ടുണ്ട്. CPM-ന്റെ സംസ്ഥാന കമ്മിറ്റിയിലും സെക്രട്ടേറിയറ്റിലും ഇരിക്കുന്ന ഓരോ അംഗവും അവരവരുടെ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് മാത്രം ആ കസേരയിൽ പോയിരിക്കുന്നതാണ്. ഒരാളുടെ ഔദാര്യത്തിൽ കൊണ്ടുപോയിരിക്കുന്നതല്ല. ഒരാൾ സെക്രട്ടേറിയറ്റിലും സംസ്ഥാന കമ്മിറ്റിയിലും എന്തിനും ബ്രാഞ്ച് സെക്രട്ടറി തുടങ്ങി അങ്ങോട്ടിരിക്കുന്ന ഒരാളും ആരുടെയും ഔദാര്യം കൊണ്ട് കസേരയിൽ പോയിരിക്കുന്ന ആളുകളല്ല. അവരൊക്കെ അവരുടെ ജീവിതം കൊണ്ട് നടത്തിയ പ്രവർത്തനത്തിന്റെ കഴിവിന്റെ അടിസ്ഥാനത്തിൽ അവിടെ പോയിരിക്കുന്ന ആളുകളാണ്. എന്നിട്ട് എന്തുകൊണ്ട് പുറത്തു നിൽക്കുന്ന PV അൻവർ ഇത് പറയേണ്ടി വന്നു? അത് നമ്മൾ എന്തുകൊണ്ടാണെന്നുള്ളത് നമ്മൾ വളരെ സീരിയസ് ആയിട്ട് ആലോചിക്കേണ്ടിയിരിക്കുന്നു. ഞാനിത് ആലോചിക്കാറുണ്ട്. എന്തുകൊണ്ട് ഇവർക്ക് പറയാൻ വേണ്ടി പറ്റുന്നില്ല? എന്തുകൊണ്ട് CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി ഇരിക്കുന്ന ആൾക്കാർക്ക് മുഖ്യമന്ത്രിയുടെ മുഖത്ത് നോക്കി? കാരണം കമ്മ്യൂണിസ്റ്റുകാർ, ഞാൻ CPM-നെ സീരിയസ് ആയിട്ട് വിമർശിച്ചുകൊണ്ടിരുന്നപ്പം ഞാൻ സംസാരിക്കുന്ന ആളുകൾക്ക് ഒരാൾക്ക് വ്യക്തിപരമായിട്ടല്ല അവരതെടുക്കുക. നിങ്ങളുടെ പ്രൊഫഷണൽ ഡ്യൂട്ടിയാണ് എന്നുള്ള മട്ടിലാണ് അവരെടുക്കുക. ഒരു സഖാവ് മറ്റൊരു സഖാവിനെ വിമർശിക്കുമ്പോൾ ഞാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരനല്ല. ഞാൻ മനസ്സിലാക്കുന്നത് അതിൻ്റെ മെറിറ്റ് മാത്രമാണ്. ഒരു വ്യക്തി എന്ന നിലയ്ക്കല്ല വിമർശിക്കുന്നത്, ഒരാളുടെ പ്രവൃത്തിയാണ് വിമർശിക്കുന്നത്. ആഭ്യന്തരമന്ത്രിയുടെ നയത്തെ വിമർശിക്കുന്നത് പിണറായി വിജയനെ എന്ന മനുഷ്യനെ അല്ല വിമർശിക്കുന്നത്, ആഭ്യന്തരമന്ത്രിയായിട്ടുള്ള അയാളുടെ നടപടിയാണ് വിമർശിക്കുന്നത്. അങ്ങനെ ചെയ്യാൻ കപ്പാസിറ്റിയുള്ള മനുഷ്യരുണ്ടായിരിക്കണം അവിടെ. അതിൽ ആളുകൾക്ക് ഭയമാണ് എങ്കിൽ പിന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ദൈവം രക്ഷിക്കുമെന്ന് പറയുന്നൊരു മര്യാദകളുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് പറയാനും വയ്യ. അതല്ലെങ്കിൽ ഇല്ലാണ്ടായിപ്പോവും. എനിക്കതിൽ പ്രത്യേകിച്ച് സംശയമൊന്നുമില്ല. ഇപ്പം ഏതൊക്കെയോ പിന്നെ ബ്രാഞ്ച് സമ്മേളനങ്ങളിൽ ആളുകൾ ഇല്ലാതിരുന്നു എന്നുള്ളത് ഞാൻ ഒരു സ്ഥലത്ത് നിന്ന് വായിച്ചു. ബ്രാഞ്ച് സമ്മേളനങ്ങളിൽ മുഴുവൻ ആളുകളും വന്നില്ല. 14 പേരുടെ ബ്രാഞ്ചിൽ 14 പേരും ഇല്ല എന്ന് പറഞ്ഞു. എന്ത് അപകടകരമായൊരു അവസ്ഥയാണെന്ന് ആലോചിച്ചോക്കണം. നഷ്ടപ്പെട്ടിട്ടല്ലേ ആളുകൾ പോകാത്തത്? അങ്ങനെ ആളുകൾ ജീവിക്കുന്നത്. അത് പോയി. ഇപ്പൊ എനിക്കത് എന്റെ പേഴ്സണൽ ആയിട്ട് എനിക്കൊരു മാധ്യമപ്രവർത്തക എന്നുള്ള രീതിയല്ല, വ്യക്തിപരമായ എന്റെ വിഷമം എന്ന് പറയുന്നത്,
ഒരു വലിയൊരു ആങ്കർ പോയിന്റ് ആയിരുന്നു ഇത്. ഒരു ട്രസ്റ്റ്, ഒരു സുരക്ഷിതത്വ ബോധം അല്ലെങ്കിൽ ഒരു വിശ്വാസം. നമുക്ക് എന്തെങ്കിലും ഒരു ആവശ്യം വന്നാൽ പറയാം, അല്ലെങ്കിൽ മനസ്സിലാക്കാം, അല്ലെങ്കിൽ നമ്മളുടെ തൊട്ടടുത്തുള്ള ആൾക്കൊരു വിഷമം വന്നാൽ അത് കേൾക്കാൻ ഉടനെ ഒരാളുണ്ട് എന്നുള്ളൊരു ട്രസ്റ്റ് ഉണ്ടായിരുന്നു, ഒരു പ്രതീക്ഷയും കൂടിയായിരുന്നു. അതിന്റെ മങ്ങലേൽക്കുന്നുണ്ടോ എന്നുള്ളതാണ് എന്നെ ഇതിൽ വേദനിപ്പിക്കുന്ന ഏക കാര്യം. ഈ പ്രതീക്ഷ നമ്മളെ പോലുള്ള മനുഷ്യരുണ്ടാക്കിയ ഏറ്റവും വലിയ മനുഷ്യരിൽ ഒരാളാണ് ഈ പിണറായി വിജയൻ എന്ന് പറയുന്ന ആള്. ഒരു സമൂഹം ഒരുമിച്ചാണ് പ്രശ്നങ്ങളെ നേരിടുക എന്ന് നമ്മളെ മനസ്സിലാക്കിച്ചു തന്ന ആളാണ്. അത് തിയറിറ്റിക്കൽ അല്ല, പ്രാക്ടിക്കലായിട്ട് നമ്മളെല്ലാവരും കൂടി ഒരുമിച്ച് അങ്ങ് ഇറങ്ങുകയല്ലേ എന്ന് അദ്ദേഹത്തിൻ്റെ പേരിൽ പറയപ്പെട്ടതായി കേൾക്കുന്ന കാര്യങ്ങൾ ഉൾപ്പെടെ കിറ്റും പെൻഷനും അടക്കം ഒരാൾ ഒറ്റയ്ക്കല്ലെന്നും നിങ്ങളുടെ മുമ്പിൽ നിങ്ങളുടെ പുറകിൽ സർക്കാർ സമൂഹം ഉണ്ടെന്നും ഈ ഇപ്പം കഴിഞ്ഞ ഏറ്റവും അവസാനത്തെ ഈ മഴക്കാലത്തിൻ്റെ ഏതൊരു പ്രതിസന്ധി ഘട്ടത്തിലും ഒരു മലയാളി ഒറ്റയ്ക്കല്ല എന്ന് നമുക്ക് ഉറപ്പ് തന്ന് പ്രാക്ടിക്കലായിട്ട് പ്രായോഗികമായിട്ട് ഒരു മലയാളി ഒറ്റയ്ക്കല്ല എന്ന് മലയാളിയെ ബോധ്യപ്പെടുത്തി, ലോകത്തെല്ലായിടത്തുള്ള മലയാളിയെ ബോധ്യപ്പെടുത്തി തന്ന ഏറ്റവും വലിയ വ്യക്തിത്വമാണ് ഈ പിണറായി വിജയൻ എന്ന് പറയുന്ന മനുഷ്യൻ. പക്ഷെ പോലീസ് പിടിച്ചുകൊണ്ടുപോകുമ്പോൾ മാത്രം നമ്മൾ ഒറ്റയ്ക്കാണ്. അയാൾ എന്തുകൊണ്ട് ഇത് ചെയ്യുന്നു എന്നുള്ളത് അതിവിചിത്രമായിട്ടുള്ള ഒരു കാര്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാം. ചില കാര്യങ്ങൾക്ക് ഈ പണ്ട് എൻ്റെ ചെറുപ്പത്തിൽ ഞാൻ വായിച്ചിട്ടുണ്ട്, വിശദീകരിക്കാനാവാത്ത സംഭവം എന്ന് പറയുന്നത്. എന്തുകൊണ്ട് CPM-ന്റെ നേതൃതലങ്ങളിലുള്ള ആൾക്കാർക്ക് ഇത് ഇന്ന പ്രശ്നമുണ്ട് എന്ന് മുഖ്യമന്ത്രിയോട് ചൂണ്ടിക്കാണിക്കാൻ പറ്റുന്നില്ല? അതൊക്കെ ഇനി ഇവർക്കൊക്കെ അവരവരുടെ കസേരയോട്, ഞങ്ങൾ പണ്ട് തമാശയായിട്ട് പറയുന്നത്, എല്ലാവരും കസേരയിൽ മുമ്പോട്ടാണ് ഇരിക്കുന്നത്. ചില ആൾക്കാരുണ്ട് കസേര തിരിഞ്ഞിരിക്കുക, അത് കെട്ടിപ്പിടിച്ചിരിക്കുന്ന ആൾക്കാരുണ്ട്, തിരിഞ്ഞ് കസേരയിലേക്ക് ഇരിക്കുന്ന ആൾക്കാർ. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒക്കെ നേതൃത്വ നിരയിൽ തിരിഞ്ഞിരിക്കുന്ന ആൾക്കാരുണ്ട് എന്ന് വിശ്വസിക്കാൻ വലിയ ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അങ്ങനെയല്ല എങ്കിൽ നേരെ ഇരിക്കുന്ന ആൾക്കാരാണെങ്കിൽ അവർക്ക് നേരെ മുഖ്യമന്ത്രിയോട് കാര്യങ്ങൾ പറയാം. കാരണം ഞാൻ ആദ്യം ചോദിച്ച ചോദ്യത്തിൽ തന്നെ അവസാന ചോദ്യം എത്തി നിൽക്കുകയാണെ. ഇപ്പൊ കോടിയേരി ബാലകൃഷ്ണൻ പിണറായി വിജയനും തമ്മിലുള്ള ഒരു വ്യത്യാസമാണ് ഞാൻ ചോദിച്ചത്. അപ്പൊ അച്യുതാനന്ദൻ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ കോടിയേരി ബാലകൃഷ്ണൻ പാർട്ടി സെക്രട്ടറി ആയിരുന്ന ആ ഒരു കാലത്ത് മുഖ്യമന്ത്രിയോളമോ അതിനേക്കാൾ കൂടുതലോ പവറുള്ള പിണറായി വിജയനും കോടിയേരി ബാലകൃഷ്ണനും ഒക്കെ പുറത്തുണ്ടായിരുന്നു, തിരുത്താൻ, നിർദ്ദേശങ്ങൾ പറയാൻ, അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങൾക്കും. പക്ഷെ പിണറായി വിജയൻ മുഖ്യമന്ത്രി ആയി കഴിയുമ്പോൾ അങ്ങനെ ആളുണ്ടോ? ആരെങ്കിലും ഉണ്ടോ നമുക്ക് അങ്ങനെ ഒരു? ആരുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല, ഇതുവരെ തോന്നുന്നില്ല. കോടിയേരി ബാലകൃഷ്ണൻ സെക്രട്ടറി ആയിരുന്നിടത്തോളം കാലം അവർ തമ്മിലുള്ള വലിയ പേഴ്സണൽ ഇക്വേഷൻ വളരെ വലുതായിരുന്നു. പിന്നെ കോടിയേരി ബാലകൃഷ്ണൻ വലിയ ഷോക്ക് അബ്സോർബർ ആയിരുന്നു എന്നുള്ളതാണ്. പാർട്ടിയിലെങ്കിലും അദ്ദേഹം വലിയ ഷോക്ക് അബ്സോർബർ ആയിരുന്നുള്ളത്. പക്ഷേ ഈ കാര്യങ്ങളിൽ മുഖ്യമന്ത്രിയോടും പറയാൻ കാരണം കോടിയേരി ബാലകൃഷ്ണൻ അറിയാവുന്നതാണ് ഈ പോലീസ് നായി എവിടെയാണ് കൊണ്ടുപോയി എത്തിക്കുന്നത് എന്നുള്ളത്. അദ്ദേഹം പിന്നെ രോഗത്തിന്റെ ബാധയിൽപ്പെടുന്നതിന് മുമ്പ് തന്നെ ഈ പണി തുടങ്ങിയതാണല്ലോ. അന്ന് അദ്ദേഹം എന്തുകൊണ്ട് മുഖ്യമന്ത്രിയോട് അത് പറഞ്ഞില്ല എന്നുള്ളത് എനിക്ക് തോന്നുന്നു അത് കുറച്ച് പ്രതിരോധത്തിലായി പോയില്ലേ. ബിനീഷ് കോടിയേരി ഇതുപോലെ അകത്തായി വളരെ വിഷമകരമായ അവസ്ഥയിൽ കൂടെ കടന്നുപോയി. ബിനീഷ് കോടിയേരിയുടെ കേസിലും വലുതായി ചർച്ച ചെയ്യേണ്ട വിഷയമൊക്കെ തന്നെയാണ്. ഒന്നും ഇതുപോലെ ഒന്ന് ഇടപെടാനോ ചെയ്യാനോ ഒന്നും പറ്റിയില്ലല്ലോ. എനിക്കൊന്ന് അതൊക്കെ പിന്നീടാണ് വരുന്നത്. എന്തുകൊണ്ടാണ് നിലമ്പൂർ വെടിവെച്ച് വന്നു കഴിഞ്ഞപ്പം അങ്ങനെ പറയുന്നത്? അതൊക്കെ ഭയങ്കര അങ്ങ് ഉറച്ചു നിൽക്കുകയാണ് പിണറായി വിജയന് പുറകെ. ഇതാണ് അദ്ദേഹം പറയുന്നതാണ് ശരി. അതെങ്ങനെയാണ് ശരിയാവുന്നത്? എന്നെ പോലെ പുറത്തു നിൽക്കുന്ന ഒരാൾ വിമർശിക്കാൻ പോലും പറ്റില്ലായിരുന്നു ആ സമയത്തൊന്നും, ചെറുതായി പോലും. അതെങ്ങനെയാണ് അങ്ങനെ വരുന്നത്? അത് പാർട്ടി നിലപാടിന് വിരുദ്ധമാണ് എന്ന് കണ്ടു കഴിയുമ്പം അത് പറയാനല്ലേ പാർട്ടി സെക്രട്ടറിയെ വെച്ചിരിക്കുന്നത്? അല്ല, പാർട്ടി നിലപാട് പിണറായി വിജയൻ തന്നെയായി പറഞ്ഞു തുടങ്ങിയത്. പാർട്ടി സെക്രട്ടറി ആയിട്ട് അദ്ദേഹം നിലപാട് പറയുന്നുണ്ട്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി കൂട്ടായ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന ആളുകളാണ്. അവർക്ക് നയങ്ങൾ തീരുമാനിക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ കോൺഗ്രസിലാണെങ്കിൽ പ്രധാനമന്ത്രി തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെ ബാക്കി പ്രധാനമന്ത്രിയാണ് മന്ത്രിമാരെ തീരുമാനിക്കുന്നത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ അങ്ങനെയല്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടി സംസ്ഥാന കമ്മിറ്റിയാണ് ആര് മന്ത്രിയാണെന്ന് തീരുമാനിക്കുന്നത്, മുഖ്യമന്ത്രി അല്ല തീരുമാനിക്കുന്നത്. അപ്പൊ പിന്നെ എങ്ങനെ നയം തീരുമാനിക്കുന്നത്? ഇവിടെയാണ് PV അൻവർ ഉയർത്തിയ ഒരു വലിയ പ്രശ്നം. ഇപ്പോ പിണറായി വിജയനോട് പറയാൻ കഴിയുന്നില്ലെങ്കിലും P ശശിയോടെങ്കിലും പറയാൻ കഴിയണം അല്ലേ? P ശശിയോട് പറഞ്ഞിട്ട് എന്താ കാര്യം എന്നുള്ള കാര്യം എനിക്കൊരു പിടുത്തമില്ല. എന്നെ സംബന്ധിച്ച് അതൊരു ഓപ്ഷനേ അല്ല. പിണറായി വിജയനോട് പറയുക എന്നുള്ളതാണ്. പിണറായി വിജയൻ തന്നെയാണ് ഉത്തരവാദി. നമ്മൾ തിരഞ്ഞെടുത്ത ആൾ, ഭരണഘടനാപരമായി, നിയമപരമായി, ജനാധിപത്യപരമായി നമ്മളോട് ഉത്തരവാദിത്തമുള്ള ആൾ പിണറായി വിജയൻ തന്നെയാണ്. അദ്ദേഹം തന്നെയാണ് കേൾക്കേണ്ടത്. P ശശി ഈസ് എ ടൂൾ. ആ ടൂളിനെ എനിക്കറിയത്തില്ല, പിണറായി വിജയന്റെ ചില വ്യക്തിപരമായ പ്രത്യേകതകളുള്ള നമ്മൾ കേൾക്കുന്ന അദ്ദേഹം ആരെങ്കിലും വിശ്വസിച്ച് കഴിഞ്ഞാൽ 100% വിശ്വസിക്കും എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ഈ വിശ്വസിക്കുന്ന മനുഷ്യരെ പോലും നമ്മളൊരു പവർ അധികാരം കൈകാര്യം ചെയ്യുമ്പം എല്ലാത്തരം അധികാരങ്ങൾക്കും ചെക്സ് ആൻഡ് ബാലൻസസ് ഉണ്ട്. എല്ലാത്തരം അധികാരങ്ങൾക്കും മുഖ്യമന്ത്രി എല്ലാ അധികാരമുള്ളപ്പോൾ മുഖ്യമന്ത്രി നിയമസഭയിൽ വന്നിരിക്കണം. ആ നിയമസഭയിൽ പ്രതിപക്ഷ നേതാവിന്റെ ചോദ്യത്തിന് ഉത്തരം പറയണം, പത്രക്കാരുടെ ചോദ്യത്തിന് ഉത്തരം പറയണം. അങ്ങനെ ആർക്കും അൺബ്രിഡിൽ പവർ എന്നൊരു സംഭവം ജനാധിപത്യത്തിൽ ഇല്ല. അതാണ് നമ്മുടെ നാടുവാഴികളല്ല നമ്മുടെ ഭരണാധികാരികൾ. അവർക്ക് മനുഷ്യരുടെ ഉത്തരം പറഞ്ഞേ പറ്റൂ.
അപ്പോൾ ആ ചോദ്യങ്ങൾ ഇപ്പൊ നാട്ടിലെ മാധ്യമങ്ങളുടെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിലും അവരുണ്ടാക്കുന്ന കെട്ടുകഥകൾ മനുഷ്യർ വിശ്വസിക്കാത്തതായതുകൊണ്ട് മന്ത്രിമാർക്ക് ഒരു സൗകര്യമായി. മുഖ്യമന്ത്രിക്കും അതൊരു സൗകര്യമാണ്. കാരണം ഇതിൻ്റെ അകത്ത് ഉണ്ടാക്കുന്ന കഥകളും മിക്കവാറും ഇവർ പറയുന്നത് മിക്കവാറും കഥകളായതുകൊണ്ട് മുഖ്യമന്ത്രിക്ക് റിയൽ ക്വസ്റ്റ്യൻസ് നേരിടേണ്ടി അല്ല, വരുന്നില്ല. ഇത് ഞാൻ സംസാരിക്കാൻ ഉദ്ദേശിച്ചൊരു വിഷയമായിരുന്നു. ഇപ്പോ എന്തുകൊണ്ടാണ് പിന്നെ ആളുകൾക്ക് ഒരു പ്രശ്നം പോയി പറയുമ്പോൾ നമുക്കൊരു പ്രശ്നം വരുമ്പോൾ ആരുണ്ട് എന്ന് ചോദിച്ച പോലെ ഈ മന്ത്രിമാർക്കെതിരെയൊക്കെ ഈ കെട്ടുകഥകൾ ഇറങ്ങുമ്പോൾ പാർട്ടിയൊന്നും ഇതിൽ ഇടപെടുക, പിണറായി വിജയൻ അവരെ സംരക്ഷിക്കുകയൊന്നും ചെയ്യുന്നില്ല. അപ്പൊ ഈ പോലീസ് ഏകപക്ഷീയമായ പലർക്കും എതിരെ നടപടിയെടുക്കുന്ന പോലീസ് ഇക്കാര്യങ്ങളിലൊന്നും ഇടപെടുന്നില്ല. അങ്ങനത്തെ വിഷയമുണ്ട്. ഇല്ലില്ല, ഇതിൻ്റെ അകത്തുള്ള മന്ത്രിമാർക്കെതിരെയുള്ള ആരോപണം എന്നൊക്കെ പറഞ്ഞാൽ പരിഹാസ്യമാണ്. അതായത് വീണ ജോർജിനെതിരെ നിരന്തരം വന്നുകൊണ്ടിരുന്നു. സത്യത്തിൻ്റെ ഏതെങ്കിലും ഒരു കണിക അതിലെവിടെയെങ്കിലും ഉണ്ട്. എം ബി രാജേഷിനെതിരെ എക്സൈസ് നയത്തിൻ്റെ പേരിൽ അയാൾ എന്താ 2ാം ബാർ കോഴ കേസ് എന്ന് പറഞ്ഞു. എനിക്ക് ഇന്ന് വരെ എനിക്കറിയാവുന്ന എം ബി രാജേഷിന് അയാൾക്കും അയാളുടെ ഭാര്യയ്ക്കും കിട്ടുന്ന ശമ്പളമല്ലാതെ ഒരു ബാറുകാരനിടുന്ന ഒരു ചായ എങ്കിലും അയാൾ വാങ്ങി കുടിച്ചെന്ന് ഞാൻ വിശ്വസിക്കുമല്ലോ. ആ കേസ് ഇപ്പോൾ എവിടെയായി? വല്ല വാലും തലയുള്ള കാര്യമാണ്. അതുകൊണ്ട് മുഖ്യമന്ത്രിക്ക് ആ പണിയൊന്നുമില്ല. മുഖ്യമന്ത്രിക്ക് ഒരു മന്ത്രിയെ ഡിഫെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം ഓർക്കുക ഏതാ എന്തിന് ഞാൻ പറയുന്നത് ഇവർക്കെതിരെ വരുന്ന ആരോപണങ്ങൾ ഡിഫെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. എനിക്ക് ചിരിയാണോ വന്നത്? അതായത് ബാർ കോഴ കേസ് എം വി രാജേഷിനെതിരെ ബാർ കോഴ. അതേസമയം എന്നാൽ എം വി രാജേഷിന്റെ അതേ വകുപ്പിൽ നടന്ന ഒരു പരിഷ്കാരം മനുഷ്യരെ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടിച്ചു. അതിനെക്കുറിച്ച് ആർക്കും ചോദ്യം ഉണ്ടായിരുന്നില്ല. ഈ കെട്ടിട നികുതി പെർമിറ്റ് ഫീസുകളുമായി ബന്ധപ്പെട്ട് മനുഷ്യരെ അങ്ങേയറ്റം ബുദ്ധിമുട്ടിച്ച തീരുമാനങ്ങളുണ്ടായി. അതിൽ നിരന്തരം ചോദ്യം ചെയ്യാനോ തിരുത്തിക്കാനോ ഇവരെ കൊണ്ട് പറ്റില്ല. അത് സർക്കാർ തന്നെ തിരുത്തുകയാണ് ചെയ്തത് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ. അപ്പം അങ്ങനെ തിരുത്തിക്കേണ്ടിടത്ത് തിരുത്തിക്കാൻ പറ്റാതെയും തിരുത്തേണ്ടതില്ലാത്ത കാര്യങ്ങളെക്കുറിച്ച് ബഹളം വെക്കുകയും ചെയ്ത് കഴിയുമ്പോൾ അത് ഇറലവൻ്റ് ആയിപ്പോകും. മാധ്യമങ്ങൾ ഇറലവൻ്റ് ആയിപ്പോയി. അതാണ് അതിൻ്റെ അകത്തൊരു പ്രശ്നം. ഇപ്പോൾ നോക്കുക, ആരോഗ്യ വകുപ്പിൽ സീരിയസ് ആയിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. പക്ഷേ കേരളത്തിൽ വലിയ മാധ്യമം എടുത്തുകൊണ്ട് വന്ന വിഷയം എന്നുള്ളത് ഏറ്റവും ഭംഗിയായിട്ട് നടക്കുന്ന ഒരു പ്രോജക്റ്റ്, ഹൃദയം പ്രോജക്റ്റിനെ കുറിച്ചിട്ടാണ് കൊണ്ടുവരുന്നത്. അതോടുകൂടി വീണ ജോർജ് സേഫായി. ആ ഡിപ്പാർട്ട്മെൻറ്റ് നടക്കാതെ പോകുന്ന പല പ്രോജക്റ്റുകളെ കുറിച്ചും ആൾക്കാർ മിണ്ടാണ്ടായി. അതാണ് അതിൻ്റെ പ്രശ്നം. മാധ്യമങ്ങൾ ഇറലവൻ്റ് ആയി പോയ ഒരു നാട്ടിൽ പ്രതിപക്ഷത്തിന് വിശ്വാസ്യത കുന്തത്തിൽ കയറിയിരിക്കുന്ന ഒരു നാട്ടിൽ മുഖ്യമന്ത്രിക്ക് ആരോടും ആൻസറബിൾ ആകേണ്ടതില്ല എന്നുള്ളൊരു സിസ്റ്റം ഇപ്പം ആയിട്ടുണ്ടാവുമായിരിക്കും. അങ്ങനെ ആയിരിക്കും. ഇപ്പം പിണറായി വിജയൻ എന്തുകൊണ്ട് ഇങ്ങനെ ചില കാര്യങ്ങൾ ചെയ്യുന്നു എന്നുള്ളതിന് ഉത്തരമില്ല എന്ന് പറഞ്ഞ പോലെ PV അൻവർ എന്തുകൊണ്ട് ഈ മാർഗം സ്വീകരിച്ചു എന്നുള്ളതിന് ഉത്തരവുണ്ടോ? ഞാൻ PV അൻവറിനെ അദ്ദേഹം MLA ആവുന്നതിന് മുമ്പ് കണ്ടിട്ടുണ്ട്. എനിക്കൊന്ന് PV അൻവർ 50കളിലുള്ളൊരു മനുഷ്യനാണ്. പക്ഷെ ഞാൻ അന്ന് കാണുമ്പോഴും ഒരു 20 വയസ്സ് 22 വയസ്സുള്ള ഒരു മനുഷ്യൻ്റെ ഭാവഹാദികളാണ് അദ്ദേഹത്തിനുള്ളത്. അദ്ദേഹം വളരെ സ്പീഡിലാണ് കാര്യങ്ങൾ പറയുന്നത്, നടക്കുന്നതും ചെയ്യുന്നതും കാര്യങ്ങൾ, ചിന്തയും വർത്തമാനമൊക്കെ വളരെ സ്പീഡ്. അതേ സ്പീഡും കാര്യങ്ങളാണ് അദ്ദേഹത്തിന് ഇപ്പോഴും ഉള്ളത്. ശരിക്കും ഒരു ആംഗ്രി യങ് മാൻ എന്നുള്ള മട്ടിത്തരമാണ് അദ്ദേഹം ഇപ്പോഴും നടക്കുന്നത്. അതുകൊണ്ട് ഈ മര്യാദകേടുകൾ കണ്ട് മടുത്ത് കഴിഞ്ഞപ്പോൾ അയാൾ പൊട്ടിത്തെറിച്ചു എന്നുള്ളത്. അയാൾ മുഖ്യമന്ത്രിയോടായതുകൊണ്ടാണ് അയാൾ ഈ മര്യാദയ്ക്കൊക്കെ ഈ വാക്കുകളിൽ വിനയവും മര്യാദയൊക്കെ ഉള്ളത്. കാരണം പിണറായി വിജയൻ മനുഷ്യൻ്റെ സ്റ്റേച്ചർ അത്ര അധികാരത്തെ പേടിച്ചിട്ടല്ല കേട്ടോ. സത്യമായിട്ട് എനിക്ക് PV അൻവറിന് മുഖ്യമന്ത്രിയുടെ അധികാരത്തോടുള്ള ആഭ്യന്തരമന്ത്രിയാണല്ലോ എന്ന് വിചാരിച്ചിട്ടൊന്നുമല്ല. പിണറായി വിജയൻ എന്ന് പറഞ്ഞ രാഷ്ട്രീയ നേതാവിനോട് അടിസ്ഥാനപരമായിട്ടൊരു ബഹുമാനം ഉണ്ടാക്കാൻ PV അൻവർക്ക് കാരണമുണ്ട്. എനിക്ക് കാരണമുണ്ട്. PV അൻവറിനാക്കാം. ആ കാരണം കൊണ്ട് മാത്രമാണ്. അതല്ലെങ്കിൽ അയാൾ ഈ മുഖ്യമന്ത്രിയുടെ അതേ പ്രൈവറ്റ് സെക്രട്ടറി പൊളിറ്റിക്കൽ സെക്രട്ടറി B ശശിയെക്കുറിച്ച് ഒരു മര്യാദയും പുള്ളി കാണിച്ചില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് മനുഷ്യർ നിവൃത്തി കെട്ട് കഴിഞ്ഞാൽ അൻവർ പറഞ്ഞു എന്നുള്ളത് ഞാൻ കണക്കാക്കുള്ളൂ. അയാൾ ഇപ്പോഴും എന്താ പറയുക, ചോരത്തിളപ്പ് ഇപ്പോഴും അയാളുടെ ചിന്തയിലും പ്രവൃത്തിയിലും ഉള്ളത് കൊണ്ട് അയാൾ പൊട്ടിത്തെറിച്ചു എന്നുള്ളതാണ് ഞാൻ കണക്കാക്കുന്നത്. അതിൻ്റെ പുറകിൽ വേറെ ഒരു സംഭവം ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. പിന്നെ നമുക്ക് വേണമെങ്കിൽ കഥകൾ കണ്ടെത്താം. കാരണം മുഖ്യമന്ത്രിയെ കാണാൻ വേണ്ടി പോയ അൻവർ മുഖ്യമന്ത്രിയെ കണ്ടതിന് ശേഷം പാർട്ടി സെക്രട്ടറിയെയും കാണുന്നു എന്ന് പ്രഖ്യാപിക്കുമ്പോൾ നമുക്ക് വേണമെങ്കിൽ ഒരു തിയറി അതിൻ്റെ പുറകിൽ ഉണ്ടാക്കാം. അത് ചിലപ്പം സത്യമായിരിക്കും. അത് നമ്മൾ സ്പെക്കുലേറ്റ് ചെയ്യുന്നത് ശരിയല്ല എന്നുള്ളതേ ഉള്ളൂ. എങ്ങനെയാണ് ഇതിനകത്ത് പാർട്ടി വരുന്നത്, അതിൻ്റെ പുറകിൽ എന്തായിരിക്കും, അതിൻ്റെ പുറകിൽ ആരായിരിക്കും, അതിൻ്റെ പുറകിലുള്ള ചിന്ത എന്തായിരിക്കും എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് സ്പെക്കുലേറ്റ് ചെയ്യാം.
നോക്കാൻ വരുന്ന അടുത്ത ദിവസങ്ങളിൽ എന്തൊക്കെയാണ് സംഭവിക്കാൻ വേണ്ടി പോകുന്നത് അപ്പൊ നോക്കിയിരിക്കുന്നു. ശരിക്കും പറഞ്ഞാൽ പരിഹാരം വളരെ ലളിതമാണ്. നേരത്തെ പറഞ്ഞ പോലെ പോലീസിനൊപ്പം സർക്കാരുണ്ട് എന്നത് മാറ്റിയിട്ട് സർക്കാരിനൊപ്പം പോലീസ് ഉണ്ട് എന്ന അവസ്ഥയിലേക്ക് എത്തിയാൽ തീരുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ അല്ലേ? ആം, അങ്ങനെ ചെയ്യണമെങ്കിൽ, കാരണം ഈ കഴിഞ്ഞ 8 വർഷത്തുള്ള ഈ വിചിത്രമായിട്ട് പോലീസ് നയം കൊണ്ട് പിന്നെ രുചി പിടിച്ച കുറേ പോലീസുകാരുണ്ടാവും. ഇവരൊക്കെ നിയന്ത്രിച്ച് കൊണ്ടുവരണമെങ്കിൽ നല്ല ബുദ്ധിമുട്ടുണ്ട്. പിന്നെ ഇവിടുത്തെ ഈ സിസ്റ്റം എന്നുള്ളത് അങ്ങേറ്റം വഷളായിട്ടുണ്ട്. ഉം. ഞാൻ ഉറപ്പിച്ചു പറയുന്നു, ഒരു ADGP അല്ല, പല ADGP-മാരുണ്ടാവും. ഉം. എനിക്കറിയാവുന്ന ആളുകളുണ്ട്. എനിക്കറിയാവുന്ന ആളുകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലീസുമായിട്ട് സംസാരിക്കാൻ വേണ്ടി വന്നു കഴിഞ്ഞപ്പം സുഖകരമല്ലാത്ത അനുഭവം ഉണ്ടായ ആളുകൾ എനിക്കുണ്ട്. കള്ളനാണോ പോലീസാണോ എന്ന് ഇപ്പോഴും തീരുമാനമില്ലാത്ത ആളുകൾ ഇപ്പോഴും ഉയർന്ന സ്ഥലങ്ങളിൽ ഇരിപ്പുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, പ്രൊമോഷൻ കൊടുക്കരുത് എന്ന് ഹൈക്കോടതി പറഞ്ഞ ഒരാളുണ്ട്, ടോപ്പിലിരിക്കുന്നവർ. അപ്പം അങ്ങനെയുള്ള ആൾക്കാരെ വെച്ചുകൊണ്ട് ഇവരെ നടത്തിക്കൊണ്ട് പോകണമെന്നുണ്ടെങ്കിൽ നല്ല കഴിവും പ്രാപ്തിയും നല്ല ധാരണയും ഉള്ള ഒരാൾ ആഭ്യന്തരമന്ത്രിയായിട്ട് വരിക എന്നുള്ളത്. പിണറായി വിജയനാണ് ഏറ്റവും നല്ല ആള്. പക്ഷെ അദ്ദേഹം ഈ തീരുമാനമായിട്ടാണ് പോകുന്നതെങ്കിൽ അത് നടക്കില്ല. പാർട്ടി ഇങ്ങനെ മുമ്പോട്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വലിയ അബദ്ധം. അതിൻ്റെ ഞാനിപ്പോൾ കാണുന്നത് ഒരു ADGP സ്വർണം കടത്തിക്കൊണ്ട് പോകുന്നതോ, ഇനി അതല്ല മരം വെട്ടിക്കൊണ്ട് പോകുന്നതോ, സത്യത്തിൽ ഇതൊന്നുമല്ല എന്നെ ആകുലപ്പെടുത്തുന്നത്. എന്നെ ആകുലപ്പെടുത്തുന്നത് നമ്മുടെ നാടിനെ ഭീകരമായിട്ട് വിഭജിക്കപ്പെടുന്ന കാര്യത്തെ നോക്കി നമ്മുടെ നാട്ടിലെ പോലീസ് അനങ്ങാതിരിക്കുന്നു. അവരെ പൂട്ടാനുള്ള ശ്രമം നാട്ടുകാരെ നടത്തുമ്പം അതിനെ തടയിടാൻ വേണ്ടി പോലീസ് ഉണ്ടാകുന്നു. അത് മുഖ്യമന്ത്രി അറിയുന്നില്ല. ഇത്തരം സിസ്റ്റമിക് ആയിട്ടുള്ള പ്രശ്നങ്ങൾ ധാരാളമായിട്ട് നമ്മുടെ സിസ്റ്റത്തിലേക്ക് വന്ന് കയറിയിട്ടുണ്ട്. അതിൻ്റെ ഫലം അതിൻ്റെ ഒരു ചെറിയ ഒരു സാധനം അൻവർ ഒരു ചെറിയ തോട്ടിയിട്ടപ്പം ആ ഭാഗം പൊളിഞ്ഞിങ്ങ് പോകുന്നു എന്നുള്ളതേ ഉള്ളൂ. എവിടെ തോട്ടിയിട്ടാലും അവിടെയൊക്കെ പൊളിഞ്ഞു പോരാന്ന അവസ്ഥയിലാണ് എനിക്ക് തോന്നുന്നു കേരളത്തിലെ പോലീസ് സംവിധാനം എന്നുള്ളതാണ് തോന്നലാണ് എനിക്കുള്ളത്. അപ്പൊ നമുക്ക് കൺക്ലൂഡ് ചെയ്യാം അല്ലേ? ഇപ്പൊ KJ ജേക്കബ് സംസാരിച്ചത് ഇഷ്ടമായിട്ടുള്ള ആൾക്കാർക്ക് അദ്ദേഹത്തെ ഫോളോ ചെയ്യാം ഫേസ്ബുക്കിൽ. അവിടെയാണ് എപ്പോഴും ആക്റ്റീവായിട്ട് കാണുന്നത്. പിന്നെ ചാനൽ ചർച്ചകളിൽ ഇടയ്ക്കൊക്കെ വരുമായിരിക്കും. പക്ഷെ സ്ഥിരമായിട്ട് കാണണമെങ്കിൽ ഫേസ്ബുക്കിൽ പോയിട്ട് ഫോളോ ചെയ്യാം. അത് എഴുതുന്ന കാര്യങ്ങളൊക്കെ വായിക്കാം. നല്ലതാണ് ശരിക്കും. ഒരു എന്താ പറയുക, വീക്ക്ലിയിലൊക്കെ വരുന്ന ലേഖനങ്ങൾ പോലെ കൃത്യമായിട്ട് അതിന്റെ എല്ലാം ഉണ്ടാവും. ഹിസ്റ്ററി ഉണ്ടാവും, ഡേറ്റ് ഉണ്ടാവും, ചരിത്രം ഉണ്ടാവും, എന്ത് പരിഹാരം ഉണ്ടാവും, എല്ലാം ഉണ്ടാവും അല്ലേ? ഫേസ്ബുക്കിലേക്ക് വിളിക്കാം ഞാൻ ഓഡിയൻസിനെ. വേറെ കാര്യമുണ്ട്. ഇപ്പൊ പണിയുടെ നേച്ചർ മാറിയത് കൊണ്ട് ഞാനിപ്പം അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് ഇപ്പം എഴുതാറില്ല സത്യമായിട്ട്. ആഴ്ചയിൽ ഒന്നെങ്കിലും എന്തായാലും എഴുതാറില്ലേ? ഒന്നൊക്കെ ഉള്ളൂ. മറ്റേതൊക്കെ ഞാനിപ്പോൾ എൻ്റെ മെമ്മറി പൊങ്ങി വരുമ്പം രണ്ടെണ്ണം ഒക്കെ എഴുതും. അപ്പോൾ ഞാൻ ആലോചിച്ചു ഞാൻ എന്തുമാത്രം സമയം അന്ന് ചിലവാക്കിയിട്ടുണ്ടെന്ന്. അയ്യോ, ഇപ്പം എനിക്ക് എനിക്കത് ശരിക്കും ഭയങ്കര അത്ഭുതാ അത് ആ കാണുമ്പോൾ. അല്ല, അത് അന്നത്തെ എൻ്റെ പല പോസ്റ്റുകളും നിങ്ങൾ നോക്കിയാൽ അല്ല, അറിയാം. ഇപ്പോഴത്തതും അത്ഭുതാണ്. ഇത്രയും സമയമെടുത്ത് ഇത് ക്രോഡീകരിച്ച് കൃത്യമായ ഭാഷയിൽ. അന്നത്തെ എൻ്റെ പല പോസ്റ്റുകളും നിങ്ങൾ നോക്കിയാൽ സമയമുള്ളത് 3 മണി 4 മണി 5 മണിയൊക്കെയാണ്. എൻ്റെ പണി കഴിഞ്ഞാൽ വരുമ്പോൾ 12 1 മണിയാവും. അപ്പം പകൽ ഇതിനെക്കുറിച്ച് ആലോചിച്ചിട്ടുണ്ടാവും, കുറേ കാര്യങ്ങൾ മനസ്സിൽ വെച്ചിട്ടുണ്ടാവും. പിന്നെ അവസാനത്തെ ഡേറ്റ കളക്ട് ചെയ്ത് എഴുതാൻ എനിക്കധികം സമയം വേണ്ട. എഴുതാൻ എനിക്ക് പെട്ടെന്ന് എഴുതാം. അത് മലയാളമാണെങ്കിലും ഇംഗ്ലീഷാണെങ്കിലും പെട്ടെന്ന് എഴുതാം. പക്ഷേ ഇതിനുള്ള സംഭവം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് നല്ല എഫർട്ടുള്ള പണിയാണ്. അപ്പോൾ പല പോസ്റ്റുകളും 4 മണിക്കും 5 മണിക്കും ഒക്കെയാണ്. അപ്പോൾ അതിനെക്കുറിച്ചാണ് ഇപ്പം പഴയ ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ അവകാശപ്പെടുന്ന പത്രപ്രവർത്തകൻ ഇയാൾ പണം വാങ്ങിയിട്ടാണ് എഴുതുന്നത്, അതുകൊണ്ട് അദ്ദേഹം ആരും കാണാതെ രാവിലെയൊക്കെയാണ് പോസ്റ്റ് ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ നമ്മുടെ പ്രശ്നം, എനിക്ക് EMI അടയ്ക്കണമെങ്കിൽ എനിക്ക് ജോലി ചെയ്തേ പറ്റൂ. അപ്പോൾ എൻ്റെ പണി 12 1 അല്ല, മണിയാകുമ്പോഴാണ്. പക്ഷെ പോസ്റ്റ് എഴുതുന്നത് എനിക്ക് തോന്നുന്ന ജോലി പോലെ തന്നെ സീരിയസ് ആയിട്ടാണ് കാണുന്നത്. പിന്നെ അതിൽ പാഷൻ ഉണ്ട്. പിന്നെ കൃത്യമായ നിലപാടുകൾ തെറ്റാതെ പറഞ്ഞു പോകണം എന്നുള്ളതുകൊണ്ട് കുറെ സമയം എടുത്തൊക്കെ കൃത്യമായിട്ട് തന്നെ പറഞ്ഞു പോകും. എൻ്റെ ഒരു പിന്നെ നിങ്ങൾ സുനിതയുടെ കേൾവിക്കാർക്ക് ഇതിൽ യാതൊരു താല്പര്യം ഉണ്ടായില്ല. പക്ഷെ എൻ്റെ ഒരു അഭിമാനം എന്നുള്ളത്, ഞാൻ എഴുതുമ്പോൾ ഒരു അക്ഷരത്തെറ്റുണ്ടെങ്കിൽ എനിക്ക് മെസ്സേജ് വരും. ഒരു അക്ഷരത്തെറ്റ് അതിൻ്റെ അകത്തുണ്ടെങ്കിൽ മെസ്സേജ് വരും. ഫാക്ച്വൽ മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും വന്നിരിക്കും. ആദ്യത്തെ 5 മിനിറ്റിനുള്ളിൽ എനിക്ക് 3 മെസ്സേജ് വന്നിരിക്കും. ഫാക്ച്വൽ മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അക്ഷരത്തെറ്റുകൾ പോലും എനിക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു തരും, ഇതിങ്ങനെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അത് എന്നെ സംബന്ധിച്ചൊരു, എൻ്റെ വായനക്കാർ അത്രയും സീരിയസ് ആണ് ഞാൻ എഴുതുന്നത്, അവർ വിശ്വസിക്കുന്നു എന്നുള്ള കാര്യത്തിൽ. അതുകൊണ്ട് കൂടിയാണ് ഞാൻ അത്ര എഫർട്ട് എടുക്കുന്നത്. അതേ കേൾവിക്കാരാണ് ഇവിടെ എൻ്റെ യൂട്യൂബിലൊക്കെ ഉള്ളത് കേട്ടോ. ശരിക്കും ആദ്യത്തെ ഒരു 10 മിനിറ്റിനുള്ളിൽ നമുക്കറിയാം എന്തെങ്കിലും അബദ്ധം പറഞ്ഞോ എന്തെങ്കിലും തെറ്റിപ്പോയോ എന്നുള്ളത്. ആദ്യത്തെ ഒരു 10 കമന്റിനുള്ളെങ്കിലും വരും അത് ഉറപ്പായിട്ടും. എനിക്ക് അതുകൊണ്ട് അവരോട് ഭയങ്കര റെസ്പെക്റ്റാ ശരിക്കും. എനിക്കതെ പിന്നെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഏത് സബ്ജക്റ്റിനെ കുറിച്ച് എഴുതിയാലും അതിലൊരു എക്സ്പേർട്ട് എൻ്റെ വായനക്കാരനായിട്ടുണ്ടാവും. അതാണ് അതിൻ്റെ അകത്തെ പ്രശ്നം. ഞാൻ പണ്ടൊരിക്കൽ അത്
കാഷ്വലായിട്ട് എഴുതിയതാണ്. സൂര്യൻ കിഴക്കുദിക്കുന്നു എന്നതല്ലേ ശരി എന്നവർ ഞാൻ എഴുതി കഴിഞ്ഞപ്പോൾ അപ്പോഴേ പറഞ്ഞു സൂര്യൻ എവിടെയാണ് കിഴക്കുദിക്കുന്നത്. അപ്പം ഞാൻ കുറച്ച് ആലങ്കാരികമായിട്ട് കൂടെ പറഞ്ഞതാണ്. അപ്പം സൂര്യൻ കിഴക്കുദിക്കുന്നു എന്ന് നിങ്ങൾ എഴുതുന്നത് വായിക്കുന്നത് മനുഷ്യർ വിചാരിക്കും സൂര്യൻ കിഴക്കുദിക്കുന്നു എന്നുള്ളത്. അപ്പൊ നമ്മൾ എങ്ങനെ പറയണം സൂര്യൻ സൂര്യൻ ഉദിക്കുന്നില്ലല്ലോ, അവിടെ അങ്ങനത്തെ പ്രശ്നം. സൂര്യൻ ഉദിക്കുന്നോ അസ്തമിക്കുന്നോ ഇല്ല. അപ്പൊ ഞാൻ സയന്റിഫിക് ആയിട്ടുള്ള എന്തോ ഒരു കാര്യമായിട്ട് ബന്ധപ്പെട്ട് എഴുതാണ്, അതല്ലാതെ എഴുതി. അപ്പൊ അതിലിങ്ങനെ എഴുതി കഴിഞ്ഞപ്പോൾ സത്യത്തിൽ എൻ്റെ ഭാഗത്തുനിന്നുണ്ടായ സ്ലിപ്പാണത്. ഞാനത് എഴുതാൻ പാടില്ലാത്തൊരു കോണ്ടെക്സ്റ്റിലാണ് അത് എഴുതിയത്. അപ്പൊ അത് ഫിസിക്സ് പഠിച്ച് ഞാനത് എഴുതാൻ പാടില്ലാത്തതാണ്. പക്ഷെ അത് തലയ്ക്കകത്ത് എങ്ങനെയോ വന്നു പോയി. അത് അത് അപ്പോഴേ കമന്റ് വന്നു. അപ്പൊ അത് ഇത് പറയുന്ന ആൾക്കാരൊന്നും വളരെ സാധാരണക്കാരായ ആൾക്കാരുണ്ട്. അവർ രാഷ്ട്രീയം കറക്റ്റ് ചെയ്യും. സബ്ജക്റ്റ് എക്സ്പേർട്സ് ഉണ്ട്, നല്ല ഗംഭീരന്മാരെ ഫിസിക്സിലൊക്കെ, പിന്നെ PhDയും പല പോസ്റ്റ് ഡോക്കും ഒക്കെ എടുത്ത മനുഷ്യർ എൻ്റെ വായനക്കാരായിട്ടുണ്ട്. എല്ലാ ശാസ്ത്രത്തിലുമുള്ള ആളുകളുണ്ട്. അപ്പോൾ അതുകൊണ്ട് മണ്ടത്തരം പറയാമെന്നുള്ള ഒരു ലിബർട്ടി എനിക്കില്ല. നമ്മുടെ നാട്ടിലെ പത്രപ്രവർത്തകർക്ക് പലർക്കും ഉള്ള ഒരു ലിബർട്ടി എനിക്കില്ല. അത് അവരപ്പം തന്നെ അത് ആദ്യം മെസ്സേജിലുണ്ടാവും, അത് കറക്റ്റ് ചെയ്തെങ്കിൽ കമൻറ്റിൽ വന്നിട്ടുണ്ടാവും, അത് ഉറപ്പാണ്. അപ്പൊ ഞങ്ങൾ ഒഫീഷ്യലി യൂട്യൂബിലേക്ക് ക്ഷണിക്കുന്നു. ഒരു യൂട്യൂബ് അക്കൗണ്ട് കൂടെ തുടങ്ങി ഇവിടെയും കൂടെ ഇരുന്ന് സംസാരിച്ച ആഴ്ചയിൽ ഒരിക്കല്. എഫർട്ട് സമയമില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു പ്രശ്നം. യൂട്യൂബിൽ ഞാൻ ഒന്ന് രണ്ടെണ്ണം, യൂട്യൂബിലില്ല, ഞാൻ ഫേസ്ബുക്കിൽ ഒന്ന് രണ്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും ഈ കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമവുമായിട്ട് ബന്ധപ്പെട്ട്, കാരണം അത് കേന്ദ്ര സർക്കാർ വല്ലാതെ ദുരുപയോഗപ്പെടുത്തുന്നത് കണ്ടപ്പോഴേ മനുഷ്യർക്ക് എന്തുകൊണ്ടാണ് ED എവിടെ നിന്ന് വരുന്നു എന്നുള്ളൊരു ചോദ്യം പലരും ചോദിച്ചപ്പോഴാണ് ഞാനത് കഴിഞ്ഞ 3 വർഷമായിട്ട് ഈ PMLA കേസുകൾ ഫോളോ ചെയ്യുന്ന ആളാണ്. ഇതിൻ്റെ നിരവധിയായിട്ടുള്ള സുപ്രീം കോടതി വിധികളും ഒക്കെ ഞാൻ ഫോളോ ചെയ്യുന്നതുകൊണ്ട് എനിക്കത് അറിയാവുന്ന ഒരു സബ്ജക്റ്റാണെന്ന് എനിക്ക് തോന്നി. അപ്പോൾ അങ്ങനെ ഞാൻ ചെയ്തിരുന്നു. നല്ല എഫർട്ടാണ് എഴുതുന്നതിനേക്കാൾ കൂടുതൽ. കാരണം ഞാൻ 30 വർഷവും ഞാൻ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വർത്തമാനം പറയാന്നുള്ളത് അല്ല എൻ്റെ പണി. അപ്പോൾ എഴുതുമ്പോൾ എനിക്ക് വളരെ പെട്ടെന്ന് എഴുതാം. പക്ഷേ 15 മിനിറ്റ് വീഡിയോ ചെയ്യണമെങ്കിൽ 2 മണിക്കൂർ അവസ്ഥയുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്കൊക്കെ താഴ്മിച്ച് വന്നുകൊണ്ട് നിങ്ങൾക്ക് അത്ര ആവശ്യമുണ്ടാവുള്ളൂ. എനിക്കത് പക്ഷേ അതുപോലെ അത് കൂടുതൽ സമയം വേണ്ടി വരുന്നു. അതുകൊണ്ട് അത് എത്രത്തോളം സക്സസ്ഫുൾ ആവുന്നതിൽ എനിക്ക് അല്ലല്ല, എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് അത്രയൊക്കെ അതിൻ്റെ ആവശ്യമുള്ളൂ. ഞാൻ എഴുതുന്നത് വായിക്കാനുള്ള റീഡർഷിപ്പ് അവിടെ ഉണ്ട്. സോ ഐ എം പെർഫെക്റ്റ്ലി ഹാപ്പി വിത്ത് ദാറ്റ്. അപ്പൊ വിളിച്ചപ്പോ വന്നതിന് നന്ദി. ഈ പറഞ്ഞ പോലെ അവസാനമെങ്കിലും എന്തെങ്കിലുമൊക്കെ മോട്ടിവേഷനും പ്രതീക്ഷയും ജീവിക്കാനുള്ള ആഗ്രഹവും ഒക്കെ ആളുകളിൽ ബാക്കി വെക്കുന്നതിനും വലിയ നന്ദി. ഇതിൽ വിശ്വസിക്കുന്നുണ്ട്, അതുകൊണ്ടായിരിക്കും പറയാൻ പറ്റുന്നത്. എപ്പോഴും പ്രതീക്ഷയുടെ എന്തെങ്കിലും ഒരു സാധനം എഴുതുന്നതിലും അവസാനം കാണാറുണ്ട്, പറയുന്നതിലും സംസാരിക്കുന്നതിലും ഒക്കെ. അല്ലാതെ ഇങ്ങനെ ഇത് നശിച്ച് പണ്ടാരടങ്ങിപ്പോയി ഇവിടെ തീർന്നു അങ്ങനെയൊന്നും ഒരിക്കലും സംസാരിക്കാറില്ല. അപ്പൊ ഇത് കേട്ട് കഴിയുമ്പോഴും ആളുകൾക്ക് പ്രശ്നമില്ല, ഇവിടെ നിന്ന് തിരുത്തലുകൾ ഉണ്ടാകും, വീണ്ടും മുന്നോട്ട് ജീവിക്കാന്നൊക്കെയുള്ള തോന്നലുകൾ തന്നതിന് വളരെ നന്ദി. മൈ പ്ലഷർ.